നമുക്കപ്പോൾ തുടങ്ങാം. ചാപ്റ്റർ വൈസ് ആദ്യം ഞാൻ നമ്മുടെ ഈ ഇന്നത്തെ 2 മണി വരെയുള്ള ക്ലാസ്സിന്റെ ഫുൾ ട്രാക്കിങ്ങിനായിരിക്കും. ആദ്യം നമ്മൾ ആ ചാപ്റ്റർ വൈസ് ഉള്ള കുറച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും സോൾവ് ചെയ്യുന്നു. എന്നിട്ട് അവസാനം കഴിഞ്ഞ 2 അറ്റംപ്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ സോൾവ് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് നമ്മളുടെ ട്രാക്ക് മൊത്തം പോകുന്നത്. അപ്പൊ ആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ഇൻവോൾവ്മെന്റ് എനിക്ക് വേണം. ആൻഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ ചോദിക്കും, മിണ്ടാതിരിക്കരുത്. ഓൺലൈൻ ആയതുകൊണ്ട് ജസ്റ്റ് ഓൺ ചെയ്ത് അപ്പുറത്തോട്ടൊക്കെ പോയിരിക്കാതെ ബി അറ്റൻറ്റീവ്, എക്സാം ഓറിയന്റഡ് ആണ് ഇന്നത്തെ ക്ലാസ്. ചെയ്താൽ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടും. ഇതാണ് കാര്യം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വിൽ സ്റ്റാർട്ട് വിത്ത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ജസ്റ്റ് ഒരു ഗ്ലിംസും കൂടെ തന്നേക്കാം. ഇതിൻ്റെ അകത്ത് നമ്മൾ ലോങ് ടേം ക്യാപിറ്റലിനകത്ത് ലോങ് ടേം അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടായോ എന്നുള്ള ഒരു തീരുമാനമാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഉള്ള ടോപ്പിക്സ് എന്തായിരുന്നു എന്നൊന്ന് റീകോൾ ചെയ്യാം. ഇതിനകത്ത് നമ്മൾ പേ ബാക്ക് പീരീഡ് പറഞ്ഞിരുന്നു. പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുടക്കിയ കാശ് എത്ര സമയം കൊണ്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നു, അതിനെയാണ് പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തതായിരുന്നു NPV, ദാറ്റ് ഇസ് നെറ്റ് പ്രസന്റ് വാല്യൂ. അവിടെ നമ്മൾ ഇൻഫ്ലോസിന്റെ എല്ലാത്തിന്റെയും പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കുന്നു ആൻഡ് അതിൽ നിന്ന് ഔട്ട്ഫ്ലോസിന്റെ പ്രസന്റ് വാല്യൂ മൈനസ് ചെയ്യുന്നു. പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ആ പറയുന്ന പ്രോജക്റ്റ് സെലക്ട് ചെയ്യും. അങ്ങനെയായിരുന്നു കാഴ്ചപ്പാട്. പിന്നുള്ളത് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. അത് നമ്മളുടെ പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ പ്രസന്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോ. ഇത് ചെയ്യുമ്പം ഒന്നിൽ കൂടുതലാണ് നമുക്ക് ആൻസർ വരുന്നെങ്കിൽ അതൊരു നല്ല പ്രോജക്റ്റ് ആയിരുന്നു. പിന്നെ നമ്മളുടെ അടുത്ത് ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡും ഉണ്ട്. അവിടെ പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കുന്നു, ബട്ട് ടൈം അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ നോക്കിയിരുന്നു നമ്മുടെ IRR, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ, IRR എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അത് ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജിലാണ് അതിന്റെ ആൻസർ കിട്ടുന്നത്. ആൻഡ് ആ റേറ്റിൽ എൻ്റെ NPV 0 ആയിരിക്കും. അതാണ് അതിന്റെ കോൺസെപ്റ്റ്. പിന്നെ ഇതിനകത്ത് വേറെ കുറെ റിസ്കിന്റെയും കാര്യങ്ങളും ഒക്കെ നോക്കി. നിങ്ങൾ എവിടം വരെ ഈ ചാപ്റ്റർ പഠിച്ചു? എല്ലാവരും ചെയ്തിട്ടുണ്ടോ? ആരും മിണ്ടുന്നില്ല. ഏതായാലും നമുക്ക് തുടങ്ങിയേക്കാം. ആദ്യത്തെ ചോദ്യം ഒന്ന് എല്ലാവരും നോക്കിക്കേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ്. ഇതിനകത്ത് തിയറി പ്ലസ് പ്രാക്ടിക്കൽ രണ്ടും തന്നെ ഉണ്ട്. നമുക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് ചെയ്യാനുണ്ട്. ക്വസ്റ്റ്യൻ ഇതെല്ലാം എക്സാമിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻസും എക്സാമിൽ വന്നതാണ്. അപ്പം അറ്റൻറ്റീവ് ആയിട്ട് തന്നെ സോൾവ് ചെയ്യണം. ആദ്യത്തെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട്. വായിക്കുമ്പം ശ്രദ്ധിച്ച് വായിക്കണം. നോട്ട് എവിടെ പറയുന്നു? ഓക്കെ അല്ലേ? അതൊക്കെ ഹൈലൈറ്റ് ചെയ്യും. ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ പറ്റുന്നുണ്ടെങ്കിൽ പെൻസിൽ വെച്ച് അതിനെ ഒന്ന് അണ്ടർലൈൻ ചെയ്യും. ബിക്കോസ് നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പം ആ നോട്ടിനെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ആൻസർ തെറ്റും. നോട്ട്, വിൽ നോട്ട്, അങ്ങനത്തെ എക്സ്ട്രാ വേർഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ശ്രദ്ധിക്കും. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് ആപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ് പേ ബാക്ക് പീരീഡ് കാൽക്കുലേഷൻ. താഴെ പറയുന്നത് ഏതാണ് പേ ബാക്ക് പീരീഡിന്റെ കാൽക്കുലേഷനകത്ത് ആപ്ലിക്കബിൾ അല്ലാത്തത്? ഓക്കെ, നമ്പർ 1, ഇതൊരു സിമ്പിൾ കോൺസെപ്റ്റ് ആണ് ആൻഡ് ആപ്ലിക്കേഷൻ സിമ്പിൾ ആണ്. രണ്ടാമത്തത്, ഇറ്റ് ഫേവേഴ്സ് ദോസ് പ്രോജക്ട്സ് ദാറ്റ് ജനറേറ്റ് സബ്സ്റ്റാൻഷ്യൽ ഇൻഫ്ലോ ഇൻ ദി earlier years. മൂന്നാമത്തത്, കട്ട് ഓഫ് പീരീഡ് ഇസ് ചോസൺ ആർബിറ്റർലി. നാലാമത്തത്, ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നുണ്ട്. ഒബ്ജക്റ്റീവ് പേപ്പർ സോൾവ് ചെയ്യണമെങ്കിൽ 1-2 കാഴ്ചപ്പാട് മനസ്സിലാക്കണം. ഫസ്റ്റ് തിങ്, നമ്മൾ ആ ഓപ്ഷൻസ് എല്ലാം മനസ്സിലാക്കണം. കഴിവതും എല്ലാ ഓപ്ഷൻസും മനസ്സിലാക്കിയിട്ട് വേണം ടിക്ക് ചെയ്യാൻ. സോ ആദ്യം പറയുന്നത്, ഈ ഒരു കോൺസെപ്റ്റ് സിമ്പിൾ ആണ് ആൻഡ് ആപ്ലിക്കേഷനും സിമ്പിൾ ആണ്. ശരിയാണ്. പേ ബാക്ക് പീരീഡിന്റെ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് ദാറ്റ് അത് സിമ്പിൾ ആണ്. നമ്പർ 1. നമ്പർ 2, ഇറ്റ് ഫേവേഴ്സ് ഓൺലി ദോസ് പ്രോജക്ട്സ് ദാറ്റ് ജനറേറ്റ് സബ്സ്റ്റാൻഷ്യൽ ഇൻഫ്ലോ ഇൻ ദി earlier years. അതിന്റെ അർത്ഥം, ഇപ്പൊ എൻ്റെ അടുത്ത് 2 പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ 2 പ്രോജക്റ്റിന്റെ ഞാൻ പേ ബാക്ക് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ഏത് പ്രോജക്റ്റ് ആണോ എനിക്ക് നേരത്തെ കാശ് കൊണ്ട് തരുന്നത് ആ പ്രോജക്റ്റ് ആണ് ഫേവർ ചെയ്യുന്നത്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇതും ശരിയാണ്. നമ്മളോട് ചോദിച്ചേക്കെന്താ ശരി അല്ലാത്തതാണ് നമുക്ക് ടിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അടുത്തത്, കട്ട് ഓഫ് പീരീഡ് ഇസ് ചോസൺ ആർബിറ്റർലി. കട്ട് ഓഫ് പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ടൈം പീരീഡ് വരെ ആയിരിക്കും പ്ലാൻ ചെയ്തെടുക്കുന്നത്, അതിനെയാണ് ഈ കട്ട് ഓഫ് പീരീഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു മെഷീൻ 4 വർഷം കൊണ്ട് എനിക്ക് മുടക്കിയ കാശ് മൊത്തം തിരിച്ചു കൊണ്ട് തരുന്നു. 4 വർഷം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് ആ മെഷീനെ സെലക്ട് ചെയ്യണോ വേണ്ടായോ എന്നുണ്ടെങ്കിൽ
എനിക്ക് ഒരു കട്ട് ഓഫ് പീരീഡ് കാണും. എനിക്ക് മുടക്കിയ കാശ് ഇത്ര സമയം കൊണ്ട് തിരിച്ചു കിട്ടണമെന്ന് എനിക്കൊരു പ്ലാനിങ് ആണ്. ആ കട്ട് ഓഫ് പീരീഡ് ആർബിട്രലി എന്ന് വെച്ചാൽ വലിയ ധാരണയൊന്നും ഇല്ലാതെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. അതും ശരിയാണ്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, കൺസിഡേഴ്സ് ടൈം വാല്യൂ ഓഫ് മണി. പേ ബാക്ക് പീരീഡ് ഒരിക്കലും ടൈം വാല്യൂ ഓഫ് മണി എടുക്കാറില്ല. അത് ഡിസ്കൗണ്ടഡ് പേ ബാക്ക് ആണ് എടുക്കാറുള്ളത്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ മനസ്സിലായോ? അടുത്തത് ഡിസിഷൻ ബേസ്ഡ് റൂൾ ഓൺ ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ അല്ലെങ്കിൽ നെറ്റ് ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ. ഈ ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ അല്ലെ നെറ്റ് ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ നമ്മളുടെ PI ആണ്, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. അപ്പോ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിന്റെ കേസിൽ ഞാൻ എന്തായിരുന്നു പറഞ്ഞത്? ദാറ്റ് നമുക്ക് ഒന്നിൽ കൂടുതൽ ആൻസർ കിട്ടിയാലാണ് നമ്മൾ അത് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ആദ്യത്തെ നോക്കാം. ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ ലെസ് ദൻ 1 ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നു, ഇല്ല, തെറ്റാണ്. നെറ്റ് ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ ലെസ് ദൻ 0 ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നു, ഇല്ല, അതും തെറ്റാണ്. നെറ്റ് ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ ലെസ് ദൻ ഗ്രേറ്റർ ദൻ 0 ആണെങ്കിൽ റിജക്ട് ചെയ്യുന്നു. ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ ഇതുമല്ല. ഓബ്വിയസ്ലി പിന്നെ ലാസ്റ്റ് തന്നെ ആയിരിക്കും. നമുക്ക് ഏതായാലും നോക്കാം. ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ ലെസ് ദൻ 1 ആണെങ്കിൽ റിജക്ട് ചെയ്യും. യെസ്, ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ ഒന്നിൽ കൂടുതലാണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, ഒന്നിൽ കുറവാണെങ്കിൽ നമ്മൾ റിജക്ട്. ഓക്കെ അല്ലേ? ആർക്കെങ്കിലും ഈ 2 ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ടെക്നിക്കൽ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? ഇതൊക്കെ നിങ്ങൾ വായിച്ച് നമ്മൾ ക്ലാസ്സിലും ചെയ്തതല്ലേ? മുമ്പോട്ട് പോവാം. ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് പ്രോഫിറ്റബിലിറ്റി നമ്മുടെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഇല്ലേ, ആ ഒരു കാഴ്ചപ്പാട് നോക്കിയാൽ ഓക്കെ സർ. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് നമ്മുടെ ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ അല്ലെങ്കിൽ അതിനെ നെറ്റ് ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ എന്നും പറയും. ആ ഒരു കാഴ്ചപ്പാട് നോക്കുക. ക്യാപിറ്റൽ ബജറ്റിംഗ് എന്തിന്റെ ഭാഗമാണ്? ആദ്യത്തെ ചോദ്യം ഈ പേജില് ഏതാണ്? ഫൈനാൻസിങ് ആൻഡ് ഇൻവെസ്റ്റിംഗ് ആൻഡ് ഡിവിഡൻഡ്, ഫൈനാൻസിങ് ആൻഡ് ഡിവിഡൻഡ്, അല്ലെങ്കിൽ ഓൺലി ഇൻവെസ്റ്റിംഗ്? പറയാമോ പെട്ടെന്ന്? എ എന്ന് പറയുന്നു. ആർക്കെങ്കിലും എതിർപ്പ് എന്തെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ആൻസർ ചെയ്യാൻ കേട്ടോ. നിങ്ങൾ ശരിയാണോന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അറ്റ്ലീസ്റ്റ് ആൻസർ ചെയ്യണം. ആരും ഉണ്ട്. ഓൺലി ഇൻവെസ്റ്റ്, ഡി ആണ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഇൻവെസ്റ്റിംഗിന്റെ ഭാഗമാണ്. അപ്പൊ ഞാൻ അതിനകത്തൊരു കോൺസെപ്റ്റും കൂടെ പറയുക. ഇതെല്ലാം ഒന്ന് ഓർത്തിരിക്കണം. നമുക്ക് പഠിച്ച ചാപ്റ്റേഴ്സ് വെച്ച് ഒന്ന് മനസ്സിലാക്കുക. നമ്മളുടെ അടുത്ത് ആദ്യമാണ് 3 ഡിസിഷൻസ് ഉള്ളത്. ആദ്യത്തേതാണ് ഇൻവെസ്റ്റിംഗ് ഡിസിഷൻ, രണ്ടാമത്തതാണ് ഫിനാൻസിങ് ഡിസിഷൻ. ഞാൻ എക്സലിലാണ് ചെയ്യുന്നത്, കാണുന്നുണ്ടല്ലോ എല്ലാവർക്കും. മൂന്നാമത്തതാണ് ഡിവിഡൻഡ് ഡിസിഷൻ. 3 ഡിസിഷൻസ് ആണ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റിനകത്ത് ഉള്ളത്. ഇൻവെസ്റ്റിംഗ് ഡിസിഷൻ്റെ അകത്ത് വരുന്നതാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, വർക്കിംഗ് ക്യാപിറ്റൽ, സെക്യൂരിറ്റി അനാലിസിസ്, പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്. ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത്. ഫൈനാൻസിങ്ങിനകത്ത് വരുന്നതാണ് നമ്മളുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ക്യാപിറ്റൽ സ്ട്രക്ചർ, cost of capital, capital structure, project finance, leverage analysis, EPS, EBIT analysis. ഓക്കെ അല്ലേ? ഇതൊക്കെ ഇതിനകത്താണ് വരുന്നത്. ഡിവിഡൻഡ് പിന്നെ ഡിവിഡൻഡ് ആണ്. അപ്പം നമുക്ക് വേറെ ഒന്നും നോക്കാനില്ല. ഒറ്റ ചാപ്റ്റർ എഴുതിയിട്ട് ഡിവിഡൻഡ് പോളിസി എന്ന് പറയും. ഇത് ഓർത്തിരിക്കണം. വേണേ ഒന്ന് സ്ക്രീൻഷോട്ട് വല്ലതും എടുത്ത് വെക്കുക. ചോദിച്ചേക്കാം നിങ്ങളോട് ഏത് ഡിസിഷൻ്റെ അകത്താണ് ഈ പറയുന്ന കോൺസെപ്റ്റ് വരുന്നത്. നമ്മുടെ കയ്യിൽ 3 തരത്തിലുള്ള ഡിവിഷൻസ് ആണുള്ളത്: ഇൻവെസ്റ്റിംഗ്, ഫൈനാൻസിങ്, ഡിവിഡൻഡ്. ആൻഡ് നമ്മൾ പഠിച്ച ചാപ്റ്റേഴ്സ് എല്ലാം ഈ പറയുന്ന 3 ഡിസിഷൻസിന്റെ ഉള്ളിൽ ആ പരിധിക്കുള്ളിൽ വരാം. ക്ലിയർ അല്ലേ? നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പൊ ആ ലോജിക് വെച്ച് ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ ആൻസർ, ഓൺലി ഇൻവെസ്റ്റിംഗ് ഡിവിഷൻ. ഓക്കെ,
അടുത്ത ചോദ്യം, ഇൻവെസ്റ്റിംഗ് ഡിസിഷൻ ഇൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ്. താഴെ പറയുന്നത് എന്താണ് ഇൻവെസ്റ്റിംഗ് ഡിസിഷൻ്റെ അകത്ത് വരാത്തത്? ഓപ്ഷൻ എ തന്നെയാണ്, ഡിവിഡൻഡ്. അത് വേറൊരു ഡിസിഷൻ തന്നെ. നമുക്ക് ബാക്കി ഓപ്ഷൻസ് വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ആൻഡ് അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഡസ് നോട്ട് ഇൻക്ലൂഡ് എന്നാണ് പറഞ്ഞത്. ഈ നോട്ട് എന്നുള്ള ഒരു കാര്യം ശ്രദ്ധിക്കണം. അപ്പൊ ഓപ്ഷൻ എ ആണ് ഇതിന്റെ. നിങ്ങൾക്ക് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് വല്ലതും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. ഇല്ല, ഞാൻ ഇന്ന് ക്ലാസ് കഴിഞ്ഞ് ഇതെല്ലാം ഞാൻ. ഓക്കെ, ഇത് രണ്ടും ക്ലിയർ അല്ലേ? മുമ്പോട്ട് പോകാം. ഓക്കെ, നമുക്ക് അടുത്തൊരു ചോദ്യം. ഫേം എ ഇസ് കൺസിഡറിങ് എ പ്രോജക്ട്. ഫേം എ ഒരു പ്രോജക്ട് കൺസിഡർ ചെയ്യും. പ്രോജക്ട് ഇൻവോൾവ്സ് എ ക്യാഷ് ഔട്ട്ഫ്ലോ ഓഫ് 50,000 rupees. T0. T0 എന്ന് പറഞ്ഞാൽ ഇന്ന് 50,000 രൂപയുടെ ചെലവുണ്ട് അല്ലെങ്കിൽ ഔട്ട്ഫ്ലോ ഉണ്ട് എനിക്ക് ആ പ്രോജക്ട്. വർക്കിംഗ് ക്യാപിറ്റൽ രണ്ടാമത്തെ വർഷം, T2 എന്ന് പറഞ്ഞാൽ ടൈം 2, രണ്ടാമത്തെ വർഷം എനിക്ക് ഒരു 20,000 രൂപയുടെ വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഔട്ട്ഫ്ലോയും കൂടി. ഔട്ട്ലേ എന്ന് പറഞ്ഞാൽ ഔട്ട്ഫ്ലോ എന്നാണ്. It is expected to generate a cash flow after tax of 12,000 per annum for 5 years, excluding working capital release back. Terminal value 20% ആണ്. What would be your advice if NPV കണ്ടുപിടിക്കണം if the cost of capital is 10%? നമ്മൾ ഈ സെയിം ക്വസ്റ്റ്യൻ ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? എന്റെ നോട്ട്സ് എല്ലാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതൊക്കെ റിവൈസ് ചെയ്യാൻ പറ്റിയോ? ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടല്ലോ. ചെയ്യിക്കണോ? അതിന്റെ സൊല്യൂഷൻ എല്ലാവരുടെ കയ്യിലും കാണും. പുതിയ പിള്ളേർ ആരെങ്കിലും ഉണ്ടോ എന്റെ ക്ലാസ്സിൽ? ഇല്ലാത്ത ആരെങ്കിലും? എല്ലാവരും ക്ലാസ്സിലുള്ളത് തന്നെയാണ്. എല്ലാവരും പറയാ, ആർക്കെങ്കിലും ചെയ്യിച്ചു തരണമെങ്കിൽ ചെയ്യിച്ചു തരാം. അത്രയും സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലാസ്സിൽ ഞാൻ ഈ ചോദ്യം ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ ആർക്കെങ്കിലും ചെയ്യിക്കണമെങ്കിൽ ചെയ്യിച്ചു തരാം. ബട്ട് പെട്ടെന്ന് പറയണം. ആരും ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇത് സ്കിപ്പ് ചെയ്ത് പോകും. സൊല്യൂഷൻ എല്ലാവരുടെ കയ്യിലും ഉണ്ട്. പറഞ്ഞോളൂ. ഓക്കെ, ആരും മിണ്ടുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ ക്ലാസ്സിൽ ചെയ്ത ചോദ്യമാണ്. സൊല്യൂഷൻ നിങ്ങളുടെ കാണും. സോൾവ് ചെയ്യണേ. ഒന്നുകൂടെ ഒന്ന് നോക്കി. ഇതിൻ്റെ അകത്തെ മെയിൻ ക്രക്സ് പറഞ്ഞു തരാം എന്തൊക്കെയാണെന്നുള്ളത്. നമ്മൾ 20,000 രൂപയുടെ വർക്കിംഗ് ക്യാപിറ്റൽ രണ്ടാം വർഷം ഇട്ടത് നമ്മളുടെ അവസാനത്തെ 5-ാം വർഷം ആ വർക്കിംഗ് ക്യാപിറ്റൽ റിലീസ് ആയി കിട്ടും. ഇതെല്ലാം ഞാൻ എഴുതിച്ചിട്ടുണ്ട്. നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇട്ടാൽ അത് റിലീസ് ആയി കിട്ടും. അത് ചോദ്യം പറഞ്ഞില്ലെങ്കിലും നമുക്കതിനെ 5-ാം വർഷം ഇൻഫ്ലോ ആയിട്ട് കാണിക്കണം, റിലീസ് ആയിട്ട് കാണിക്കേണ്ടതാണ്. അത് ഞാൻ എല്ലാ നോട്ട്സിലും എഴുതിച്ചിട്ടുണ്ട്. അടുത്തത് ടെർമിനൽ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ മേടിച്ച മെഷീനായ 50,000 രൂപ, ഈ പറയുന്ന മെഷീൻ അവസാനം 5-ാമത്തെ വർഷം എനിക്ക് 20% ടെർമിനൽ വാല്യൂ തരും. ടെർമിനൽ വാല്യൂ എന്ന് പറഞ്ഞാൽ സാൽവേജ് വാല്യൂ എന്നാണ്. ഓക്കെ അല്ലേ? അപ്പൊ എനിക്ക് ഈ 50,000-ന്റെ 20% 5-ാം വർഷം തിരിച്ചിങ്ങോട്ട് കിട്ടും. അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഇവിടെ. വർക്കിംഗ് ക്യാപിറ്റലിന് റിലീസ് ചെയ്യണം 5-ാമത്തെ വർഷം, ആൻഡ് 5-ാമത്തെ വർഷം 50,000 രൂപയുടെ ആ പ്രോജക്റ്റിന്റെ വില അതിന്റെ 20% റിലീസ് ചെയ്യണം. അത് രണ്ടും എനിക്ക് 5-ാം വർഷം വരുന്ന വേറെ രണ്ട് ഇൻകംസ്. ഓക്കെ അല്ലെ? എന്നിട്ട് 10% വെച്ച് നമ്മൾ NPV കണ്ടുപിടിക്കും. ഓക്കെ അല്ലെ? മുമ്പോട്ട് പോവാണ്. നമ്മൾ ഇത് സ്കിപ്പ് ചെയ്യുന്നു ബിക്കോസ് നമ്മൾ ചെയ്തത്. ഈ ചോദ്യമൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഞാൻ ചെയ്യിച്ചിട്ടുള്ളതാണ്. MNP is considering purchasing of an asset costing 80,000 rupees, having a useful life of 4 years. During the first 2 years, the incremental after-tax cash flows are 25,000 per annum, and the last 2 years it is 20,000 per annum. What is the payback period? പെട്ടെന്നൊന്ന് കണ്ടുപിടിച്ചിട്ട് പറയാൻ പറ്റുമോ എത്രയാണ് പേബാക്ക് പീരീഡ്? നമ്മള് കോസ്റ്റ് കൊടുത്തു 80,000 രൂപയുടെ, 80,000 rupees കോസ്റ്റ് കൊടുത്തു. ഫസ്റ്റ് 2 ഇയറിൽ എനിക്ക് 25,000 രൂപയാണ് ഇതിൽ നിന്ന് ഇൻകം കിട്ടാൻ പോകുന്നത്. ആൻഡ് പിന്നുള്ള 2 വർഷം എനിക്ക് 20,000 ഇൻകം കിട്ടാൻ. പേബാക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. എനിക്ക് പേബാക്ക് പീരീഡിനെ ഡെസിമലിലും കണ്ടുപിടിക്കാം, മന്തിന്റെ ബേസിസിലും കണ്ടുപിടിക്കാം.
മാസത്തിന്റെ കണക്കാണെങ്കിൽ അതിനെ മാസത്തിലോട്ട് കൺവേർട്ട് ചെയ്തെടുക്കണം. ബട്ട് ഇവിടെ ഡെസിമലിന്റെ കണക്ക് 3.2, 3.5 അങ്ങനെയാണ് പറഞ്ഞത്. അതുകൊണ്ട് മന്തിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യം വരും. പേ ബാക്ക് പീരീഡ് വെക്കാനാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ക്യൂമുലേറ്റീവ് അങ്ങ് എടുത്താൽ മതി. അപ്പൊ 2 വർഷത്തിൽ നമുക്ക് 50,000 കളക്ട് ചെയ്യാൻ പറ്റി. 3-ാം വർഷത്തേക്ക് എനിക്ക് 70,000 കളക്ട് ചെയ്യാൻ പറ്റി. അപ്പൊ ദാറ്റ് മീൻസ് ഫസ്റ്റ് ഇയർ മൊത്തം, സെക്കൻഡ് ഇയർ ഫുൾ, തേർഡ് ഇയർ ഫുൾ. ഓക്കെ അല്ലേ? ആൻഡ് ഇവിടെ എനിക്ക് എന്തോരം വേണം, എനിക്ക് ബാക്കി 10,000 കൂടെ മതി. ആൻഡ് ഇവിടെ 20 ഉണ്ടാകും. സോ ടെക്നിക്കലി 0.5 മതി. അപ്പൊ ആൻസർ വുഡ് ബി ഇതിന്റെ മൂന്നിന്റെയും ടോട്ടൽ ആയ 3.5. 3.5 മന്തിലായിരുന്നു അവരത് ചോദിച്ചിരുന്നെങ്കിൽ നമ്മൾ അതിനെ 3 ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ട് 12നെ 0.5 വെച്ച് ചെയ്ത് 6 മന്ത് എന്ന് പറഞ്ഞു. ബട്ട് നമ്മളോട് മന്തിലല്ല ചോദിച്ചേക്കുന്നത്, അവര് 3.5 എന്ന് പറയുന്ന ഇയർ. ക്ലിയർ അല്ലേ? പേ ബാക്ക് ആണ് ഈസി ചോദ്യം, വലിയ ബുദ്ധിമുട്ടില്ല. അടുത്തത് നമ്മളോട് ചോദിച്ചേക്കുന്നത് എക്സ്പെക്റ്റഡ് NPV കണ്ടുപിടിക്കാം. എക്സ്പെക്റ്റഡ് NPV നമ്മളുടെ മീൻ ആണ്. മീനിന്റെ മെത്തഡോളജി ഓർക്കുന്നുണ്ട്, നമുക്കൊന്ന് ചെയ്യാം. ദ ഫേം എക്സ്പെക്ട്സ് an NPV of 8,000, 30% probability. NPV of 4,000, 40% probability. NPV of 2,000, 30% probability. എക്സ്പെക്റ്റഡ് NPV കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഈസി ചോദ്യമാണ്. സോ നമ്മളിവിടെ NPV എന്ന് പറയുന്ന ഒരു ചാർട്ട് ഉണ്ടാക്കുന്നു, പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഒരു ചാർട്ട് ഉണ്ടാക്കുന്നു. നമ്മുടെ കയ്യിൽ 4,000, 8,000, 4,000, 8,000, 4,000, 2,000. പ്രോബബിലിറ്റി 0.3 30% ആകുന്നു. ഇത് 0.4 40%, 0. ഒന്നും ചെയ്യാനില്ല. NPV അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു വിത്ത് ദി പ്രോബബിലിറ്റി, എന്നിട്ട് ടോട്ടൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ എക്സ്പെക്റ്റഡ് NPV കിട്ടുന്നതായിരിക്കും. $4,600 ആണ് ആൻസർ. ചെക്ക് ചെയ്യാം, ഓപ്ഷൻ ഡിക്കകത്താണ്. ഇത് രണ്ടും ക്ലിയർ ആണോ എല്ലാവർക്കും? ഡൗട്ട് ചോദിക്കാം, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം കേട്ടോ. ക്ലാസ്സിൽ പറഞ്ഞതാണ്, നിങ്ങൾ മറന്നുപോയി എന്തെങ്കിലും ഉണ്ടെങ്കിലും ഡോണ്ട് വറി, ഞാൻ വഴക്കൊന്നും പറയത്തില്ല. നിങ്ങൾക്ക് എത്ര പൊട്ട ഡൗട്ട് ആണെങ്കിലും, അത് എത്ര ഈസി സംഭവം ആണെങ്കിൽ പോലും ചോദിക്കാം, ഞാൻ ഒന്നും പറയത്തില്ല കേട്ടോ. ഡൗട്ട് ചോദിക്കും എന്തെങ്കിലും ഉണ്ട്. ഓക്കെ അല്ലേ? മുമ്പോട്ട് പോവാണ്. ഓക്കെ, IRRന്റെ ചോദ്യം. ഇത് നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു, ഒന്ന് പറയാമോ? റിപ്പീറ്റ് ടു ദിസ്. അവിടെ IRRന്റെ റേഞ്ച് ആയിരുന്നു നമുക്ക്. IRR എപ്പോൾ വന്നാലും ഡയറക്റ്റ് പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻ ഓപ്ഷനകത്ത് കാണത്തില്ല. ബിക്കോസ് IRRന്റെ ഇഷ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. എല്ലാവർക്കും IRR കണ്ടുപിടിച്ചാൽ ആൻസറിനകത്ത് വേരിയേഷൻ വന്നേക്കാം. അതുകൊണ്ട് ഒരിക്കലും ഒരു ഡയറക്റ്റ് ആൻസർ IRRനകത്ത് ഓപ്ഷനകത്ത് വരത്തില്ല. IRRന്റെ കേസിൽ നിങ്ങൾക്കൊരു റേഞ്ച് ആയിരിക്കും, ഇസ് ബിറ്റ്വീൻ ദിസ് ആൻഡ് ദിസ്, ഇസ് ബിറ്റ്വീൻ ദിസ് ആൻഡ് ദിസ്, അങ്ങനെ വരും. ഓക്കെ അല്ലേ? സോ ഇത് നമ്മൾ ചെയ്തല്ലായിരുന്നോ? ഒന്ന് കൺഫേം ചെയ്യണേ. വേറെ അടുത്ത് നോക്കി എടുക്കുന്നോണ്ട് എനിക്ക് ഡൗട്ട് ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് അത് ചെയ്യിച്ചായിരുന്നോ ഇല്ലയോ എന്നുള്ളത്. പറഞ്ഞുതരാം. അപ്പൊ നമ്മളുടെ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അടുത്ത് ഒരു പ്രോജക്റ്റ് ഉണ്ട് 4 വർഷം. ഈ പ്രോജക്റ്റ് എനിക്ക് കൊണ്ടുതരുന്ന ക്യാഷ് ഫ്ലോ ആണ് ഈ 4. അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ് 1,04,000. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. എന്നിട്ട് ഇത് നമ്മളുടെ ആ ടൈം വാല്യൂയുടെ ടേബിൾ ഇല്ല, ആ ടേബിളിന്റെ പെർസെന്റേജ് വാല്യൂസ് ആണ്. ഇത് ആൻസർ ഒന്നും അല്ല, ഇത് ടൈം വാല്യൂ ടേബിൾ ആണ്. ഓപ്ഷൻസ് ഇതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യേണ്ടത് എന്താ? IRR ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ അവിടെ ഒരു ചെറിയ ഇഷ്യൂ എന്താന്ന് വെച്ചാൽ, നിങ്ങളൊന്ന് ഓർക്കുന്നുണ്ടോ? IRRന്റെ കേസിൽ നമുക്കൊരു പെർസെന്റേജ് ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യനകത്ത് തന്നേക്കുന്ന പെർസെന്റേജ് വെച്ചിട്ട് ഒരു NPV കണ്ടുപിടിക്കും. റൈറ്റ്? ഒന്ന് റീകോൾ ചെയ്യണം എല്ലാവരും. നമുക്ക് ചോദ്യത്തിൽ ഒരു പെർസെന്റേജ് തരും, ആ പെർസെന്റേജ് വെച്ചിട്ട് നമ്മൾ NPV കണ്ടുപിടിക്കും. ആ NPVക്ക് നമ്മൾ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകേണ്ടി വരും. അപ്പൊ നമുക്കൊരു പോസിറ്റീവ് NPV വേണം, ഒരു നെഗറ്റീവ് NPV വേണം. ആൻഡ് ഇത് രണ്ടും തമ്മിൽ ഉള്ള ഒരു നടുക്കെത്തുന്ന ഒരു വാല്യൂനെയാണ് നമ്മൾ IRR എന്ന് പറയുന്നത്. ബിക്കോസ് ആ റേഞ്ചിലാണ് നമ്മുടെ NPV 0 ആയി വരുന്നത്. ഓക്കെ, അതാണല്ലോ IRR.
ബട്ട് ഇവിടെ ഒരു ഇഷ്യൂ എന്താ, ഇവിടെ എനിക്ക് ആ പെർസെൻറ്റേജ് തന്നിട്ടില്ല. പെർസെൻറ്റേജ് തരാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു സ്റ്റെപ്പ് കൂടും. പെർസെൻറ്റേജ് തരാത്തതുകൊണ്ട് നമുക്കിവിടെ പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കണം. എന്നിട്ട് ആ പേ ബാക്ക് പീരീഡിന്റെ ബേസിസിലായിരുന്നു നമ്മൾ പെർസെൻറ്റേജ് കണ്ടുപിടിക്കും. ഓക്കെ അല്ലേ? സോ പേ ബാക്ക് പീരീഡ് നമ്മളൊന്ന് സോർട്ട് ഔട്ട്. സോ നമുക്ക് 4 വർഷത്തിന്റെ ക്യാഷിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 3444, 39,877, 25,000 and 52,800. ഓക്കെ, ഇതാണ് എന്റെ ഇൻഫ്ലോസ്. നമുക്ക് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഈ പറയുന്ന സംഭവത്തിനെ നമുക്ക് ആദ്യം അപ്ഡേറ്റ് ചെയ്തെടുക്കാം. 38,030 ഇതാണ് നമ്മളുടെ ആവറേജ് പിൻ. എന്നിട്ട് നമ്മൾ ഈ ആവറേജിന്റെ ബേസിസിൽ പേ ബാക്ക് കണ്ടുപിടിക്കുന്നു. പേ ബാക്ക് നമ്മൾ ഇതിന്റെ 1,04,000 ആണ് നമ്മളുടെ കോസ്റ്റ്. ഡിവൈഡ് ചെയ്യുന്നു ദിസ് വിത്ത് 38,030.3. പേ ബാക്ക് എടുക്കുമ്പോൾ 2.73 ആണ് വരുന്നത്. നമുക്ക് ആ 2.734 ഏത് പോയിന്റിലാണ് വരുന്നത് എന്നൊന്ന് സെർച്ച് ചെയ്യാം. 2.73 വരുമ്പോൾ 2.74 വരെ 17% വരും. അപ്പൊ 2.73 17-ന്റെയും 18-ന്റെയും നടുക്കായിരിക്കും. ഓക്കെ അല്ലെ? ഇതൊരു രീതിയാണ്. അപ്പൊ ഇനി നമുക്ക് നോക്കാം ഓപ്ഷൻസ്. IRR ലെസ് ദാൻ 9%, IRR ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9% but less than 30. No. IRR is greater than 16 but less than 18. ഇത് ഇവിടം വരെ കറക്റ്റ് ആണ്. ഡിയും കൂടെ നോക്കാം. IRR is greater than or equal to 17. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള ഒരു കോൺസെപ്റ്റ് വരുന്നില്ല. ഓക്കെ അല്ലേ? സോ നമുക്ക് ഓപ്ഷൻ സിയിലോട്ട് വരാം. ദാറ്റ് 18-ന്റെ താഴെയായിരിക്കും 16-ന്റെ മുകളിൽ. ഈ കേസിൽ ഓപ്ഷൻ സി ആണ് ആൻസർ. എന്നാൽ നമുക്ക് ഒന്ന് മാറ്റി പിടിക്കാം. ഈ സെയിം നമ്മൾ ഇപ്പം പേ ബാക്ക് കണ്ടുപിടിച്ചത് ആവറേജിന്റെ ബേസിസ് അല്ലേ? ഞാൻ ആവറേജ് എടുക്കുന്നു, ഞാൻ ക്യൂമുലേറ്റീവ് വെച്ച്. ഓക്കെ, സോ ക്യൂമുലേറ്റീവ് വെച്ച് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ എനിക്ക് ഇത് കിട്ടി. സെക്കൻഡ് ഇയറിൽ വരുമ്പം ഇത്രയും കിട്ടി. എനിക്ക് 1,04,000 ആണ് കവർ അപ്പ് ചെയ്യേണ്ടത്. തേർഡ് ഇയറിൽ വരുമ്പം ഇത്രയും കിട്ടി. ഓക്കെ അല്ലേ? എനിക്ക് ഇനിയും വേണ്ടത് എത്ര? 1,04,000 മൈനസ് ദിസ്. എനിക്കൊരു 4,670 മതി. അപ്പോൾ ടെക്നിക്കലി 1, 2, 3 ഈ 3 വർഷം കംപ്ലീറ്റ് വർക്ക് ചെയ്യണം. ആൻഡ് ഈ വർഷം 0.008 ആണ് വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ ദാറ്റ് മീൻസ് 3.088 ആണ് നമുക്ക് ക്യൂമുലേറ്റീവ് മെത്തേഡ് വെച്ച് നോക്കുകയാണെങ്കിൽ. ക്യൂമുലേറ്റീവ് മെത്തേഡ് വെച്ച് ഞാൻ നോക്കിയാൽ 3.088 ആണ് വരുന്നത്. 3.2 ഇവിടെ ആണ്. 3.088 ഇതിന്റെ താഴെയായിരിക്കും വരുന്നത്, ഇത് രണ്ടിന്റെ നടുക്ക്. അപ്പൊ 9 to 13-ന്റെ ഗ്യാപ്പിലായിരിക്കും ആൻസർ വരുന്നത്. അപ്പൊ നമുക്ക് ഈ സംഭവം വന്നപ്പോ, അന്നത്തെ ടൈമിൽ വന്നപ്പോ പോലും പിള്ളേർക്കുള്ള ഒരു ഡൗട്ട് ഇതായിരുന്നു, ദാറ്റ് എന്ത് ചെയ്യണം എന്നാണ്. നമ്മൾ ആവറേജ് വെച്ച് ചെയ്യണം. ആവറേജ് വെച്ച് ചെയ്യുവാണെങ്കിൽ ഓപ്ഷൻ സി ആണ് ആൻസർ. ക്യൂമുലേറ്റീവ് വെച്ച് പേ ബാക്ക് കണ്ടുപിടിക്കുവാണെങ്കിൽ നമ്മളുടെ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ അല്ലേ? അന്ന് ഇത് രണ്ട് ഓപ്ഷനിൽ നിന്നും ആരെങ്കിലും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അവർക്ക് മാർക്ക് കൊടുത്തു എന്നായിരുന്നു അറിഞ്ഞിരുന്നത്. സോ അതാണ് സംഭവം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഒരു ഭിന്നത കഴിഞ്ഞ് ഇതുപോലത്തെ ചോദ്യം വന്നിട്ടില്ല. അതാണ് ഇഷ്യൂ. അന്നൊരു ചോദ്യം വന്നതാണ്, ഇനീഷ്യൽ ടൈമിൽ വന്ന ചോദ്യമായിരുന്നു. ചോദ്യത്തിനകത്തും ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, അവര് എടുത്തു പറഞ്ഞില്ല എങ്ങനെയാണെന്നുള്ളത്. അതൊക്കെ ഒന്നും പറയാത്തതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ ബി അല്ലെ ഓപ്ഷൻ സി രണ്ട് രീതിയിലും പോകാം. ക്ലിയർ ആണോ എല്ലാവർക്കും? എനി ഡൗട്ട്സ്? അപ്പൊ മനസ്സിലാക്കുക, ഒരിക്കലും IRRന്റെ ഡയറക്റ്റ് ആൻസർ ആപ്റ്റ് ആൻസർ കണ്ടുപിടിക്കാൻ വരത്തില്ല കേട്ടോ. നിങ്ങൾക്ക് ഒരു റേഞ്ച് ആയിരിക്കും തരുന്നത്, ആ റേഞ്ചിലായിരിക്കും ആൻസർ വേരി ചെയ്യും. മുമ്പോട്ട് പോയേക്കാം നമുക്ക്. RADR, റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ്. RADR എന്തായിരുന്നു ഇത്? ഇതിന്റെ അകത്ത് നമ്മളുടെ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേണിന് റിസ്ക് കൂടുന്നതനുസരിച്ച് കൂട്ടുന്നു,
നമ്മളുടെ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ റിസ്ക് കുറയുന്നതനുസരിച്ച് കുറയ്ക്കുന്നു. ഓക്കെ അല്ലേ? അതായിരുന്നു ഈ പറയുന്ന RADR എന്ന് പറയുന്ന കോൺസെപ്റ്റ്. സോ ഫൈൻഡ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇതിന് ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചത്. അണ്ടർ ദി RADR അപ്രോച്ച് we should accept a project if NPV calculated using RADR is positive. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണല്ലോ ഇത്? യെസ്, ശരിയാണ്. എന്നാലും ബാക്കിയുള്ളതും കൂടെ ഒന്ന് വായിച്ചേക്കാം. Adjusting the firm's overall cost of capital upward is required if the project or group are of higher than average risk. അപ്പോൾ നമ്മളുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ നമ്മൾ അപ്വേർഡ് അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു കോൺസെപ്റ്റ്. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം ആണോ ഇല്ലയോ എന്നുള്ളത്. ബിക്കോസ് തുടക്കത്തിൽ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, RADRന്റെ കേസിൽ നമ്മളുടെ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ അതിനെ നമ്മൾ കൂട്ടുവാണ്. റിസ്ക് വരുമ്പോൾ നമ്മൾ അതിനെ കൂട്ടും. ആ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ടെക്നിക്കലി നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ തന്നെയാണ്. സോ ഇതും ഒരു ആപ്റ്റ് ആൻസർ ആയിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് കൂടെ പറഞ്ഞു. അടുത്തത്, under the RADR we should still compare the project's IRR to the firm's overall weighted average cost of capital. No, അതിന്റെ ആവശ്യമില്ല. RADR നമ്മൾ വെച്ച് ചെയ്യുവാണെങ്കിൽ അതിനകത്ത് IRRന് വേറെ റോൾ ഒന്നുമില്ല, നമ്മളത് നോക്കേണ്ട ആവശ്യം. Adjusting the firm's overall cost of capital downward is required if the project or a group are of lower than the average risk. Okay. അപ്പൊ ഞാൻ ഈ കാര്യം പറഞ്ഞു, നമ്മളുടെ റിസ്ക് കൂടുതലാണെങ്കിൽ നമ്മളുടെ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേണിനെ നമ്മൾ കൂട്ടിയിട്ടായിരിക്കും NPV കണ്ടുപിടിക്കുന്നത്. റിസ്ക് കുറവാണെങ്കിൽ നമ്മളുടെ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേണിനെ കുറച്ചിട്ടായിരിക്കും നമ്മൾ NPV കണ്ടുപിടിക്കുന്നത്. അപ്പോൾ C ഏതായാലും അല്ല, ബട്ട് ഓപ്ഷൻ A കറക്റ്റ് ആണ്, ഓപ്ഷൻ B കറക്റ്റ് ആണ്, ഓപ്ഷൻ D കറക്റ്റ്. നമുക്ക് കറക്റ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. കറക്റ്റ് അല്ലായിരുന്നു എന്നുള്ള ചോദ്യമായിരുന്നെങ്കിൽ നമ്മൾ C ടിക്ക് ചെയ്തിട്ട് വന്നാൽ സോർട്ടഡ് ആയിരുന്നു. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ B-യും D-യും ഇച്ചിരി കൺഫ്യൂസിങ്. ശ്രദ്ധിച്ച് കേട്ടോണം, കുറച്ച് ടെക്നിക്കലി ചിന്തിക്കേണ്ട ഒരു സംഭവമാണ്. നമ്മളുടെ റിസ്ക് കൂടുമ്പം നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. എന്താണ് ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എനിക്ക് കാശ് തന്ന ആൾക്കാർക്ക് ഒരു വർഷം ഞാൻ അങ്ങോട്ട് കൊടുക്കേണ്ട കാശാണ്. ഓക്കെ അല്ലേ? സോ 15% എന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം എനിക്ക് കാശ് തന്നവർക്ക് ഞാൻ ഒരു വർഷം 15% അങ്ങോട്ട് കൊടുക്കും. ഓക്കെ, ശരി. ഈ റിസ്ക് കൂടുന്നുണ്ട് അല്ലെങ്കിൽ റിസ്ക് കുറയുന്നുണ്ട്, ഞാൻ എന്റെ RRR ആണ് ചേഞ്ച് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് എന്റെ NPV കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ആ പെർസെൻറ്റേജ് ഇല്ല, അതിനെ ഒന്ന് മുകളിലോട്ട് അല്ലെങ്കിൽ താഴോട്ട് കൊണ്ടുപോയിട്ടാണ് NPV കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ അത് ജസ്റ്റ് കാൽക്കുലേഷൻ പർപ്പസിന് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതല്ലാതെ ഞാൻ എന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ കൂട്ടുന്നില്ല. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 15 തന്നെ. എനിക്ക് കാശ് തന്നവർക്ക് 15% കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ 15 കൊടുക്കത്തുള്ളൂ. ആ പ്രോജക്റ്റ് റിസ്കി ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ അതിനെ ഒരു 17 വെച്ച് കാൽക്കുലേറ്റ് ചെയ്യും, ജസ്റ്റ് ഫോർ ദ പർപ്പസ് ഓഫ് കാൽക്കുലേഷൻ. അല്ലാതെ കൊടുക്കുന്നത് 15 തന്നെയാണ്. ഓക്കെ അല്ലേ? സോ എന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ അകത്ത് ഞാൻ ഒരു മാറ്റവും വരുത്തുന്നില്ല. ഞാൻ എന്റെ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേണിനെ താൽക്കാലികത്തേക്ക് മാത്രം, കാൽക്കുലേഷന് വേണ്ടി മാത്രം ഒന്ന് അപ്വേർഡ് അല്ലെ ഡൗൺവേർഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഈ പറയുന്ന RADR. അല്ലാതെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മാറുന്നില്ല. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 15 ആണെങ്കിൽ അത് 15 തന്നെയാണ്. ഞാൻ കൊടുക്കേണ്ട 15 അത് മാറുന്നില്ല. കാൽക്കുലേഷൻ പർപ്പസിന് വേണ്ടി മാത്രം. ഓക്കെ അല്ലെ? ആ ഒരു ലോജിക് വെച്ച് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ A ആണ് കറക്റ്റ്. ഈ പോയിന്റിനകത്ത് ഫിറ്റ് ആയിട്ട് വരും. മനസ്സിലായോ? ഓക്കെ. തിയറി ക്വസ്റ്റ്യൻസ് വരും. ചില തിയറി പെട്ടെന്ന് ചെയ്യാൻ പറ്റും, ചില ഇതുപോലത്തെ തിയറി അതിന്റെ പുറകെ ഒന്ന് ഇരിക്കാം. അപ്പൊ ഇതുപോലത്തെ തിയറി വരുമ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ ചെയ്യൽ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്നതിന്റെ ഒരു വഴി പറഞ്ഞു. ചോദ്യം നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ അല്ലെ സമയം എടുത്താണോ ചെയ്യുന്നത്. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളെല്ലാം ആദ്യം തന്നെ സർക്കിൾ ചെയ്തിട്ടേ, പിന്നെ ടൈം എടുത്ത് ചെയ്യേണ്ട ചോദ്യം അത് രണ്ടാമത്തെ ഘട്ടത്തിലായിരിക്കും കേട്ടോ. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിനെ ഒന്ന് ടിക്ക് ചെയ്യുക, പിന്നീട് എടുത്താൽ മതി. ചിന്തിക്കണം. ആ ചിന്തിച്ച് ടൈം വേസ്റ്റ് തുടക്കത്തിൽ ചെയ്യല്ല. ടൈം ഒക്കെ നമുക്ക് അവസാനത്തിന്റെ ഘട്ടത്തിൽ ഉപയോഗിച്ചാൽ മതി. ഇനീഷ്യലി തന്നെ നിങ്ങൾ കോൺഫിഡന്റ് ആയ ചോദ്യങ്ങൾ ഏതൊക്കെയാണോ
അത് പെട്ടെന്ന് മാർക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് സർക്കിൾ ചെയ്ത് പോവാം. ഓക്കെ അല്ലേ? അപ്പൊ ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ ലാസ്റ്റ് എടുക്കുക, ബിക്കോസ് ഇത് കുറെ സമയങ്ങൾ ചിന്തിക്കാനുള്ള ഒരു കോൺസെപ്റ്റ്. ഓക്കെ, അടുത്തത് a company is considering a proposal to install either a semi-automatic or a highly automatic machine. If the firm installs a semi-automatic, it excludes the acceptance of a highly automatic. അതെന്ത് തരത്തിലെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എന്ന് വെച്ചാൽ, ഒരു കമ്പനിക്ക് ഒരു മെഷീൻ മതി, അവരുടെ അടുത്ത് 2 ഓപ്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ സെമി ഓട്ടോമാറ്റിക് മേടിക്കാം, അല്ലെ ഫുള്ളി ഓട്ടോമാറ്റിക്. സെമി മേടിച്ചാൽ ഫുള്ളി എടുക്കത്തില്ല, ഫുള്ളി മേടിച്ചാൽ സെമി എടുക്കത്തില്ല, ബിക്കോസ് അവർക്ക് ഏതെങ്കിലും ഒരെണ്ണം. സോ ഒരെണ്ണം സെലക്ട് ചെയ്യുമ്പം മറ്റത് ഓട്ടോമാറ്റിക്കലി റിജക്റ്റ് ആയി പോകുന്ന സിറ്റുവേഷനെ നമ്മൾ എന്താ വിളിക്കുക? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഡിസിഷൻ. ഓപ്ഷൻ എ ആണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഒരെണ്ണം എടുത്താൽ മറ്റത് ഓട്ടോമാറ്റിക്കലി റിജക്റ്റ് ആയി. ഓക്കെ, RADR എന്താണ്? RADRന്റെ ഫോർമുല എന്ന് ഞാൻ പറയാം. റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ് ഇസ് ഈക്വൽ ടു നമ്മളുടെ റിസ്ക് ഫ്രീ റേറ്റ് പ്ലസ് നമ്മുടെ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ മൈനസ് റിസ്ക് ഫ്രീ റേറ്റ് into risk index. Okay, so risk free rate plus required rate of return minus risk free rate into the risk index. ഇവിടെ ഈ ബ്രാക്കറ്റ് ഇല്ല, ഇതിനെ പ്രീമിയം എന്നും റിസ്ക് പ്രീമിയം എന്നും നമുക്ക് പറയാം. ഈ ബ്രാക്കറ്റിന് മാത്രം ഈ ഒരു സംഭവം അത് വെച്ച് നമുക്ക് ഓപ്ഷൻസ്. RADR is risk free rate minus the risk premium, risk free rate plus the risk premium, risk free rate multiplied by the risk premium, risk free rate divided by the risk premium. അപ്പോൾ ഫോർമുല ഒന്ന് നോക്കിക്കേ. റിസ്ക് ഫ്രീ റേറ്റ് പ്ലസ് ആൻഡ് ഈ ബ്രാക്കറ്റിനെ എന്താ വിളിക്കുന്നതെന്നാ പറഞ്ഞ റിസ്ക് പ്രീമിയം എന്നും വിളിക്കും. ഓക്കെ, ആ ഏരിയ മൊത്തം റിസ്ക് പ്രീമിയം ആണ്. സോ പ്ലസ് ആണ് ഓപ്ഷനകത്തുള്ളത്. പ്ലസ് എടുത്താൽ മതി, മൈനസും മൾട്ടിപ്ലൈ എടുക്കണ്ട. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? പോവാണ്. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് 0.90 ആണെങ്കിൽ ആ പ്രോജക്റ്റിന്റെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം ദ പ്രസന്റ് വാല്യൂ ഓഫ് ബെനിഫിറ്റ്സ് ഇസ് 90% greater than the cost. The project NPV is positive. Project returns 90% in present value of each current rupee invested. The payback period is less than 2. Okay. D ഏതായിരുന്നു? ആദ്യത്തത് വായിക്കാം. The present value of benefit, that is present value of inflow, is 90% greater than the project. Greater എന്നല്ല. ഓക്കെ അല്ലേ? ഗ്രേറ്റർ ആയിരുന്നെങ്കിൽ നമുക്കിവിടെ 1 കൂടുതൽ ആൻസർ വരും. ബട്ട് ഇവിടെ 1 കുറവാണ്, 0.9 ആണ്. അതുകൊണ്ട് ഓപ്ഷൻ എ ഉണ്ട്. NPV പോസിറ്റീവ് ആയിരിക്കും എന്നും പറയും. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കാം. NPV പോസിറ്റീവ്, PI ആൻഡ് NPVയുടെ റിലേഷൻഷിപ്പ് ഞാൻ പറഞ്ഞു തന്നിരുന്നു. നമ്മളുടെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് 1 കൂടുതലാണെങ്കിൽ, ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എന്റെ NPV പോസിറ്റീവ് ആയിരിക്കും. എന്റെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ലെസ് ദാൻ 1 ആണെങ്കിൽ എന്റെ NPV നെഗറ്റീവ് ആണ്. ആൻഡ് എന്റെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ എന്റെ NPV 0 ആണ്. അപ്പൊ ഇവിടെ എന്റെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് 0.9 ആണ്, ദാറ്റ് ഈസ് ലെസ് ദാൻ 1 ആണ്. അപ്പൊ NPV എന്താ? നെഗറ്റീവ് അല്ലേ വരത്തുള്ളൂ. പക്ഷെ ഇവിടെ പോസിറ്റീവാ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഈ ഓപ്ഷൻ 3 ഓപ്ഷൻസ് കട്ട് ചെയ്തു ഒബ്വിയസ്ലി. അപ്പൊ പിന്നെ ഒരെണ്ണമേ ബാക്കിയുള്ളൂ, സി സെലക്ട് ചെയ്തു. ഓക്കെ, സോ അതാണ് ഇത്. ഈ ഒരു മെത്തേഡിനെ നമ്മൾ ഡിഡക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇല്ലാത്ത ഓപ്ഷൻസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി വരുന്ന ഏതാണ് ഓപ്ഷൻ അതിനെ സെലക്ട് ചെയ്യും. അങ്ങനത്തെ ഇപ്പം ഡയറക്റ്റ് ആൻസർ നമ്മൾ എടുത്താൽ ഡയറക്റ്റ് സി തന്നെയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടുണ്ടെങ്കിൽ ബാക്കി ഓപ്ഷൻസ് വായിക്കാതെ സി ടിക്ക് ചെയ്യും. അത് നോർമൽ രീതിയിൽ ആൻസർ. അത് സി ആണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ ABD
നല്ലവണ്ണം ഒന്ന് വായിച്ച് അതിനെ മൂന്നിനെയും കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി CA പറഞ്ഞു. അതിനെയാണ് ഡിഡക്ഷൻ മെത്തഡോളജി എന്ന് പറയുന്നത്. സി ആണ് ആൻസർ. ഓക്കെ, NPVയുടെ ഫോർമുല എന്താണെന്നാണ് ചോദിച്ചത്. നമ്മൾ പഠിച്ച ഫോർമുല എന്താ NPVയുടെ? പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ മൈനസ് ദി പ്രസന്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോ. ഓക്കെ, പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇത് ഇച്ചിരി മാത്തമാറ്റിക്കലി ആണ് എടുത്തു പറയുന്നത്. ഇത് നിങ്ങളുടെ ലോജിക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം. ഇവിടെ അവർ പറയുന്നു നെറ്റ് ക്യാഷ് ഫ്ലോ NCF ആയിട്ടാണ് അറിയപ്പെടുന്നത്. K എന്ന് പറഞ്ഞാൽ റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ് ആണ്. I നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ amount ആണ്. T നമ്മുടെ ടൈം ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ NPVനെ നിങ്ങൾ ഏത് ഫോർമുലയിൽ പ്രസന്റ് ചെയ്യും എന്നാണ് ചോദ്യം. ഒന്ന് ട്രൈ ചെയ്തിട്ട് പറയാം. NPVയുടെ ഫോർമുല പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോ ആണ്. അപ്പൊ ഇവിടെ പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ അതിനെയാണ് നെറ്റ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മളുടെ ഔട്ട്ഫ്ലോ. ഒന്ന് ട്രൈ ചെയ്തേ പെട്ടെന്ന്. കിട്ടിയില്ല? ഓക്കെ, ശ്രദ്ധിച്ചു നോക്കണേ. പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോ. ഞാൻ പറഞ്ഞു ഇൻഫ്ലോ ഇവിടെ നെറ്റ് ക്യാഷ് ഫ്ലോ ആണ്. ഔട്ട്ഫ്ലോ എന്താ? നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് അല്ലേ. സോ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിനാണ് I എന്ന് പറയുന്നത്. ഏത് ഓപ്ഷനകത്താണ് നമ്മൾ I സെപ്പറേറ്റ് ആയിട്ട് മൈനസ് ചെയ്യുന്നത്? ഓപ്ഷൻ C അല്ലേ? ആദ്യത്തേനകത്ത് നെറ്റ് ക്യാഷ് ഫ്ലോയ്ക്കകത്ത് താഴെയാണ് നമ്മൾ I മൈനസ് ചെയ്യുന്നത്. താഴെ അല്ലല്ലോ മൈനസ് ചെയ്യുന്നത്, മെയിൻ ആയിട്ടല്ലേ മൈനസ്. ഇവിടെ നമ്മൾ I മൈനസ് ചെയ്യുന്നേ ഇല്ല, ഇത് 0 ആണ്. അതുകൊണ്ട് ഇത് ഏതായാലും ഇവിടെ നോക്കിക്കേ, ഡിക്കകത്ത് ഇവിടെ I എന്ന് പറയുന്ന സംഭവം നമ്മൾ റേസ് ടു ദി പവറിനകത്താണ് മൈനസ് ചെയ്യുന്നത്. ഇതുമല്ല, I എന്റെ നോർമൽ ക്യാഷ് ഫ്ലോയ്ക്കകത്തു നിന്നാണ് മൈനസ് ചെയ്യുന്നത്, സെപ്പറേറ്റ് ആയിട്ട് മൈനസ് ആവുന്നത്. അപ്പൊ ഈ നെറ്റ് ക്യാഷ് ഫ്ലോ ഈ താഴെ 1+K റേസ് ടു ദി പവർ T എന്ന് പറഞ്ഞാൽ തന്നെ പ്രസന്റ് വാല്യൂ ആയില്ല. അപ്പൊ നമ്മളുടെ നെറ്റ് ക്യാഷ് ഫ്ലോ ഡിവൈഡഡ് ബൈ 1+K റേസ് ടു ദി പവർ T, ഇത്രയും പോർഷൻ പ്രസന്റ് വാല്യൂ ആയി മാറിയില്ല. അപ്പൊ പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ മൈനസ് I എന്താ? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്, ഔട്ട്ഫ്ലോ. പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോ. ഓപ്ഷൻ C ആണ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചോദിക്കാം കേട്ടോ. ഓക്കെ, മുമ്പോട്ട് പോകുന്നു. Which of the following statement is correct? If NPV of the project is greater than 0, PI will be negative. If IRR of a project is 0, NPV using the discount rate K greater than 0 will be 0. If PI of the project is less than 1, NPV should be negative. And if IRR of the project is greater than the discount rate K, its PI will be less than 1. NPV will be greater than 0. ഇത് നമ്മൾ ആ പഠിച്ച ചാർട്ട് എല്ലാത്തിന്റെയും കോൺസെപ്റ്റ് കിട്ടണം. NPV, PI ഇതിന്റെ എല്ലാത്തിന്റെ ഒരു കോൺസെപ്റ്റ്. അപ്പൊ ഏതാണ് നിങ്ങൾക്ക് ആൻസർ തോന്നുന്നത്? നമുക്ക് ഏത് മെത്തഡോളജി ഉപയോഗിക്കാം? നമുക്ക് വേണ്ട ഡിഡക്ഷൻ ഉപയോഗിച്ചു. NPV ഓഫ് ദ പ്രോജക്ട് ഇസ് ഗ്രേറ്റർ ദാൻ 0. 0 കൂടുതലാണെങ്കിൽ PI നെഗറ്റീവ് ആയിരിക്കും. ഈ PI ഒരിക്കലും നെഗറ്റീവ് വരണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഈതർ എന്റെ PI ഒന്നിൽ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ എന്റെ PI ഒന്നിൽ കുറവായിരിക്കും. NPV ആണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആയിട്ട്, PI അങ്ങനെ നെഗറ്റീവ് ആയിട്ട് വരാം. ഓക്കെ അല്ലേ? അതുകൊണ്ട് ഓപ്ഷൻ A ആണ് കട്ട് ഔട്ട് ചെയ്ത് കളയും. ഓക്കെ, അടുത്ത IRR ഓഫ് ദ പ്രോജക്ട് 0%. IRR 0% ആണെങ്കിൽ, ഒരു പ്രോജക്റ്റിന്റെ IRR 0 ആണെങ്കിൽ NPV യൂസിങ്
K as a discount rate greater than 0 will be 0 എന്നുള്ള രീതിയിലാണ് ചോദ്യം. IRR ഓഫ് ദ പ്രോജക്റ്റ്, ഒരു പ്രോജക്റ്റിൽ ഒരു റിട്ടേണും ഇല്ലാതെ വന്നാൽ നമ്മൾ ടെക്നിക്കലി അങ്ങനെ ഒരു പ്രോജക്റ്റ് കാണും. ഫസ്റ്റ് കാരണം എന്താണ് ശ്രദ്ധിച്ച് കേട്ടു. എന്റെ ഒരു പ്രോജക്റ്റ് എനിക്ക് 0 റിട്ടേൺ എന്ന് വെച്ചാൽ 0% റിട്ടേൺ തരുന്ന രീതിയിൽ വരത്തില്ല. അല്ലെങ്കിൽ നെഗറ്റീവ് കാണും, അല്ലെ പോസിറ്റീവ്. ഓക്കെ അല്ല, 0%, 0 rupees അല്ല കേട്ടോ, ഇത് പെർസെൻറ്റേജ് ആണ്. സി നോക്കാം, PI is less than 1, അപ്പൊ NPV നെഗറ്റീവ്. ഏറ്റവും സിമ്പിൾ, ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ സി. ഓക്കെ അല്ലെ? സോ നമ്മളുടെ ഏതെങ്കിലും ഒരെണ്ണം കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. കറക്റ്റ് വെച്ച് ഓപ്ഷൻ സി ആണ്. ഒരു പ്രോജക്റ്റിന്റെ PI ഒന്നിൽ കുറവാണെങ്കിൽ NPV ആ പ്രോജക്റ്റിന്റെ നെഗറ്റീവ് ആയിരിക്കും. അതൊക്കെ ഞാൻ പറഞ്ഞത്. അടുത്തത്, ദ കട്ട് ഓഫ് റേറ്റ് ഓഫ് ദ പ്രോജക്ട് ഇസ് ലോവർ ദൻ ദി IRR. എന്ത് ചെയ്യണമെന്ന്. കട്ട് ഓഫ് റേറ്റ് എന്ന് പറഞ്ഞാൽ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ്, RRR. എന്റെ RRR IRR-നെക്കാട്ടും കുറവാണ്. RRR എന്താണ്? RRR ആണ് എനിക്ക് വേണ്ട മിനിമം റിട്ടേൺ. IRR എന്താണ്? IRR ആണ് ഈ പ്രോജക്റ്റ് എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുതരുന്ന റിട്ടേൺ. അപ്പൊ എന്റെ പ്രോജക്റ്റ് എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുതരുന്നത് ഞാൻ എനിക്ക് കാശ് തന്നവർക്ക് കൊടുക്കേണ്ടതാണ് RRR. ആൻഡ് പ്രോജക്റ്റ് ഇങ്ങോട്ട് തരുന്നതാണ് IRR. അപ്പൊ പ്രോജക്റ്റ് എനിക്ക് അതിൽ കൂടുതൽ റിട്ടേൺ തരുന്നുണ്ടെങ്കിൽ നല്ലതല്ലേ? അപ്പൊ പ്രോജക്റ്റ് എന്ത് ചെയ്യണം? ആക്സെപ്റ്റ്. ക്ലിയർ ആണോ? Reinvestment assumption in the case of IRR. IRR-നത്തെ reinvestment assumption അറിയാമോ? Do you remember? എന്തായിരുന്നു റീഇൻവെസ്റ്റ്മെന്റ് അസംഷൻ? ആൻഡ് ആ ഒരു കാരണം കൊണ്ട് IRR-നെ നമുക്ക് മോഡിഫൈ ചെയ്യേണ്ട ആവശ്യം വന്നിട്ട് ഓർക്കുന്നുണ്ടോ? IRR-ന്റെ നെഗറ്റീവ്സ് എന്ന് പറയാം. പ്രോജക്റ്റിൽ നിന്ന് കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റ് അതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള, അതിൽ തന്നെ തിരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പൊ റീഇൻവെസ്റ്റ്മെന്റ് അസംഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുന്ന റിട്ടേൺ, ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഒരു അസംഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ദാറ്റ് ഓരോ വർഷം എനിക്ക് കിട്ടുന്ന റിട്ടേൺ എന്റെ ആ പ്രോജക്റ്റിൽ അതേ IRR-ൽ തന്നെ തിരിച്ച് ഇൻവെസ്റ്റ് ആവുകയാണ് എന്നുള്ള രീതി. ഓക്കെ. സോ ആ റീഇൻവെസ്റ്റ്മെന്റ് അസംഷന്റെ കേസ് എന്താണ്? റീഇൻവെസ്റ്റ്മെന്റ് അസംഷൻ മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ഓപ്ഷൻ ക്യാഷ് ഫ്ലോസ് ക്യാൻ ബി റീഇൻവെസ്റ്റഡ് at the project IRR. Cash flows can be reinvested at weighted average cost, reinvested at marginal cost. അതല്ല, A ആണ്. എനിക്ക് ഓരോ വർഷം കിട്ടുന്ന ക്യാഷ് ഫ്ലോ ആ പ്രോജക്റ്റിന്റെ IRR തന്നെ തിരിച്ച് റീഇൻവെസ്റ്റ് ആവുന്നു. അതിനെയാണ് റീഇൻവെസ്റ്റ്മെന്റ് അസംഷൻ എന്ന് പറയുന്നത്. For a project, cost benefit ratio is equal to 1. കോസ്റ്റ് ബെനിഫിറ്റ് റേഷ്യോ എന്തായിരുന്നു? PI. ഓക്കെ അല്ലേ? സോ ഏതെങ്കിലും ഒരു പ്രോജക്റ്റിന്റെ കോസ്റ്റ് ബെനിഫിറ്റ് റേഷ്യോ PI ഈക്വൽ ടു 1 ആണെങ്കിൽ നമ്മൾ അതൊന്ന് സോർട്ട് ഔട്ട് ചെയ്തെടുക്കും. നമ്മളിവിടെ നോക്കി. അപ്പൊ PI ഈക്വൽ ടു 1 ആണെങ്കിൽ NPV എന്താ? 0. NPV 0 ആണെങ്കിൽ IRR will be equal to RRR. ഇതെല്ലാം ഞാൻ എഴുതിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. IRR will be greater than 1. IRR will be greater than the discount rate. IRR will be less than the discount rate. IRR will be equal to the discount rate. Option D ആണ്. ഓക്കെ അല്ലേ? ഇതാണ് ചാർട്ട്. അപ്പൊ നമ്മുടെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് 1 ആണെങ്കിൽ NPV 0 ആയിരിക്കും. NPV 0 ആണെങ്കിൽ IRR-ഉം RRR-ഉം സെയിം. ക്ലിയർ അല്ലേ? പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഗ്രേറ്റർ ദൻ 1 ആണെങ്കിൽ NPV പോസിറ്റീവ് ആയിരിക്കും. NPV പോസിറ്റീവ് ആണെങ്കിൽ IRR will be greater than the RRR. ആൻഡ് താഴെ IRR will be less than the RRR. മൂന്നിന്റെ കണക്ഷൻ ആണ് ഈ ഒരു കോൺസെപ്റ്റ്. ഇതെല്ലാം എഴുതിച്ചിട്ടുണ്ടായിരുന്നു ക്ലാസ്സില്. ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, ഇൻക്രിമെന്റൽ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻക്രിമെന്റൽ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ആവും. ഈസി ക്വസ്റ്റ്യൻ. ക്യാഷ് ഫ്ലോസ് ദാറ്റ് ആർ ഇൻക്രീസ്. ഓപ്ഷൻ ബി. ഇൻക്രിമെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഇൻക്രീസ് എന്നല്ല. ഓക്കെ. ഒരു പിസ്സ അവന്റെ ക്വസ്റ്റ്യൻ ആണ്. പേ ബാക്ക് പീരീഡിന്റെ ചോദ്യം. ഇത് നമ്മൾ ക്ലാസ്സിൽ ചെയ്തിരുന്നോ? ഐ തിങ്ക് നമ്മൾ ഇത് ചെയ്തിരുന്നു എന്നത്. നമുക്ക് നോക്കാം. ഒരു പിസ്സ അവൻ എക്സ്പെക്ടഡ് പർച്ചേസ് പ്രൈസ് 2,70,000 rupees. ആനുവൽ റവന്യൂ 1,50,000. എക്സ്പെക്ടഡ് ആനുവൽ കോസ്റ്റ് 90,000. ഡെപ്രിസിയേഷൻ ഉണ്ട് 22,500.
ഓക്കെ, നമ്മളോട് പേ ബാക്ക് പീരീഡ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ആൻഡ് അതും ഡെസിമലിലാണ്, മന്ത് വേണ്ട. അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന ഇൻകം റവന്യൂ 1,50,000 ആണ്. നമുക്ക് വരുന്ന കോസ്റ്റ് 90,000. 90,000ന്റെ കോസ്റ്റ് ആണ് നമുക്ക് വരുന്നത്. അപ്പൊ ഈ 90,000ന്റെ കോസ്റ്റിന്റെ അകത്ത് തന്നെ 22,500 രൂപയുടെ 22,500 രൂപയുടെ ഡെപ്രിസിയേഷൻ. ഈ ഡെപ്രിസിയേഷന്റെ പ്രത്യേകത എന്തായിരുന്നു ഫൈനാൻഷ്യൽ മാനേജ്മെന്റിനകത്ത്? ദാറ്റ് അതിനെ ഒരു എക്സ്പെൻസ് ആയിട്ട് കൺസിഡർ ചെയ്യത്തില്ല. തുടക്കത്തിൽ ചെയ്യും ടാക്സിന്റെ അതിനു വേണ്ടി മാത്രം, ആൻഡ് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യും. ബിക്കോസ് ഡെപ്രിസിയേഷൻ ഒരു നോൺ ക്യാഷ് ഐറ്റം ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ തിരിച്ച് ആഡ് ബാക്ക് ചെയ്താൽ മാത്രമേ ക്യാഷ് കിട്ടൂ. ഓക്കെ, സോ നമ്മുടെ റവന്യൂ ഇസ് 1,50,000 ആൻഡ് കോസ്റ്റ് 90. നമ്മൾ ഈ കോസ്റ്റ് എന്ന് പറയുന്ന സംഭവത്തിൽ നിന്ന് ആ ഡെപ്രിസിയേഷൻ കാണിക്കാതിരുന്നാൽ മതി, എടുക്കാതിരുന്നാൽ മതി, ബിക്കോസ് നോൺ ക്യാഷ് ഐറ്റം. ആൻഡ് മൈനസ് ചെയ്യുന്നു 1,50,000 വെച്ച്. ഇതാണ് എന്റെ ആക്ച്വൽ കോസ്റ്റ്, ആൻഡ് ദാറ്റ് ഇസ് 82,500. ഇതാണ് എന്റെ ആക്ച്വൽ ഇൻകം അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ. 82,500 ആണ് നമ്മളുടെ ക്യാഷ് ഫ്ലോ. നമ്മൾ എത്ര രൂപയാണ് ചെലവാക്കിയത്? 2,70,000 ആണ് ചെലവാക്കിയത്. അപ്പോ പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കാം. ഇവിടെ ആവറേജ് വെച്ച് തന്നെ കണ്ടുപിടിക്കാം. 2,70,000 ഡിവൈഡഡ് ബൈ 82,500. ജസ്റ്റ് ഡയറക്ട്ലി ഡിവൈഡ് ചെയ്തു. എല്ലാ വർഷവും സെയിം ആയതുകൊണ്ട് ആവറേജ് മതി. 3.27 ആണ്. അപ്പോ ഓപ്ഷനകത്ത് നോക്കാം. 3.3 ഏറ്റവും അടുത്തുള്ളത് 3.3 ആണ്. ഓപ്ഷൻ സി. ക്ലിയർ ആണോ എല്ലാവർക്കും? നമ്മൾ ഈ എക്സ്പെൻസിൽ നിന്ന് ഡെപ്രീസിയേഷൻ എടുത്ത് കളയും. അല്ലെങ്കിൽ നമുക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യാം. 1,50,000 90 മൈനസ് ചെയ്തിട്ട് 22,500 ആഡ് ബാക്കും ചെയ്യും. നമ്മുടെ നോർമൽ മെത്തഡോളജി ഡെപ്രിസിയേഷൻ ആഡ് ബാക്ക് ചെയ്യും. ആ മെത്തഡ് നമുക്ക് ഉപയോഗിക്കാം. എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇവിടം വരെ പോട്ട് പോവാം. Shaktiman, considering a project that requires 4 crore initial investment, 4 കോടിയുടെ initial investment വേണം. It is expected to generate annual after-tax cash flow of 60 lakhs for 12 years. Shaktiman's weighted average cost is 14%. പ്രോജക്റ്റിന്റെ NPV and IRR എന്തോരുമായിരിക്കും എന്നൊന്ന് കണ്ടുപിടിച്ചു കൊടുക്കും. ഓക്കെ അല്ലേ? സോ 12 വർഷത്തേക്ക് 60 ലക്ഷം രൂപ ഓരോ വർഷം ആനുവൽ ജനറേറ്റ് ചെയ്യുവാൻ ഞാൻ 12 വർഷത്തേക്ക് 60 ലക്ഷം. ഓക്കെ, 4 കോടിയാണ് എന്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. സോ NPV വേണമെങ്കിൽ പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോ ചെയ്യും. പ്രസന്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോ 4 കോടി എൻ്റെ അടുത്ത് കിടക്കും. പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോയും കൂടെ. ഓക്കെ അല്ലെ? അത് 60 ലക്ഷം 12 വർഷം. ഒന്ന് എല്ലാവരും പെട്ടെന്ന് എനിക്ക് ഈ 60 ലക്ഷം എല്ലാ വർഷവും 12 വർഷത്തേക്കുള്ള എന്റെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിച്ച് തരാമോ? ഫസ്റ്റ് എന്നോട് പറയാമോ, നമ്മൾ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ഏത് ഫോർമുല ആയിരിക്കും ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്? പ്രസന്റ് വാല്യൂക്ക് 2 മെത്തഡോളജി ഉണ്ടല്ലോ, നോർമലും ആൻവിറ്റി. യെസ്, നമ്മൾ ആൻവിറ്റി ആണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ പെട്ടെന്ന് നിങ്ങൾ എല്ലാവരും കോപ്പിയും പേനായും കൊണ്ടിരിക്കുവാണ്, നോട്ട്ബുക്കും പേനായും കൊണ്ടിരിക്കുവാണെന്നുള്ളതിന്റെ അതിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ എല്ലാവരും പെട്ടെന്ന് 60 ലക്ഷം 12 വർഷം 14% ആൻവിറ്റി പ്രസന്റ് വാല്യൂ ഒന്ന് കണ്ടുപിടിക്കാമോ എല്ലാവരും? ഞാൻ തന്നെ എല്ലാം ചെയ്താൽ പോരല്ലോ. എന്നിട്ട് എനിക്കൊരു ആൻസർ പറഞ്ഞു. ഫോർമുലയ്ക്ക് ആർക്കെങ്കിലും ഇഷ്യൂസ് ഒന്നുമില്ലല്ലോ? നമ്മുടെ ഫോർമുല ഒന്ന് പറയാണ്. amount into 1 plus r raised to the power t
minus 1 divided by 1 plus r raised to the power t into r. കിട്ടിയോ? സോ ഇവിടെ വാല്യൂസ് നമ്മൾ എടുക്കുമ്പോൾ 60 into 1.14 14% ആണ് raised to the power 12 minus 1 divided by 1.14 raised to the power 12 into 0.14. ഇതാണ് ആൻസർ കിട്ടുന്നത്. കൺഫേം ചെയ്യണം. Yes or no? ആരും 4 കോടി നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. 3 കോടി സംതിങ് ആണ് നമുക്ക് ടെക്നിക്കലി ഇൻഫ്ലോ ആയിട്ട് വരുന്നത്. സോ പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോ ചെയ്യുമ്പോൾ എനിക്ക് NPV കിട്ടും. സോ ദിസ് മൈനസ് ദിസ് NPV ഓൾമോസ്റ്റ് 60 lakh rupees നെഗറ്റീവിലാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ? സോ നമുക്ക് നേരെ പോവാം. നെഗറ്റീവ് ഓക്കെ, ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ഇട്ടിട്ടില്ല. ഇനിയാണ് ഈ ക്വസ്റ്റ്യനകത്തെ പ്രശ്നം വരാൻ. NPV നമുക്ക് കിട്ടി ഓൾമോസ്റ്റ് 60 lakh 60 lakh rupees and 38 അപ്പൊ ഇതിനെ റൗണ്ട് ഓഫ് ചെയ്തെടുത്താൽ നെഗറ്റീവില് 60 lakhs -60 lakhs 40,000 റൗണ്ട് ചെയ്തെടുത്താൽ ഈ 38,000 റൗണ്ട് ചെയ്ത് 40,000 കൊണ്ടുപോകും. ഓക്കെ, സോ 60 lakh 40,000. അപ്പൊ 60 lakh 40,000 രണ്ട് ഓപ്ഷൻസ്, എ ഉണ്ട് ആൻഡ് ബി ഉണ്ട്. NPV ലോജിക് വെച്ച് നോക്കുക. അടുത്തത് IRR ലോജിക്. IRR പറഞ്ഞാൽ ആദ്യത്തേനകത്ത് 10% ആണ്, രണ്ടാമത്തേനകത്ത് 14%. അപ്പൊ ഏതായിരിക്കും ആൻസർ? ഇത്ര ഒന്ന് പറയാം. എ ആയിരിക്കോ ബി ആയിരിക്കും? ശ്രദ്ധിക്കണം, എന്റെ NPV നെഗറ്റീവ് ആണ് വന്നത്. എന്റെ NPV നെഗറ്റീവ് ആണെങ്കിൽ എന്താവും? മുകളിലോട്ട് പോവാം. NPV നെഗറ്റീവ് ആണെങ്കിൽ നോക്കിക്കേ, NPV നെഗറ്റീവ് ആണെങ്കിൽ IRR RRRനെക്കാട്ടിലും കുറവായിരിക്കും. ആണോ? NPV നെഗറ്റീവ് ആണെങ്കിൽ IRR RRRനെക്കാട്ടിലും കുറവായിരിക്കും. എന്റെ NPV വന്നത് നെഗറ്റീവ് ആണ്, ശ്രദ്ധിക്കുക. അപ്പൊ RRR എത്ര? 14%. അപ്പൊ NPV നെഗറ്റീവ് ആണെങ്കിൽ എന്റെ IRR RRRനെക്കാട്ടിലും കുറവായിരിക്കും. അപ്പൊ IRR 10 ഉണ്ട്, IRR 14 ഉണ്ട്. കുറവ് ഏതാ? 10 അല്ലേ? ഓപ്ഷൻ എ. മനസ്സിലായോ എല്ലാവർക്കും? യെസ്, നോ? മനസ്സിലായി. നിങ്ങളൊരു 8-9 പേരുണ്ടല്ലോ, ഒന്നും പഠിക്കാതാണോ വന്നിരിക്കുന്നത്? ആരും ഒന്നും മിണ്ടുന്നില്ല, സോൾവ് ചെയ്തോ ഇല്ലയോ എന്നും പറയുന്നില്ല. 2 ആഴ്ച കഴിഞ്ഞ് പരീക്ഷ തുടങ്ങുവാണ്. ഈ ഒരു ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ ഭയങ്കര മോശമാണ് കേട്ടോ. അറ്റ്ലീസ്റ്റ് എന്റെ കൂടെ നിങ്ങളൊന്ന് സംസാരിക്കും. നിങ്ങളൊന്ന് സോൾവ് ചെയ്തു എന്നെങ്കിലും പറ. സോൾവും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഹാപ്പിയാണ്, നിങ്ങൾ എന്തുവേണം ചെയ്യാൻ. ബട്ട് സ്റ്റിൽ 2 ആഴ്ച കൊണ്ട് പരീക്ഷയാണ്. നിങ്ങൾ ആ ഒരു സീരിയസ്നെസ് ഇപ്പോഴും വന്നിട്ടില്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓപ്ഷൻ എ ആണ് ആൻസർ. ലോജിക്കലി പറഞ്ഞു തന്നു കഴിഞ്ഞു അവിടുത്തെ കാര്യം. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡസ് നോട്ട് റിക്വയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദി കമ്പ്യൂട്ടേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഫോർ മേക്കിംഗ് ദ പർപ്പസ്. അപ്പൊ ഏത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നീക്കിനാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കമ്പ്യൂട്ടേഷന്റെ ആവശ്യമില്ലാത്ത? ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് നമ്മളുടെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിനകത്ത് വന്ന് RRR ആവുന്നത്. ഓക്കെ അല്ല?
സോ ഏതാണ് NPV-ക്കകത്ത് എടുക്കുന്നുണ്ടോ നമ്മൾ RRR? യെസ്. IRR-നകത്ത് എടുക്കുന്നുണ്ടല്ലോ? യെസ്. മോഡിഫൈഡിനകത്തുണ്ടോ? യെസ്. പേ ബാക്കിനകത്തുണ്ടോ? ഇല്ല. സോ ആൻസർ ഇസ് ബി. കറക്റ്റ്. ഓക്കെ, ബേസിക് ആയിരുന്നു. ഏതാണ് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ക്യാപിറ്റൽ ബജറ്റിംഗ് ടെക്നീക്സ് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് പേ ബാക്ക് നമ്മുടെ ടെക്നീക്ക് ആണോ? യെസ്. ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ നമ്മുടെ ടെക്നീക്ക് ആണോ? യെസ്. നെറ്റ് പ്രസന്റ് വാല്യൂ, IRR, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്, ഇതൊക്കെ നമ്മളുടെ ടെക്നീക്കാണ്. ക്യാപിറ്റൽ ബജറ്റിംഗ്. ഓക്കെ, ഏത് ടെക്നീക്കാണ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നീക്ക് ഉപയോഗിക്കുന്നത്? ദാറ്റ് മീൻസ് ടൈം വാല്യൂ ഉപയോഗിക്കുന്നത്. NPV, IRR, PR. അപ്പോൾ 345 ഓപ്ഷൻ. ഓക്കെ, ബേസിക് ചോദ്യങ്ങൾ ഈസി. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷന്റെ ഫോർമുല പറയാമോ? ദാറ്റ് മീൻസ് സിംപ്ലി പറയുകയാണെങ്കിൽ നമ്മുടെ റിസ്ക് ഇൻഡെക്സിന്റെ ഫോർമുല എന്താണ്? എന്തായിരുന്നു? ഓപ്ഷൻ സി അല്ലേ സർ? ഓപ്ഷൻ സി, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീൻ ഇൻടു 100 അല്ലെങ്കിൽ മീൻ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻടു 100. ഏതാണ്? കുറച്ച് കൺഫ്യൂസ് ആക്കിയാണ്. സി ഓർ ഡി? സി. ഓക്കെ. അടുത്തത് നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ദ പ്രോജക്ട് 5 ലക്ഷം രൂപ. എക്സ്പെക്ടഡ് ആനുവൽ 90,000 ഫോർ 10 years. പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കും. ഒട്ട സംഭവം. അപ്പൊ 5 lakh ഡിവൈഡഡ് ബൈ 90,000 അങ്ങ് ചെയ്യുന്നു. ഡിവൈഡഡ് ബൈ 90,000 ചെയ്യുന്നു. 5.55 വരുന്നു. പക്ഷെ നമുക്ക് മന്തിലാണ് ആൻസർ വേണ്ടത്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ആ 0.55-നെ മന്തിലോട്ട് കൺവേർട്ട് ചെയ്യാം. എങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? 12-നെ ഇൻടു 0.56 വെച്ച് ചെയ്യുന്നു. 6.7 അല്ലെങ്കിൽ 7 months വരുന്നുണ്ട്. 5 years and 7 months. ഓപ്ഷൻ ഡി. ഓക്കെ അല്ലേ? ശ്രദ്ധിക്കണം, ഓപ്ഷന്റെ അകത്ത് ഡെസിമലിലാണോ അല്ലെങ്കിൽ മന്തിലാണോ നിങ്ങളോട് ചോദിച്ചേക്കുന്നത്. അത് വെച്ചാണ് കാൽക്കുലേഷൻ ഒക്കെ ചെയ്യുന്നത്. Profitability index method gives due consideration to time value of money, finance cost of investment, traditional value of money, cost and time value of money. അപ്പം പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഡ്യൂ കൺസിഡറേഷൻ എന്തിനു കൊടുക്കുന്നു? ടൈം വാല്യൂ ഓഫ് മണിക്കും കൊടുക്കുന്നുണ്ട് ആൻഡ് അതിന്റെ കോസ്റ്റിനും കൊടുക്കുന്നുണ്ടല്ലോ. ബിക്കോസ് നമ്മൾ അവിടെ പ്രസന്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോയും കൂടെ എടുക്കുന്നില്ല. അതുകൊണ്ട് കോസ്റ്റിനും അതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓപ്ഷൻ ഡി. ഓക്കെ, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 2 പ്രോജക്റ്റിന്റെ, എയുടെ 1 lakh ആൻഡ് ബിയുടെയും 1 lakh ആണ്. ഈ 2 പ്രോജക്റ്റും എനിക്ക് കൊണ്ടുതരുന്നത് ഇത്രയും ആണ്. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കണ്ടുപിടിക്കും. ഒന്നുമില്ല, ഇത് വെറുതെ സോൾവ് ചെയ്യാൻ നിൽക്കല്ലേ. എക്സാമിൽ ഇതുപോലെ ചോദ്യം ഈ ഒരു വേരിയബിൾസ് വെച്ച് തന്നെ നമ്പേഴ്സ് വെച്ച് എക്സാമിൽ ക്വസ്റ്റ്യൻ വന്നാൽ സോൾവ് ചെയ്ത് ടൈം വേസ്റ്റ് ചെയ്യല്ല. 1 lakh ആണ് കിടക്കുന്നത്. സോ 1,15,500 ഡിവൈഡഡ് ബൈ 1 lakh is 1.155. മറ്റത് 1.195. ഓക്കെ അല്ലേ? സോ ആ ഒരു രീതിയിലാണ് ആൻസർ വരുന്നത്. അപ്പോൾ എ ആൻഡ് ബിയുടെ ഈ പറയുന്ന സാധനം ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? അത് ശ്രദ്ധിക്കണം. വെറുതെ നമ്മള് സോൾവ് ചെയ്ത് ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നു. അടുത്തത് ക്യാഷ് ഫ്ലോ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട് 3 വർഷത്തിന്റെ. നമുക്ക് ടൈം വാല്യൂയും തന്നിട്ടുണ്ട്, ഫാക്ടറും തന്നിട്ടുണ്ട്. ഇത് നമ്മളുടെ സെർട്ടനിറ്റി ഇക്വിവലന്റിന്റെ ചോദ്യം ഓർക്കുന്നുണ്ടോ? നമുക്ക് അവിടെ ക്യാഷിന്റെ ഫ്ലോ ഉണ്ടായിരുന്നു, പിന്നെ നമ്മളുടെ സെർട്ടനിറ്റി ഇക്വിവലന്റ് ഉണ്ടായിരുന്നു, പിന്നെ ഇത് വെച്ച് നമ്മളൊരു സെർട്ടൻ ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കുമായിരുന്നു. ഓക്കെ അല്ലേ? സെർട്ടനിറ്റി ഇക്വിവലന്റ് ഉണ്ടായിരുന്നു, ക്യാഷിന്റെ ഫ്ലോ ഉണ്ടായിരുന്നു. ആൻഡ് ഈ സെർട്ടൻ ക്യാഷ് ഫ്ലോ ആണ് നമ്മൾ പിന്നീട് ഇനി NPV-ക്ക് വേണ്ടി ഉപയോഗിക്കും. അപ്പൊ 3 വർഷത്തിന്റെ നമുക്ക് ഉള്ളത് 500, 1200, 15. നോട്ട് ചെയ്യാം.
1200, 1500. ഇനിയും certain percentage എത്രയാണ്? 70%, 65%, 75%. 0. ഈ പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്നുള്ളൊരു പേരിലും വന്നേക്കാം ഈ സംഭവം കേട്ടോ. സർട്ടൻറ്റി ഇക്വിവലന്റ് പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്നുള്ളൊരു പേരിലും വന്നു. സോ ഇനി എന്താ ചെയ്യേണ്ട? ഈ ക്യാഷ് ഫ്ലോനെ നമ്മൾ ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആൻഡ് അതാണ് നമ്മളുടെ ഇനി അങ്ങോട്ടുള്ള ക്യാഷ് ഫ്ലോ. ഇതിലാണ് നമ്മൾ ടൈം വാല്യൂയും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ടൈം വാല്യൂ തന്നിട്ടുണ്ട് 0.909, 0.826, 0.75, 0.909, 0.826, 0.75. ഇത് ചെയ്യുമ്പോൾ എൻ്റെ present value of cash in the flow കിട്ടും. മൾട്ടിപ്ലൈ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ടോട്ടൽ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നതാണ് present value of inflows 1800. present value of outflow നമ്മുടെ 1500 ആണ്. മൈനസ് ചെയ്തേക്കാം. മൈനസ് 1500 307.305 ആണ്. അപ്പോൾ ആൻസർ ഇസ് C. അല്ല, ഞാൻ ഇനിയും പെട്ടെന്ന് എല്ലാം ചെയ്യുവാണ്. ബിക്കോസ് നമ്മുടെ സമയമില്ല. 2 മണി വരെ ക്ലാസ്. എനിക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് എല്ലാം റിവൈസ് ചെയ്യണം. നിങ്ങൾ ക്ലാസ്സിൽ അറ്റൻഡീവ് ആയിട്ടിരിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ. ഇത് ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ ഇസ് അൺവയബിൾ. ഈ അൺവയബിൾ എന്ന് പറഞ്ഞാൽ മോശമായിട്ട്. ഏത് ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ ആണ് മോശമായിട്ടുള്ളത്? ലെസ് ദാൻ 1 ആണെങ്കിൽ അല്ലേ? ഓപ്ഷൻ എ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇത് രണ്ടും ഓക്കെ ആണോ? മുമ്പോട്ട് പോകാം. ഓക്കെ സർ. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഒരു കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ത് ഹെൽപ്പ് ചെയ്യാൻ, അച്ചീവ് ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും? സർവൈവൽ ആൻഡ് ഗ്രോത്ത് ആണോ? മാർക്കറ്റ് ഷെയർ പ്രിസർവ് ചെയ്യാനാണോ? ലീഡർഷിപ്പ് എടുക്കാനാണോ? അല്ലെങ്കിൽ ഓൾ ദി അതർ? എന്താണ് തോന്നുന്നത്? ഓൾ ദി അതർ. ഓപ്ഷൻ ഡി ആണ്. അടുത്തത്, capital budgeting decisions are of paramount importance for a business firm. Which of the following factors contribute significantly to its importance? Impact on immediate future only, involves huge amount of scarce resources, and reversibility. So നമ്മളുടെ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷന്റെ ഇമ്പോർട്ടൻസ് എന്തുകൊണ്ടാണ് അത് ഇമ്പോർട്ടന്റ് ആവുന്നതിനുള്ള കോൺസെപ്റ്റ് നോക്കുമ്പോൾ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ അല്ല, ലോങ് ടേം ഫ്യൂച്ചറിലേക്കാണ് സംഭവം. ഇമ്മീഡിയറ്റ് അല്ല. ഓപ്ഷൻ എ അല്ല. ലാർജ് എമൗണ്ട് ഓഫ് റിസോഴ്സസ് ഉണ്ട്, അത് കറക്റ്റ് ആണ്. റിവേഴ്സിബിലിറ്റി അല്ല, ഇറിവേഴ്സിബിലിറ്റി. എടുത്തു കഴിഞ്ഞാൽ റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ അല്ലെ? ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രഡീഷണൽ ക്യാഷ് ഫ്ലോ ബേസ്ഡ് ടെക്നീക്ക്? ട്രഡീഷണൽ ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ ബേസ്ഡ് ടെക്നീക്ക് ഏതാണ് എന്ന് ചോദിച്ചേക്കുന്നത്. അപ്പം അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ട്, പേ ബാക്ക് പീരീഡ് ഉണ്ട്, നെറ്റ് പ്രസന്റ് വാല്യൂ ഉണ്ട്. സോ ഇതിന്റെ കേസിൽ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ട്രഡീഷണൽ ആയിട്ട് ക്യാഷ് ഫ്ലോ ബേസ്ഡ് ടെക്നീക്ക്, പേ ബാക്ക് പീരീഡും ഉണ്ട്, NPVയും ഉണ്ട്. ഇത് രണ്ടും ആണ് ഇതിനകത്ത് വരുന്നത്. അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ കൂടുതലും പ്രോഫിറ്റിലോട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓപ്ഷൻ തെറ്റാണ് ഇതിന്റെ. നമുക്ക് ആർ നോട്ട് എന്ന് ചോദിക്കണം. അങ്ങനെ ആയിരുന്നെങ്കിലേ നമുക്ക് എ ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ പേ ബാക്ക് പീരീഡും ട്രഡീഷണൽ ക്യാഷ് ഫ്ലോ വെച്ചാണ് പണിയെടുക്കുന്നത്, NPVയും ക്യാഷ് ഫ്ലോ വെച്ചാണ് പണിയെടുക്കുന്നത്. നമുക്ക് ബി അല്ലെ സി ഏത് ഓപ്ഷൻ കൊടുത്താലും ശരിയാണ്. അത് ഓപ്ഷനകത്ത് ഇഷ്യൂസ്. പ്രോജക്റ്റിന്റെ ഔട്ട്ഫ്ലോ 5 lakh rupees, ആനുവലി 1,25,000 ഉണ്ടാക്കി തരും. 5 വർഷത്തേക്കാണ് ഉണ്ടാക്കി തരുന്നത്. സ്ക്രാപ്പ് വാല്യൂ 1 lakh കൂടെ എനിക്ക് 5ാമത്തെ വർഷം കിട്ടും. IRRന്റെ റേഞ്ച് കണ്ടു. സോ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ IRR ഇവിടെ എല്ലാം നമ്മൾ റേഞ്ചിലാണ് കിടന്നത് സോർട്ട് ഔട്ട് ചെയ്യുന്നത്. അതിൽ കൂടുതൽ നമുക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല, റേഞ്ചിലാണ്. ഓക്കെ, സോ നമുക്കൊന്ന് നോക്കാം എങ്ങനെ ചെയ്യട്ടെ. സോ നമ്മളുടെ കോസ്റ്റ് ഈസ് 5 lakhs. 1, 2, 3, 4, 5. 5 വർഷത്തേക്ക് എനിക്ക് 1,25,000 കിട്ടുന്നു. ആൻഡ് 5ാം വർഷം എനിക്ക് സ്ക്രാപ്പ് വാല്യൂ കിട്ടും. That is 1 lakh. ഓക്കെ,
അപ്പൊ IRR ഏത് റേഞ്ചിലായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. പക്ഷെ ഇവിടെ നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് ഈ ചോദ്യത്തിനകത്ത്. നമുക്ക് ഏതായാലും ഞാൻ പറഞ്ഞുതരാം സംഭവം. ബട്ട് ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ട്. നമ്മുടെ കയ്യിൽ ആ ടേബിൾ അവർ തന്നു. അപ്പൊ കഴിഞ്ഞ ക്വസ്റ്റിൻ്റെ അകത്ത് നമ്മൾ നോർമലി ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ആവറേജ് വെച്ച് എടുക്കുവാന്ന്. ആവറേജ് വെച്ച് ഞാൻ പോയാൽ ഇത്രയും വരുന്നു. ഞാൻ എൻ്റെ പേ ബാക്ക് പീരീഡ് പെർസെൻറ്റേജ് തരാത്തോണ്ട് പേ ബാക്ക് പീരീഡ് വെച്ച് നമ്മൾ ചെയ്തിരുന്നു. സോ പേ ബാക്ക് 5 lakhനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ആവറേജ് ഇത്ര 4.13. അപ്പൊ ഈ 4.13 5 വർഷത്തിന്റെ ടേബിളിൽ പോയി നമ്മൾ സെർച്ച് ചെയ്യണം. അവിടെ നമുക്ക് ടേബിൾ തന്നിട്ടില്ല. ആ ഒരു കാരണം കൊണ്ട് ഈ ചോദ്യം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഐ തിങ്ക് ഇതിനകത്ത് അവർ മാർക്ക് കൊടുത്തു കാണും. ഓക്കെ അല്ല, സോ അവിടാണ് ഇഷ്യൂ. നമുക്കപ്പോ 4.13 നമുക്ക് ഏതായാലും ഞാൻ ഒന്ന് പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. നമ്മളുടെ ടൈം വാല്യൂ ടേബിള് നിങ്ങൾ ഓർക്കുന്നുണ്ട്. ടൈം വാല്യൂ ടേബിളിന്റെ അകത്ത് നമുക്ക് ഈ ഏരിയയിൽ മൊത്തം പെർസെൻറ്റേജും ഈ ഏരിയയിൽ മൊത്തം ടൈമും ആയിരുന്നു. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഈ 4.13 5 വർഷത്തിന്റെ അതിൻ്റെ അകത്ത് ഏത് പെർസെൻറ്റേജിന്റെ അടുത്താണ് 4.13യുടെ മുമ്പിലും പിന്നിലുമുള്ള വാല്യൂ ചെക്ക് ചെയ്യണം. ആ വാല്യൂ ആണ് നമുക്കുള്ള റേഞ്ച്. കഴിഞ്ഞ ക്വസ്റ്റിനകത്ത് നമ്മൾ ചെയ്തത് അതാണ്. ഓക്കെ, ബട്ട് ഇവിടെ നമുക്ക് ആ ഒരു സംഭവം തരാത്തോണ്ട് ഈ ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. സംഭവം മനസ്സിലായല്ലോ എല്ലാവർക്കും? അവരത് മിസ് ഔട്ട് ചെയ്ത് പോയ മേ ബി ചിലപ്പം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബാക്കിൽ കാണും കേട്ടോ, ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബാക്കിൽ ചിലപ്പം അവർ ആ പ്രസന്റ് വാല്യൂ ആനുവിറ്റി ടേബിളും ഇടും. ആൻഡ് ഇത് ചെക്ക് ചെയ്യേണ്ട ആനുവിറ്റി ടേബിളിലാണ്. അപ്പൊ പ്രസന്റ് വാല്യൂ ആനുവിറ്റി ടേബിളും ഇടും ആൻഡ് പ്രസന്റ് വാല്യൂയുടെ നോർമൽ ടേബിളും ബാക്കിലായിരിക്കും. 2 പേജ് അവർ എക്സ്ട്രാ ഇട്ടേക്കാം. സോ അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കും. ചെക്ക് ചെയ്യണം ക്വസ്റ്റ്യൻ പേപ്പർ എപ്പോഴും. ബാക്കിലുണ്ടെങ്കിൽ ചിലപ്പം ക്വസ്റ്റ്യന്റെ താഴെ തന്നെ അവർ വാല്യൂസ് ഇട്ടേക്കാം. ഏതാണോ അവർക്ക് തോന്നുന്നത് അവർ ചെയ്തേക്കാം. പേ ബാക്ക് പീരീഡ് കോൺസ്റ്റന്റ് ആനുവൽ ക്യാഷ് ഫ്ലോ ആണെങ്കിൽ, കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ എല്ലാ വർഷവും സെയിം ക്യാഷ് ഫ്ലോ ആണെങ്കിൽ ഞാൻ ഏത് മെത്തഡായിരുന്നു പറഞ്ഞത്? നോർമൽ ആവറേജ് മെത്തഡ്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡഡ് ബൈ ദി ആനുവൽ ക്യാഷ് ഓപ്ഷൻ. ആൻഡ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ നമ്മൾ ക്യൂമുലേറ്റീവ് മെത്തഡാണ്. Payback period method can be successfully employed in which of the following circumstances? Where the firm does not suffer from liquidity problem. അപ്പൊ പേബാക്കിന്റെ സൂട്ടബിലിറ്റി ഓർക്കുന്നുണ്ടോ? അവിടെ ഞാൻ പറഞ്ഞത് കാശിന് പഞ്ഞമുള്ള, കാശ് ബുദ്ധിമുട്ടുള്ള സ്ഥാപനങ്ങൾക്കാണ് പേബാക്കിന്റെ ആവശ്യം കൂടുതൽ വരുന്നത്. ഓക്കെ അല്ലെ? ഇത് നോട്ട് സഫർ എന്നാണ്. അതുകൊണ്ട് ഇത് നമ്മൾ വായിക്കേണ്ട ആവശ്യമേ ഇല്ല. അടുത്തത്, പ്രോജക്ട് ഇസ് സർട്ടൻ വിത്ത് ടേംസ് ഓഫ് റിസ്ക് and return is a serious concern. Good returns have been estimated, but high uncertainty. Okay. രണ്ടാമത്തെ, ആദ്യത്തെ ഞാൻ പറഞ്ഞു കാശിന് കുറവുള്ള സ്ഥാപനങ്ങളാണ് പേ ബാക്ക് പീരീഡ് എടുക്കുന്നത്. രണ്ടാമത്തത് ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന, ടെക്നോളജി സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ടെക്നിക്കൽ മൊബൈൽ ഫോൺ അങ്ങനത്തെ സംഭവത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് പേ ബാക്ക് നല്ലതാണ്. ബിക്കോസ് ടെക്നോളജി പഴകും പെട്ടെന്നാണ്. അതുകൊണ്ടുള്ളത് പെട്ടെന്ന് വിറ്റ് കിട്ടാനായിരിക്കും താല്പര്യം. മൂന്നാമത്തത്, വേറൊരു രാജ്യത്ത് പോയി പണിയെടുക്കുന്നവർ, അവിടുത്തെ രാജ്യത്ത് എന്തെപ്പോ സംഭവിക്കുമെന്ന് അറിയാത്തതുകൊണ്ട് അവിടെ പോയി ബിസിനസ് ചെയ്യുന്നവർ പെട്ടെന്ന് കാശ് കിട്ടാനായിരിക്കും നോക്കുക. ഓക്കെ അല്ലേ? സോ ഈ മൂന്നാമത്തെ സീൻ നോക്കുക. ഇവിടെ എന്താണ്? ഇവിടെ റിസ്ക് ഭയങ്കരമാണ്. അപ്പൊ റിസ്ക് കൂടുതലാണ്, നല്ല റിട്ടേൺ ഉണ്ട്. ഓക്കെ അല്ലേ? എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇറാഖില് ഇപ്പൊ പോയി ആരെങ്കിലും കച്ചവടം ചെയ്യുകയാണെങ്കിൽ നല്ല റിട്ടേൺ കിട്ടും, ഒരു ഡൗട്ട് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ഇതുപോലത്തെ നാട്, ഈ ഇറാഖ്, ഈയിടെ നമ്മുടെ വേറൊരു ആഫ്രിക്കൻ അവിടെയും ഒരു ഇഷ്യൂ ഉണ്ടായി. ഇതുപോലത്തെ നാട്ടിലൊക്കെ കുറെ മലയാളികൾ പോയി കച്ചവടം ചെയ്യണം, നല്ല റിട്ടേൺ കിട്ടും. ബിക്കോസ് അവിടെ ആൾക്കാരില്ല, അവിടെ കച്ചവടം ചെയ്യാനാകും. പക്ഷെ എപ്പോ ബോംബ് വീഴുമെന്ന് പറഞ്ഞാൽ അതാണ് ഇഷ്യൂ. അപ്പൊ റിസ്ക് കൂടുതലാണ്, ഹൈ അൺസർട്ടനിറ്റി ആൻഡ് ഗുഡ് റിട്ടേൺ. അപ്പൊ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ. ബിക്കകത്ത് റിസ്ക് സർട്ടൻ ആണ്, റിട്ടേൺ കൺസേൺ ആണെന്നാണ് പറയുന്നത്. റിട്ടേൺ കുറവാണെങ്കിൽ ആരും പുറത്തു പോയി കച്ചവടം ചെയ്യുന്നു. റിട്ടേൺ കൂടുതൽ കിട്ടുന്നു, റിസ്ക് ഹൈ ആണെങ്കിൽ പേ ബാക്ക് പീരീഡ് ആണ് കൂടുതൽ. മനസ്സിലായല്ലോ? ആൻഡ് നെറ്റ് പ്രസന്റ് വാല്യൂ ഇസ് ജനറലി പ്രിഫേർഡ് ഓവർ IRR മെത്തേഡ് ബിക്കോസ്, എന്തുകൊണ്ട്? ബിക്കോസ് NPV is simple to calculate. It does not suffer from limitation of multiple rates. Yes.
ആൻഡ് റീഇൻവെസ്റ്റ്മെന്റ് അസംഷൻ NPV-ക്കകത്തുണ്ട്. കറക്റ്റ് ആണ്. നമ്മുടെ IRR-ന്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താ? റീഇൻവെസ്റ്റ്മെന്റ് അസംഷൻ എടുക്കത്തില്ല ആൻഡ് മൾട്ടിപ്പിൾ ആൻസേഴ്സ് കിട്ടിയേക്കാം. സോ അത് രണ്ടും NPV എടുത്ത് മാറ്റുന്നുണ്ട്. ഓപ്ഷൻ ഡി ആണ് ഓൾ ദി. പിന്നെ ഈ ഒരു ചോദ്യം നമ്മളുടെ GRIയുടെ ഇത് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു എനിക്ക്, എന്നാലും ഞാൻ ഒന്ന് സോൾവ് ചെയ്യാൻ. 650 ആണ് മെഷീന്റെ ഇൻവെസ്റ്റ്മെന്റ്. ലൈഫ് 5 വർഷം ആണ്. അറ്റ് ദി എൻഡ് ഓഫ് ദ 5th ഇയർ റെസിഡ്യൽ വാല്യൂ 3 lakh കിട്ടും. പക്ഷെ ഈ 3 lakh കിട്ടാൻ വേണ്ടി 1 lakh rupees ഡിസ്പോസ് ചെയ്യണം. ഓക്കെ അല്ല, ബാക്കി നമുക്ക് ടേബിൾ എല്ലാം തന്നിട്ടുണ്ട്. നമുക്ക് പിന്നെ ജസ്റ്റ് NPV ഒന്ന് കാര്യം ഇതാണ്. സോ 0, 1, 2, 3, 4, 5. 0-ല് എന്റെ ഔട്ട്ഫ്ലോ ആണ് വരുന്നത് 650. പിന്നെ 5th ഇയറിൽ 3 വരുന്നുണ്ടെന്ന് നോക്കാം നമുക്ക്. ഇൻഫ്ലോ 75, 90, 110, 125, 140. 75, 90, 110, 125, 140. ആൻഡ് 5-ാം വർഷം റെസിഡ്യൂൽ വാല്യൂ ആയിട്ട് 3 ലക്ഷം കൂടെ കിട്ടും. അതിന് എനിക്ക് 1 lakhന്റെ സ്പെൻഡിങ്ങും ചെയ്യും, എക്സ്പെൻസും. ടെക്നിക്കലി 2 ലക്ഷം കിട്ടാം. ഓക്കെ അല്ലേ? എന്നിട്ട് എല്ലാത്തിന്റെയും എനിക്ക് ടേബിൾ വാല്യൂസ് തന്നിട്ടുണ്ട്. ടേബിൾ വാല്യൂസ് ആണ്, പിന്നെ ടെൻഷൻ ഇല്ല. 0.9174, 0.8417, 0.7722, 0.7084, 0.6499 and 0.6499. ആൻഡ് ഇത് 0 ആയതുകൊണ്ട് ഇതിന്റെ വാല്യൂ എപ്പോഴും 1 ആയിരിക്കും. എല്ലാം നമുക്ക് അറിയാവുന്നതാണ്. നമുക്ക് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോസ് നമ്മുടെ ഇതിന്റെ എല്ലാത്തിന്റെയും ടോട്ടൽ ആണ്. അപ്പൊ അത് മാത്രം ഒന്ന് സം ചെയ്തെടുക്കാം. ഇൻഫ്ലോയുടെ സം കിട്ടും. പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ ഇത്രയാണ്. പ്രസന്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോ ഇത്രയാണ്. നമുക്ക് NPV കണ്ടുപിടിക്കാം. സോ ദിസ് മൈനസ് 239.66 നെഗറ്റീവിലാണ് ആൻസർ. ഓപ്ഷൻ ബി. കഴിഞ്ഞില്ല. അങ്ങനെ ക്യാപിറ്റൽ ബജറ്റിംഗ് തീർന്നിരിക്കുന്നു. റിവിഷൻ ആയിട്ട് ലാസ്റ്റ് നമുക്ക് 2 ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ സോൾവ് ചെയ്യാനുണ്ട്. ആ സമയത്ത് ഒന്നുകൂടെ ഇതെല്ലാം കൂടെ ക്ലിയർ ആയിരുന്നു എല്ലാവർക്കും? ഓക്കെ, നമുക്കിനി അടുത്ത ചാപ്റ്ററിലോട്ട് കിടക്കാം. ക്യാപിറ്റൽ ബജറ്റിംഗ് കഴിഞ്ഞു. നമുക്കിനി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ ഓക്കെ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നിങ്ങൾ ഫോർമുല എല്ലാം ഓർക്കുന്നുണ്ടോ? നമുക്കത് ആദ്യം ഒന്ന് നോട്ട് ചെയ്ത് നമുക്ക് നോക്കാം. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി KE ഫോർമുല എന്തായിരുന്നു? D1 ഡിവൈഡഡ് ബൈ P0 പ്ലസ് ഗ്രോത്ത്. നമ്മളുടെ D1 എങ്ങനെയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്? D1 എന്ന് പറഞ്ഞാൽ D0 ഇൻറ്റു 1 പ്ലസ് ഗ്രോത്ത്. ഓക്കെ, പിന്നെ നമ്മളുടെ അടുത്ത് കോസ്റ്റ് ഓഫ് ഡിവെഞ്ചേഴ്സ് ഉണ്ടായിരുന്നു. 2 തരത്തിലെ ഡിവെഞ്ചർ ആണ് നമുക്കുള്ളത്. റിഡംഷൻ ഇല്ലാത്തത്. റിഡംഷൻ ഇല്ലാത്ത ഡിവെഞ്ചർ ആണെങ്കിൽ ഇൻട്രസ്റ്റിന്റെ അമൗണ്ട് എടുക്കുന്നു ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് ഇൻറ്റു ഡിവൈഡഡ് ബൈ PC. എന്നാൽ നമുക്ക് റിഡംഷൻ ഉള്ള ഡിവെഞ്ചേഴ്സ് ആണെങ്കിൽ, റിഡംഷൻ ഉള്ളതാണെങ്കിൽ ഇൻട്രസ്റ്റ് അമൗണ്ട് ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് പ്ലസ് റിഡംഷൻ വാല്യൂ RV മൈനസ് നമ്മുടെ PO ഡിവൈഡഡ് ബൈ N എന്ന് പറഞ്ഞാൽ നമ്മുടെ റിഡംഷന്റെ ടൈം ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ RV പ്ലസ് PO ഡിവൈഡഡ് ബൈ 2. ഇതാണ് റിഡംഷൻ ഉള്ള ഡിവെഞ്ചേഴ്സ്. ഇനി അതേപോലെ തന്നെ നമ്മുടെ പ്രെഫറൻസ് ഷെയർസ് ഉള്ളത്, കോസ്റ്റ് ഓഫ് പ്രെഫറൻസ് ഷെയർ അതെടുക്കുവാണെങ്കിൽ പ്രെഫറൻസ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ PC. ആൻഡ് റിഡംഷൻ ഉള്ള പ്രെഫറൻസ് ഷെയർ ആണെങ്കിൽ പ്രെഫറൻസ് ഡിവിഡൻഡ് പ്ലസ് RV മൈനസ്
P0 divided by N whole divided by RV plus P0 divided by 2. Okay, ഇതായിരുന്നു. പിന്നെ നമ്മുടെ ഈ വരുന്നത് ലോൺ ആണ്. സോ കോസ്റ്റ് ഓഫ് ടേം ലോണിന്റെ കോസ്റ്റ് നമ്മൾ എടുക്കുന്നു. കോസ്റ്റ് ഓഫ് ടേം ലോൺ എടുക്കുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് എടുത്താൽ മതി ഇൻടു 1 മൈനസ് ടാക്സ്. ഓക്കെ, ഇതായിരുന്നു സംഭവം. പിന്നെ നമ്മുടെ കയ്യിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റിക്ക് വേറൊരു മെത്തഡോളജിയും കൂടെ ഉണ്ടായിരുന്നു. ഏർണിംഗ് പ്രൈസ് മോഡൽ എന്ന് വിളിക്കുമായിരുന്നു നമ്മൾ, ഓർക്കുന്നു. അപ്പൊ അതിനെ EPS 1 ഡിവൈഡഡ് ബൈ P0 ആണ് നമ്മളുടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയുടെ രണ്ടാമത്തെ. ഓക്കെ, സോ ഇത് ഒരു മെത്തേഡ്, ഇത് വേറൊരു മെത്തേഡ്. പിന്നെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റിക്ക് മൂന്നാമത്തെ ഒരു മെത്തേഡും കൊണ്ടുണ്ടായിരുന്നു, ബോണ്ട് വാല്യൂ പ്ലസ് ദി റിസ്ക് പ്രീമിയം. അതെ, അത് തന്നെ. അപ്പൊ അത് സിമ്പിൾ ആണ്, അതിനകത്ത് വലിയ ഫോർമുല ഒന്നുമില്ല. നിങ്ങൾക്ക് ബോണ്ട് വാല്യൂവും തന്നിട്ടുണ്ടാവും, പിന്നെ റിസ്ക് പ്രീമിയം തന്നിട്ടുണ്ടാവും, തമ്മിൽ രണ്ടിനെ ഒന്ന് ആഡ് ചെയ്തെടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോർമുല. സോ അത് വെച്ച് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. Varun Limited issued 1,12% irredeemable preference shares of the face value of 100. Flotation cost 2 രൂപ. ഫ്ലോട്ടേഷൻ കോസ്റ്റ് അറിയാലോ എന്താണെന്നുള്ളത്. ഫേസ് വാല്യൂ മൈനസ് ചെയ്യണം, ബിക്കോസ് സെയിൽ വാല്യൂ അപ്പൊ കിട്ടും. ആൻഡ് കോസ്റ്റ് ഓഫ് പ്രെഫറൻസ് ഷെയർ എത്ര ആണെന്ന് ചോദിച്ചേക്കാം. സോ കോസ്റ്റ് ഓഫ് പ്രെഫറൻസ് ഷെയർ KP is equal to നമ്മുടെ പ്രെഫറൻസ് ഡിവിഡൻഡ് 12% ആണ്. ഡിവിഡൻഡ് 12% ആണ്. ഫേസ് വാല്യൂ 100 ആണെങ്കിൽ പ്രെഫറൻസ് ഡിവിഡൻഡ് 12 രൂപ ആയി. ഡിവൈഡ് ചെയ്യുന്നു വിത്ത് ദി PO. ഇവിടെ സെയിൽ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്, ബിക്കോസ് ഇവിടെ ഫേസ് വാല്യൂക്കകത്തുനിന്ന് ഫ്ലോട്ടേഷൻ കോസ്റ്റ് 2 രൂപ കളയാനും പറ്റും. സോ 98 ആണ് നമ്മുടെ PO. ഡയറക്ട്ലി ഡിവൈഡ് ചെയ്യുന്നു. 12.24 ആണ് ആൻസർ. 12.24 ഓപ്ഷൻ സി. ക്ലിയർ? പെട്ടെന്ന് തന്നെ ഈ ചാപ്റ്റർ നമ്മൾ കഴിയും, അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിംഗ്സ് ആണ് നമ്മളോട് അടുത്തത് ചോദിച്ചേക്കുന്നത്. ഇസ് ഈക്വൽ ടു, അപ്പൊ റീറ്റെയിൻഡ് ഏർണിംഗ്സിന്റെ കോസ്റ്റ് എന്തിന്റെ ഈക്വൽ ആയിരുന്നു? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ. ഓക്കെ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. ഓക്കെ, അടുത്ത് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കമ്പ്യൂട്ടേഷൻ ഏത് ആണ് ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വരും? അസൈൻസ് മോർ വെയ്റ്റ് ടു ഇക്വിറ്റി, അങ്ങനെയൊന്നുമില്ല. അസൈൻസ് മോർ വെയ്റ്റ് ടു ഡിബെഞ്ചേഴ്സ്, അങ്ങനെയുമില്ല. എക്സ്ക്ലൂഡ് ചെയ്യുന്നു റീറ്റെയിൻഡ് ഏർണിംഗ്സ്, അങ്ങനെയുമില്ല. അസൈൻസ് വെയ്റ്റ് ബേസ്ഡ് ഓൺ മാർക്കറ്റ് വാല്യൂ ഓർ ബുക്ക്. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഈ ഒരു ചോദ്യം ഇത് ഞാൻ ക്ലാസ് ചെയ്യിച്ചോന്ന് എനിക്കറിയില്ല, ഞാൻ ഏതായാലും ചെയ്യിക്കാം. സംഭവം ഇത് വന്നപ്പം പിള്ളേരെല്ലാരും ശരിക്കും കുഴഞ്ഞു, ബിക്കോസ് അവർക്ക് ആ ലോജിക് മനസ്സിലാക്കിയിരുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ തീർന്നു. പിള്ളേർ ഇതിനെ സോൾവ് ചെയ്യാനൊക്കെ ടൈം ഒത്തിരി വേസ്റ്റ്. ലോജിക് വെച്ച് ഞാൻ പറഞ്ഞുതരാം. The liability side of Shivani Limited shows equity capital of 25 lakhs, retained earnings of 50 lakhs. Shares in the face value 100 രൂപ, മാർക്കറ്റ് വാല്യൂ 300 രൂപ. ഇനിയാണ് ശ്രദ്ധിക്കണം. If the investors expect a rate of return of 18%, if the investor expect a rate of return of 18% and flotation cost is 5%, what is the cost of retained earnings എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇനി ഒന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് കൊടുക്കേണ്ടത്, ദാറ്റ് മീൻസ് എനിക്ക് കാശ് തരുന്ന ആൾക്കാര് എക്സ്പെക്ട് ചെയ്യുന്ന പെർസെൻറ്റേജിനെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇൻവെസ്റ്റർ 18% എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. ദാറ്റ് മീൻസ് എന്റെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി 18% അല്ലേ? അതെടുത്ത് തന്നിട്ടുണ്ട് ടെക്നിക്കലി. ബാക്കി പിന്നെ നമ്മുടെ കയ്യിൽ മാർക്കറ്റ് വാല്യൂ, ഫ്ലോട്ടേഷൻ കോസ്റ്റ് അതൊക്കെ തന്നാലും നമുക്ക് മെയിൻ ആയിട്ടുള്ള സംഭവമായ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഓൾറെഡി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിംഗ്സ് എത്ര? സെയിം അല്ലേ കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയുടെ? ഓപ്ഷൻ ബി 18%. അത്ര ഉള്ളു കാര്യം. ഓക്കെ അല്ലേ? വെറുതെ ഇത് പിള്ളേർ സോൾവ് ഒക്കെ ചെയ്ത് നമ്മുടെ എന്താ പറയുന്നത് ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഒക്കെ ഉപയോഗിച്ച്, പക്ഷെ അവിടെ പിന്നെ അവര് ടെൻഷൻ അടിച്ചു, ഡിവിഡൻഡ് തന്നിട്ടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് അവർക്ക് ടെൻഷനായി ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും.
ഓക്കെ ഒന്നുമില്ലായിരുന്നു. 18% അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, അതാണ് കോസ്റ്റ് ഓഫ് റീറ്റെയിൽ. ഓപ്ഷൻ ബി ആണ് കഴിഞ്ഞത്. അടുത്തത് എ ലിമിറ്റഡ് ഇഷ്യൂഡ് 50,000 8% debentures at a discount of 5%. Tax rate is 50%. Cost of debt capital എത്രയാണ് എന്നാണ് ചോദിച്ചത്. ഇവിടെ ഡിസ്കൗണ്ട് എന്ന് പറയും. ടെക്നിക്കൽ ലോജിക് വെച്ച് നോക്കാം. ഇതിനെ നമുക്ക് മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യുമല്ല നമ്മൾ ഈ ഡിബെഞ്ചർ. 5% ഡിസ്കൗണ്ട്. സോ ടെക്നിക്കലി 5% ഫ്ലോട്ടേഷൻ കോസ്റ്റിനകത്ത് അത് വരുന്നത്. ഓക്കെ അല്ലേ? സോ നമുക്ക് ഡിബെഞ്ചേഴ്സ്, കോസ്റ്റ് ഓഫ് ഡിബെഞ്ചേഴ്സ് എടുത്താൽ നമുക്ക് ഫേസ് വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ 100 rupees എന്ന് അസ്യൂം ചെയ്തു, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആൻഡ് നമ്മളുടെ കോസ്റ്റ് 8% ആണ്, 50% ടാക്സ് റേറ്റ്. അപ്പൊ ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് വരുന്നത് 100 രൂപയുടെ 8% വരുമ്പോൾ 8 രൂപ വരും. ആൻഡ് ടാക്സ് റേറ്റ് 1 - 0.5 ആണ് വരുന്നത്. താഴെ എടുക്കുമ്പോൾ പി ഒ എടുക്കുമ്പോൾ നമ്മളുടെ ഫേസ് വാല്യൂ 100, ഡിസ്കൗണ്ട് 5%. അപ്പൊ ടെക്നിക്കലി 95. ബാക്കി സോൾവ് ചെയ്യാം. സോ 4 divided by 95 into 100, 4.21% ആണ് ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ? ഫ്ലോട്ടേഷൻ കോസ്റ്റ് നമ്മൾ എപ്പോഴും സെയിൽസ് വാല്യൂലല്ലേ കാണുന്നേ? ഫ്ലോട്ടേഷൻ കോസ്റ്റ് സെയിൽ വാല്യൂവിലല്ല നമ്മൾ കാണുന്നത്. ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. ഇപ്പൊ നമ്മുടെ കയ്യിൽ സെയിൽ വാല്യൂ ഉണ്ടെങ്കിൽ നമ്മൾ ഫ്ലോട്ടേഷൻ കോസ്റ്റ് സെയിൽ വാല്യൂക്കകത്ത് മൈനസ് ചെയ്യും. ഓക്കെ, ബട്ട് നമ്മുടെ കയ്യിൽ ഫ്ലോട്ടേഷൻ കോസ്റ്റ് തന്നിട്ടുണ്ട്, പക്ഷെ നമുക്ക് തന്നേക്കുന്നത് ഫേസ് വാല്യൂ അല്ലെ മാർക്കറ്റ് വാല്യൂ ആണെങ്കിൽ നമുക്ക് ആ വാല്യൂ എടുക്കാൻ പറ്റും. ഓക്കെ സാർ, ഇതിപ്പോ ഫേസ് വാല്യൂ, മാർക്കറ്റ് വാല്യൂ, സെയിൽസ് വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ സെയിൽസ് വാല്യൂ എടുത്താൽ മതി. അത് തന്നെ, നമുക്ക് സെയിൽ വാല്യൂലാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് മൈനസ് ചെയ്യേണ്ടത് എപ്പോഴും. പക്ഷെ സെയിൽ വാല്യൂ ഇല്ലാത്തതുകൊണ്ട് ആ ഓർഡർ തന്നെയാണ് നമ്മുടെ പി ഒയുടെ ഓർഡർ ഇല്ല, ആ ഓർഡർ തന്നെ സപ്പോർട്ട് ചെയ്താൽ. ഓക്കെ, അടുത്തത് കമ്പനി ഹാസ് 2000 ഇക്വിറ്റി ഷെയർസ്, 100 രൂപ ഫേസ് വാല്യൂ. ഏർണിംഗ്സ് ആണ് 20,000 രൂപ. ഇപ്പോഴത്തെ മാർക്കറ്റ് വില 110. EPS ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട് 5%. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കും. അപ്പൊ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇത് ഏർണിംഗ് പ്രൈസ് മോഡലാണ്. അപ്പൊ നമുക്ക് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ആദ്യം നമ്മളുടെ EPS ഒന്ന് കണ്ടുപിടിക്കാം. EPS 0 ഒന്ന് കണ്ടുപിടിക്കാം. EPS 0 നോക്കാം. നമ്മുടെ ഇറ്റ്സ് ഏർണിംഗ്സ് ആർ, കറന്റ് ഏർണിംഗ്സ് ആണ് 20,000, 20,000 രൂപയുടെ ഏർണിംഗ്സ്. നമ്പർ ഓഫ് ഷെയർ 2. അപ്പൊ EPS 10. അപ്പൊ EPS 10 ആണെങ്കിൽ EPS 1 എത്ര ആയിരിക്കും? EPS 1 സെയിം നമ്മളുടെ D1 കണ്ടുപിടിക്കുന്നത് പോലെ തന്നെ EPS 0 into 1 plus growth rate 0.05, 10.5, and നമ്മളുടെ cost of equity will be 10.5 divided by the market by 20%. So cost of equity 9.54, 9.55. ഓപ്ഷൻ ബി ആണ്. ക്ലിയർ ആയ എല്ലാവർക്കും? ഫോർമുല എല്ലാവരും ഓർക്കുന്നുണ്ടോ? അടുത്തത് കമ്പനി ഇഷ്യൂസ് 10,000 10% preference shares of 100 each, redeemable after 10 years at a premium of 5%. Cost of issue, that is flotation cost, തന്നിട്ടുണ്ട് 2%. preference ഷെയറിന്റെ കോസ്റ്റ് കണ്ടു. ഇവിടെ റിഡംഷൻ പറയുന്നു. അപ്പൊ രണ്ടാമത്തെ ഫോർമുലയാണ് വേണ്ടത് നമുക്ക്. കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ഈക്വൽ. ആദ്യം പ്രിഫറൻസ് ഡിവിഡൻഡ് എത്രയാന്ന് നോക്കാം. 10%. ഫേസ് വാല്യൂ 100 ആണെങ്കിൽ 10 രൂപ. പ്രിഫറൻസ് ഡിവിഡൻഡ് 10 രൂപ പ്ലസ് RV ലോട്ടുകൾ റിഡംഷൻ. ശ്രദ്ധിക്കണേ, റിഡീമബിൾ ആഫ്റ്റർ 10 year അറ്റ് എ പ്രീമിയം ഓഫ് 5% എന്ന് പറയാം. 10 വർഷം കഴിഞ്ഞ് 5% പ്രീമിയത്തിലാണ് റിഡീം ആവുന്നത്. അങ്ങനെ ആവുമ്പോൾ 100 രൂപയുടെ ഷെയർ 5% പ്രീമിയത്തിലാവുമ്പോൾ 105 രൂപ മൈനസ്. ഇനി ആണ് PO വേണം. PO നോക്കാം. PO എടുക്കുമ്പം സെയിൽ വാല്യൂ ആണ് എടുക്കുന്നത്, തന്നിട്ട്. ബട്ട് ഫ്ലോട്ടേഷൻ കോസ്റ്റ് തന്നിട്ടുണ്ട് 2 രൂപ. 2 രൂപ ഫ്ലോട്ടേഷൻ കോസ്റ്റ് വന്നിട്ടുണ്ട്. ഫേസ് വാല്യൂ ആണ് പിന്നെ നമ്മുടെ കയ്യിലുള്ളത്. ഇപ്പൊ ഒന്നും ചെയ്യേണ്ട. 100 2 രൂപ മൈനസ് ചെയ്യുക. 98 ഡിവൈഡഡ് ബൈ റിഡംഷന്റെ ടൈം എത്ര? 10 വർഷം. താഴെ 105 പ്ലസ് 98 ഡിവൈഡഡ് ബൈ 2.
ഫോർമുല എല്ലാവർക്കും ക്ലിയർ അല്ല? ഇനി അതിനെ ജസ്റ്റ് സോൾവ് ചെയ്തെടുക്കാം നമുക്ക്. സോ ആദ്യം -5 -98 divided by 10 and 5 plus 98 divided by 2. എന്നിട്ട് 10 പിന്നീട് ആഡ് ചെയ്യണം. This divided by this. അതിനകത്തൊരു 10 കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 10.006 സംതിങ് ആണ് വരുന്നത്. കാൽക്കുലേഷൻ ആ 10.54 അല്ലേ വരുന്നത്? 10.54. അതാണ് മനസ്സിലായി എനിക്ക്. കാൽക്കുലേഷൻ എന്ത് 10.54 ആ. ഇതാണ് നമ്മളുടെ വേരിയബിൾസ്. ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എന്തോ വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട്. ഓക്കെ അല്ലേ? അടുത്തത് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് 8 കോടി, മാർക്കറ്റ് പ്രൈസ് 55, നെറ്റ് ഏർണിംഗ്സ് 80 കോടി. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കണം യൂസിങ് ദി ഏർണിംഗ് പ്രൈസ് അപ്രോച്ച്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 80 കോടിയാണ് എന്റെ ഏർണിംഗ്സ്, 8 കോടിയാണ് എന്റെ നമ്പർ ഓഫ് ഷെയർ. അപ്പൊ EPS 10 രൂപ. ഓക്കെ അല്ലേ? 10 രൂപ EPS. ഗ്രോത്ത് തന്നിട്ടില്ല, അതുകൊണ്ട് EPS 0 and 1 രണ്ടും സെയിം തന്നെ അസ്യൂം ചെയ്യാൻ. 55 രൂപയുടെ നമ്മളുടെ മാർക്കറ്റ് പ്രൈസ് ആണ്. സോ ആൻസർ വിൽ ബി 10 divided by 55, 18.18%. ഓപ്ഷൻ ഓക്കെ അല്ലേ? അതായിരുന്നു. സിമ്പിൾ ആണ്. നമ്മുടെ കയ്യിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ തന്നിട്ടുണ്ട് 10 ലക്ഷം. 10% പ്രെഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട് 5 ലക്ഷം. 8% ഡിബെഞ്ചേഴ്സ് ഉണ്ട് 15 lakhs. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി തന്നിട്ടുണ്ട്. വെയ്റ്റഡ് ആവറേജ് കണ്ടുപിടിക്കണം. ടാക്സ് റേറ്റ് 50% ആണ്. ഇപ്പൊ ടേബിൾ ആണ്. ടേബിള് നിങ്ങൾ ഓർക്കുന്നുണ്ട്. സോഴ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ, amount ഉണ്ട്, കോസ്റ്റ് ഉണ്ട് ആൻഡ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. സോഴ്സ് നമ്മുടെ കയ്യിൽ ഇക്വിറ്റി, പ്രെഫറൻസ് ഷെയർ, ഡിബെഞ്ചർ. amount ഇക്വിറ്റി 10, 5, 15. 10, 5, 15. ഇക്വിറ്റിയുടെ കോസ്റ്റ് എടുത്തു തന്നിട്ടുണ്ട് നമുക്ക് 15. പ്രെഫറൻസ് ഷെയറിന്റെ കോസ്റ്റ് അതിന്റെ മുമ്പിൽ കിടക്കുന്ന 10% തന്നെയാണ്. ഡിബെഞ്ചറിന്റെ കോസ്റ്റ് അതിന്റെ മുമ്പിൽ കിടക്കുന്ന 8 ആൻഡ് 50% ടാക്സ് കളയുമ്പോൾ 4 പകുതിയായി. ഓക്കെ, കോസ്റ്റ് കിട്ടുന്നു ആൻഡ് വെയ്റ്റഡ് ആവറേജ് കണ്ടുപിടിക്കും. അപ്പൊ വെയ്റ്റഡ് ആവറേജ് ഇവിടെ എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്? നമുക്ക് ആദ്യം ഇതിനെ സമം കൂടെ ചെയ്യണം. 30 ആണ് ഇവിടെ വരാൻ പോകുന്നത്. സോ കോസ്റ്റ് ഇൻറ്റു 10 divided by total ആയ 30, 10 into 5 divided by total ആയ 30, 4 into 15 divided by the total 30. സം ചെയ്യുന്നു 8.66. ഓപ്ഷൻ നോക്കാം. 8.66 ഓപ്ഷൻ ബി. ഡയറക്റ്റ് നമ്മുടെ ടേബിൾ സോൾവ് ചെയ്തെടുക്കാം. അടുത്തത് PQR keeps a perpetual fixed amount of debentures with a coupon rate of 16%. Debentures sells at par. 100 രൂപയാണ് ഫേസ് വാല്യൂ ഇൻ ദ മാർക്കറ്റ്. അപ്പം മാർക്കറ്റ് വിലയും ഫേസ് വാല്യൂവും സെയിം തന്നെ, ബിക്കോസ് സെല്ലിംഗ് അറ്റ് പാർ എന്നാണ് പറയുന്നത്. രണ്ടും സെയിം. കമ്പനി പേസ് 40% ടാക്സ്, കോസ്റ്റ് ഓഫ് ഡിബെഞ്ചർ ഇഫ് ഇറ്റ് ഇസ് സോൾഡ് അറ്റ് 10% പ്രീമിയം ഇൻ ദ മാർക്കറ്റ്. ഓക്കെ, അപ്പൊ സെയിൽ വാല്യൂ. അപ്പൊ നമ്മുടെ കയ്യിൽ ഫേസ് വാല്യൂ ഉണ്ട്. നമുക്ക് 3 വാല്യൂസ് ഒന്ന് നോട്ട് ചെയ്യാം. We have face value 100 rupees. We have market value same 100 rupees. And we have sale value. അത് പറഞ്ഞേക്കുന്നത് 10% പ്രീമിയത്തിനാണ്. 110 രൂപയാണ് സെയിൽ വാല്യൂ. ഓക്കെ, ബാക്കി ഇൻട്രസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. 16% കൂപ്പൺ റേറ്റ് ആണ്, 40% ടാക്സ് ആണ്. അപ്പോ ഫോർമുലക്കകത്ത് ഇടാം നമുക്ക്. കോസ്റ്റ് ഓഫ് ഡിബെഞ്ചേഴ്സ് ഇസ് ഈക്വൽ ടു 16%, 100 രൂപയുടെ 16 രൂപ തന്നെ വരത്തുള്ളൂ. ഇൻറ്റു 1 - 0.4, 40% ടാക്സ് ആണ്. താഴെ നമ്മൾ വെക്കേണ്ടത് സെയിൽ വാല്യൂ ആണ് 110. ഓക്കെ അല്ലേ? സോ ദിസ് വിൽ ബി 16
16 into 0.6 divided by 110, 8.72. 8.72 option B. Okay. ഞാൻ ഇത് പെട്ടെന്നാണ് ചെയ്തു പോകുന്നത് ബിക്കോസ് ക്വസ്റ്റ്യൻസ് എല്ലാം സിമിലർ ലൈൻസ് തന്നെയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കും. അടുത്തത് MNP അവർക്ക് ഒരു ടാർഗറ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ട്. 60% കോമൺ സ്റ്റോക്ക് ആണ്, 10% പ്രിഫേർഡ് സ്റ്റോക്ക് ആണ്, 30% ഡെറ്റ് ആണ്. ദാറ്റ് മീൻസ് നമ്മുടെ ഈ ടേബിൾ നമ്മൾ എടുത്തില്ല, ആ ടേബിളിന്റെ amount ആണ് നമുക്ക് തരുന്നത്. കോമൺ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർ 60% ഉണ്ട്, ഓക്കെ അല്ലേ? ആൻഡ് 10% ആണ് നമ്മളുടെ പ്രിഫറൻഷ്യൽ ആൻഡ് 30% ആണ് ഡിവെഞ്ചേഴ്സ്. 60, 10, 30 ടോട്ടൽ 100. ഓക്കെ, കോസ്റ്റ് സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇക്വിറ്റി 15%, പ്രിഫറൻസ് 7%, ഡെറ്റ് 10%. 15%, 7%, 10%. ഓക്കെ അല്ല? ഇനി ആണ് സോൾവ് ചെയ്തെടുക്കുക. ചെയ്യാലോ, അത് വലിയ ഇഷ്യൂ ഒന്നും ഇല്ലല്ലോ. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഞാൻ ഇനിയും സോൾവ് ചെയ്യിക്കുന്നില്ല. നമ്മൾ ആദ്യം ചെയ്ത രീതികളിലാണെങ്കിൽ അത് ഇതൊന്ന് പറഞ്ഞു വിട്ടിട്ട് മൈൻഡ് അപ്പ് ചെയ്യും. ഓക്കെ അല്ലേ? ബിക്കോസ് വി നീഡ് സം മോർ ടൈം. ഇനിയും ചാപ്റ്റേഴ്സ് ചെയ്യാനുണ്ട്. അത് സോ അത് സോൾവ് ചെയ്യാം. ഞാൻ ഇതിൽ നിന്ന് തന്നെ ഷെയർ ചെയ്യാൻ. അടുത്തത് PQRന്റെ അടുത്ത് എക്സ്പെക്ടഡ് ഏർണിംഗ്സ് 40 പെർ ഷെയർ ആണ്. ആ ഏർണിംഗ്സ് ഗ്രോ ആവുന്നത് 9%. Company follows fixed payout ratio of 60%. Market price is 500. What is the current cost of it? Okay, then. ഏത് മെത്തഡ് ആയിരിക്കും നിങ്ങൾ ഇവിടെ ഉപയോഗിക്കുക? ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചിട്ട് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പെട്ടെന്ന് വേണം, ട്രൈ ചെയ്ത്. ഏത് മെത്തഡ് ഇവിടെ ഉപയോഗിക്കും? ബിക്കോസ് നമുക്കിവിടെ ഏർണിങ്സും തന്നിട്ടുണ്ട്, ആൻഡ് ഇവിടെ പേ ഔട്ട് എന്നും പറയുന്നു. പേ ഔട്ട് എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് ആണ്. EPS തന്നിട്ടുണ്ട്, ഡിവിഡൻഡ് പെർ ഷെയറും തന്നിട്ടുണ്ട്, മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ട്, ആൻഡ് ഗ്രോത്ത് തന്നിട്ടുണ്ട്. ഇത് റിട്ടൻഷൻ റേഷ്യോ വെച്ച് ചെയ്യുന്നതാണോ? റിട്ടൻഷൻ റേഷ്യോ ഇല്ലല്ലോ, അതുമായിട്ട് ഇതൊരു അല്ലേ? ഡിവിഡൻഡ് മോഡലാണ്. അപ്പൊ ഡിവിഡൻഡ് മോഡൽ വെച്ച് ചെയ്യുമ്പോൾ ആൻസർ എത്ര? 12. നമുക്കൊന്ന് നോക്കാലോ, വായിച്ചേ. PQR ഹാസ് എക്സ്പെക്ടഡ് ഏർണിംഗ്സ് അറ്റ് 40. അപ്പൊ ഈ പറയുന്ന ഏർണിംഗ്സ് ആദ്യം തന്നെ നമുക്ക് തന്നേക്കുന്നത് EPS1 അല്ലേ, എക്സ്പെക്ടഡ് അല്ലേ? 40 രൂപയുടെ എക്സ്പെക്ടഡ് ഏർണിംഗ്സ്, ദാറ്റ് മീൻസ് അതിൽ വരാൻ പോകുന്നതാണ്. നമുക്ക് ഇതാണല്ലോ വേണ്ടത്. EPS1 തന്നിട്ടുണ്ട്, ശരി. നമുക്ക് D മോഡൽ എടുക്കാം, D1 മോഡൽ. അതെങ്ങനെ കണ്ടുപിടിക്കാം? കമ്പനി ഫോളോസ് എ പേ ഔട്ട് ഓഫ് 60%. അതിന്റെ അർത്ഥം എന്താ? കമ്പനി എത്ര രൂപ ഉണ്ടാക്കുന്നുണ്ടോ ഒരു ഷെയർ, അതിൽ നിന്ന് 60% ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നത്. സോ ഈ 40 എന്ന് പറയുന്ന സംഭവത്തിന്റെ 60% എടുക്കും. അപ്പൊ എനിക്ക് D1 കിട്ടും. ബിക്കോസ് EPS1 40 ആണെങ്കിൽ D1 അതിന്റെ 60% അല്ലേ, D1 അതിന്റെ 60% എടുക്കുമ്പോൾ 24. ഓക്കെ അല്ലേ? അവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന തെറ്റുകൾ പറയും. നമ്മൾ ഈ പറയുന്ന ഏർണിങ്സിന്റെ 9% എടുക്കും. അല്ലെങ്കിൽ ആദ്യം നമുക്ക് D1 കണ്ടുപിടിച്ചിട്ട് അതിനെ പിന്നെ 9% ഗ്രോ ചെയ്യിക്കും. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഓൾറെഡി ഇത് എക്സ്പെക്റ്റഡ് ആണ്. നമുക്ക് പിന്നെ 9% അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യവും ഇവിടെ വരുന്നില്ല. ഇനി രണ്ടാമത്തെ സിനാരിയോ, രണ്ടാമത്തെ കേസ് വെച്ച് നോക്കുവാണെങ്കിൽ, ഇപ്പം ഫസ്റ്റ് കേസ് നമ്മുടെ EPS മോഡൽ എടുക്കും. EPS മോഡൽ എടുക്കുവാണെങ്കിൽ EPS1 40, മാർക്കറ്റ് പ്രൈസ് 500.
ആണല്ലോ. മാർക്കറ്റ് പ്രൈസ് 500. ഇത് വെച്ച് ഞാൻ സോൾവ് ചെയ്യുകയാണെങ്കിൽ 40 ഡിവൈഡഡ് ബൈ 500 ഇൻറ്റു 100 8% വരുന്നത്. ഓക്കെ അല്ലേ? ഇത് ഓപ്ഷൻ്റെ അകത്തേ ഇല്ല. ഓപ്ഷൻ്റെ അകത്ത് ഇല്ലാതെ അല്ല, നമ്മൾ എപ്പോഴും നമുക്ക് 2 മെത്തേഡ് വെച്ചും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് EPS മെത്തേഡും പറ്റുന്നുണ്ട്, ഡിവിഡൻഡ് മെത്തേഡും പറ്റുന്നുണ്ടെങ്കിൽ എപ്പോഴും ഡിവിഡൻഡ് മെത്തേഡിനായിരിക്കണം നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ക്ലിയർ അല്ലേ? EPS മെത്തേഡിന് പ്രാധാന്യം കൊടുക്കല്. രണ്ടും ഉണ്ടെങ്കിൽ ഡിവിഡൻഡ് മെത്തേഡിനാണ് എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്. ഇനി ഡിവിഡൻഡ് മോഡൽ. സോ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഈക്വൽ ടു നമ്മളുടെ D1 24 മാർക്കറ്റ് പ്രൈസ് 500 ആൻഡ് ഗ്രോത്ത് റേറ്റ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു 24 ഡിവൈഡഡ് ബൈ 500 ആഡ് ചെയ്തു 13.8% ചെക്ക് ചെയ്ത് ഓപ്ഷൻ സി. ഓക്കെ അല്ലേ? എന്തേലും ചോദിക്കാനുണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല ഇല്ല. അടുത്തത് കമ്പനി ഇഷ്യൂഡ് 6% 2000 irredeemable debentures of 100, 10% premium, 50% ടാക്സ് ബ്രാക്കറ്റ്. കോസ്റ്റ് ഓഫ് ഡിബെഞ്ചർ കണ്ടു. അപ്പോൾ 6% ആണ്, 50% ടാക്സ് ബ്രാക്കറ്റ്, 100 രൂപ, 6 രൂപ ഡിബെഞ്ചറിന്റെ ഇൻട്രസ്റ്റ് വരും, 50%. അപ്പോൾ 6 into 1 minus 0.5. ഓക്കെ, അത് കഴിഞ്ഞു. എന്നിട്ട് ഡിവൈഡഡ് ബൈ PO. PO ഇവിടെ നോക്കുമ്പോൾ 10% പ്രീമിയത്തിലാണ് നമ്മൾ ഇതിനെ ഇഷ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇറക്കുന്നത്. അപ്പൊ 100. ഓക്കെ, ബാക്കി നിങ്ങൾ സോൾവ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് ബാക്കി നിങ്ങൾ ചെയ്താൽ മതി. ഇതെല്ലാം ഞാൻ ഇന്ന് ഷെയർ ചെയ്യാം. ഇരുന്ന് എല്ലാവരും കുത്തിയിരുന്ന് സോൾവ് ചെയ്ത്. കമ്പനി ഹാസ് ഇഷ്യൂഡ് 50,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് 100. ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് 90 രൂപ. ഇപ്പോഴത്തെ ഡിവിഡൻഡ് 8%. ഡിവിഡൻഡ് 10% കൂടും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഈസി ക്വസ്റ്റ്യൻ. അപ്പോ കറന്റ് ഡിവിഡൻഡ് 8 ആണ്. അപ്പൊ നമുക്ക് വേണ്ടത് D1 ആണ്. D1 10% ഗ്രോത്ത് ഉണ്ടെങ്കിൽ 8.8 ആവും. അപ്പൊ D1 8.8 ഡിവൈഡഡ് ബൈ മാർക്കറ്റ് വാല്യൂ 90. അതിന്റെ അപ്പുറത്ത് നമ്മൾ പ്ലസ് ചെയ്തിട്ട് നമ്മുടെ ഗ്രോത്തും കൂടെ 10% ഗ്രോത്തും കൂടെ എടുത്തു. റൈറ്റ്? സോ 8.8 ഡിവൈഡഡ് ബൈ 90 പ്ലസ് 0.10. Cost of each component of firm's capital multiplied by its weight. Cost into weight വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന സംഭവത്തിനെ നമ്മൾ എന്താ വിളിക്കുക? വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് capital. While calculating weighted average cost of capital, which is not considered. താഴെ പറയുന്നത് എന്താണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ? റീറ്റെയിൻഡ് ഏർണിംഗ്സ് ചെയ്യും. എന്ത് പറയുന്നു? ചെയ്യും. ബാങ്ക് ബോറോയിങ്സ് ഫോർ വർക്കിംഗ് ക്യാപിറ്റൽ, ഇത് ചെയ്യുവോ? വർക്കിംഗ് ക്യാപിറ്റൽ ലോണിന്റെ വ്യത്യാസം എന്താ? നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ അകത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന അല്ലെ എടുക്കുന്ന ലോൺ ഏതൊക്കെയാണ്? ലോങ് ടേം ലോൺ, ലോങ്ങർ ടൈം പീരീഡിന്റെ, വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന കടങ്ങൾ. ബാങ്ക് ബോറോയിങ്സ് ഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ഷോർട്ട് ടേം ലോൺ. ഓക്കെ അല്ലെ? അതുകൊണ്ട് നമ്മൾ അത് എടുക്കും. ആൻസർ ഇസ് ബി, ബാങ്ക് ബോറോയിങ് ഫോർ വർക്കിംഗ്. ബാക്കി കോസ്റ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഷെയർ എടുക്കും. നമ്മുടെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ആണ്, അതെടുക്കും. ബുക്ക് വാല്യൂ ആൻഡ് മാർക്കറ്റ് വാല്യൂലെ വെയ്റ്റ്സ് എടുക്കും, അതും ശരിയാണ്. ബട്ട് ഇത് മാത്രം നമ്മൾ എടുക്കാം. ഇന്റേണൽ സോഴ്സ് ഓഫ് ലോങ് ടേം ഫൈനാൻസ് ഏതാണ്? ഒന്ന് നോക്കിയിട്ട് പെട്ടെന്ന് പറയാമോ ആൻസർ? ഏതാണ്? ഇന്റേണൽ സോഴ്സിനകത്താണ്. ഇന്റേണലിനകത്ത് ഏതായാലും റീറ്റെയിൻഡ് ഏർണിംഗ്സ് വരുമല്ലോ, ഏതായാലും വരും. ഓക്കെ അല്ലേ? അപ്പൊ റീറ്റെയിൻഡ് ഏർണിംഗ്സ് ഉള്ള 2 ഓപ്ഷൻസ് ആണ്, ഓപ്ഷൻ എ ആൻഡ് ഓപ്ഷൻ സി. ഓക്കെ, ഇതുപോലത്തെ ചോദ്യം വരുമ്പോൾ ആദ്യം ഇതിന് വായിക്കുമ്പോൾ തന്നെ
നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇന്റർണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏതായാലും റീറ്റെയിൻഡ് ഏർണിങ്സ് വന്നിരിക്കും. അപ്പൊ അതുകൊണ്ട് റീറ്റെയിൻഡ് ഏർണിങ്സ് ഇല്ലാത്ത ഓപ്ഷൻസ് നമ്മൾ ഡിഡക്ട് ചെയ്ത് കളയും. റിഡക്ഷൻ മെത്തഡോളജി കട്ട് ചെയ്ത് കളയും. വേണ്ട, നമുക്ക് ഇതിനെ ഇനി നോക്കേണ്ട ആവശ്യം. ഇനി എ അല്ലെങ്കിൽ സി, റീറ്റെയിൻഡ് ഏർണിങ്സ് രണ്ടിലും. ഇനി ഇന്റർണൽ സോഴ്സ്. ഇന്റർണൽ എന്ന് പറഞ്ഞാൽ അകത്തെ ആൾക്കാർ, സ്വന്തം. ഈ ഡിബെഞ്ചറും ലോണും ടെക്നിക്കലി നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നതല്ല. ടേം ലോൺസ് ഒക്കെ നമ്മൾ ബാങ്കിൽ നിന്ന് എടുക്കുന്നതല്ല. അപ്പൊ അത് പുറത്തുനിന്ന് വരുന്നത്. അടുത്തത് ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സും നമ്മളുടെ ഓണേഴ്സ് അല്ലേ. അപ്പൊ ആ ലോജിക് വെച്ച് നോക്കുവാണെങ്കിൽ ഇന്റർണൽ, അകത്തെ ആൾക്കാരല്ലേ, ഓണർ ഇൻക്ലൂഡിംഗ് ആയിട്ടുള്ള സംഭവം നോക്കുവാണെങ്കിൽ ഓപ്ഷൻ എ. ഇതുപോലത്തെ ടെക്നിക്കൽ ചോദ്യങ്ങൾ വരും. ടെക്നിക്കൽ ആയിരുന്നു ഇത്. അതിനകത്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനൊക്കെ ചിലപ്പം ബുദ്ധിമുട്ട് വരും. അതൊക്കെ ആ ലോജിക് വെച്ചൊന്ന് സെറ്റാക്കി എടുക്കാം. അടുത്തത് കമ്പനി ഇഷ്യൂഡ് 10,000 ഇക്വിറ്റി ഷെയർ, 100 രൂപ ഫേസ് വാല്യൂ. ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ 95. ഇപ്പോഴത്തെ ഡിവിഡൻഡ് 4.5, 10% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. സെയിം നമ്മൾ കഴിഞ്ഞ ഒരു 8 റുപ്പീസിന്റെ ചെയ്തതുപോലെ തന്നെ, ഒരു വ്യത്യാസം ഇല്ലാത്ത. സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് നമ്മളുടെ D1 4.5, അതിനെ 1+ ഗ്രോത്ത് റേറ്റ് ചെയ്യുന്നു 0.10, എന്നിട്ട് താഴെ 98 ഇൻറ്റു അപ്പുറത്ത് പ്ലസ് ഗ്രോത്ത് റേറ്റ് സെപ്പറേറ്റ് ആയിട്ട്. അപ്പൊ ആദ്യം 4.5നെ ഒരു സ്റ്റെപ്പ് ഗ്രോത്തിലോട്ട് കൊണ്ടുവരുന്നു, താഴെ 98 ആൻഡ് പ്ലസ് 0.107. ഓക്കെ, അത് കഴിഞ്ഞു. കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് ഇസ് ഓൾ ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. 2 തവണ ഈ ചോദ്യം റിപ്പീറ്റ് ആയിട്ടുണ്ട്. റിപ്പീറ്റ് ആവാറുണ്ട് ചോദ്യങ്ങൾ. ലോങ് ടേം ഫൈനാൻസ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുക? ലോങ് ടേം ഫൈനാൻസ് നമ്മൾ ഫിക്സ്ഡ് അസറ്റ് മേടിക്കാൻ വേണ്ടിയിട്ടാണോ? യെസ്. ഓക്കെ, ഫിക്സ്ഡ് അസറ്റ് 3 ഉണ്ട്, 4 ഉണ്ട് ടെക്നിക്കലി. അപ്പൊ അതൊരു കാര്യം. അടുത്തത് വർക്കിംഗ് ക്യാപിറ്റലിനകത്ത് 2 തരത്തിലെ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ, പെർമനന്റും വേരിയബിൾ. ആൻഡ് ഈ പെർമനന്റ് സോഴ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ എപ്പോഴും ലോങ് ടേമിനാണ് എടുക്കുന്നത്. വേരിയബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ ഷോർട്ട് ടേമിനാണ് എടുക്കുന്നത്. അപ്പോൾ വേരിയബിൾ പാർട്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ല, പെർമനന്റ് പാർട്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ബിസിനസ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇവിടം വരെ ഓക്കെ അല്ല? അടുത്ത ചോദ്യം, ആ ടേബിൾ ഉണ്ടാക്കിയാൽ മതി. നമുക്ക് വെയ്റ്റ്സ് തന്നിട്ടുണ്ട് കേട്ടോ, ആൻഡ് കോസ്റ്റും തന്നിട്ടുണ്ട്. ജസ്റ്റ് ടേബിൾ ഉണ്ടാക്കും, സോൾവ് ചെയ്യും. ഓക്കെ, 28.57 ഇതിനകത്ത് വെയിറ്റ് അങ്ങനെയാണ് തന്നേക്കുന്നത്. അതാണ് ഇഷ്യൂ, വേറെ കുഴപ്പമൊന്നുമില്ല. സോ വെയ്റ്റ്സ് ആൻഡ് കോസ്റ്റ്. ആദ്യത്തെ വേസ്റ്റ് 28.57, രണ്ടാമത്തത് 9.53, മൂന്നാമത്തത് 14.28, അടുത്തത് 47.62. കോസ്റ്റ് ഇൻഡിവിജ്വലി തന്നിട്ടുണ്ട് 14.6, 10.5, 20 ആൻഡ് 18. അവർ തന്നോണ്ട് നമ്മൾ റീറ്റെയിൻഡ് ഏർണിംഗ്സിന്റെ കോസ്റ്റ് 18 എടുത്തു, ബിക്കോസ് ബട്ട് ഇക്വിറ്റിയുടെ കോസ്റ്റ് 20 ആണ്. ബട്ട് റീറ്റെയിൻഡ് ഏർണിംഗ്സിൽ അവർ അത് 18 പറഞ്ഞുകൊണ്ട് എടുത്തു, അല്ലെങ്കിൽ നമ്മൾ സെയിം തന്നെ എടുത്തു. ബാക്കി സെയിം, ബാക്കി നമ്മൾ ചെയ്യുന്നത്. ഇതിന്റെ ടോട്ടൽ എപ്പോഴും 100 ആയിരിക്കും. ഓക്കെ, വെയിറ്റ് ഡെസിമൽ ആണെന്നല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല. ക്വസ്റ്റ്യൻ സെയിം തന്നെയാണ്, വ്യത്യാസം. ഇത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ കേസിൽ എന്താണ് കറക്റ്റ്? വെൻ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസസ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഡിക്രീസസ്, thereby decreasing the cost of capital. അങ്ങനെ ഒന്നുമില്ല. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പം കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഡിക്രീസ് ആവും, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടും. അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമ്മൾ നോക്കിയിട്ടുണ്ട്, പക്ഷെ ഈ ചാപ്റ്ററിൽ. അടുത്തത് ടാക്സ് റേറ്റ് കൂടുമ്പോൾ കോസ്റ്റ് ഓഫ് ഡിബെഞ്ചർ കൂടും. ടാക്സ് റേറ്റ് കൂടുമ്പോൾ കോസ്റ്റ് ഓഫ് ഡിബെഞ്ചർ കൂടുവാണോ കുറയുവാണോ? ടാക്സ് റേറ്റ് കൂടിയാൽ കോസ്റ്റ് ഓഫ് ഡിബെഞ്ചർ കൂടുവാണോ കുറയോ? ഒന്ന് ചെക്ക്. 10 രൂപയുടെ ഡിബെഞ്ചർ ടാക്സ് നമുക്ക് ആദ്യം 30% വെച്ച് 1 - 0.3, ഫേസ് വാല്യൂ 100. ഓക്കെ,
ഇതെടുത്തു കഴിഞ്ഞാൽ 7% നമ്മളുടെ കോസ്റ്റ് ഓഫ് ഡിബെഞ്ചർ. സെയിം സം 10 രൂപ ടാക്സ് ഒന്ന് കൂട്ടുവാണ് ഞാൻ. 1 - 0.5 താഴെ 100 ഫേസ് വാല്യൂ. ഇതെടുത്തു കഴിഞ്ഞാൽ 5 രൂപയാണ് എന്റെ കോസ്റ്റ് ഓഫ് ഡിബെഞ്ചർ. അപ്പൊ ടാക്സ് കൂടിയാൽ കോസ്റ്റ് ഓഫ് ഡിബെഞ്ചർ കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ല? ടാക്സ് കൂടിയാൽ കോസ്റ്റ് ഓഫ് ഡെറ്റ് ഡിക്രീസസ്. ഓക്കെ അല്ലേ? സോ ആ പോയിന്റ് കറക്റ്റ് ആണ്. അടുത്തത്, an increase in the interest rate will affect the cost of debt and potentially the cost of capital. Okay. ഇനി ബി പോയിന്റ് മൊത്തം ഒന്ന് വായിക്കാം. ടാക്സ് കൂടിയാൽ കോസ്റ്റ് ഓഫ് ഡിബെഞ്ചർ കുറയും. അത് ഞാനിപ്പം പ്രൂവ് ചെയ്തും കാണിച്ചു. ബട്ട് ദെയർ ബൈ ഇൻക്രീസിംഗ് ദി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ വെയ്റ്റഡ് ആവറേജ് എത്ര? അപ്പൊ അതിനെ പറ്റി നമുക്ക് പറയാൻ പറ്റും. ടാക്സ് കൂടിയാൽ കോസ്റ്റ് ഓഫ് ഡിബെഞ്ചർ കുറയും, അതൊക്കെ. പക്ഷെ വെയ്റ്റഡ് ആവറേജ് ഇൻക്രീസ് ആവും എന്ന് നമുക്ക് എടുത്തു പറയാനൊന്നും പറ്റത്തില്ല. അത് ചെയ്ത് നോക്കാം. ബട്ട് സി ഒരു ആപ്റ്റ് രീതിയിലാണ് സംസാരിക്കുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയാൽ എന്റെ കോസ്റ്റ് ഓഫ് ഡെറ്റും അഫക്റ്റ് ആവും. എങ്ങനെ അഫക്റ്റ് ആവും എന്ന് പറഞ്ഞിട്ട്. ആൻഡ് പൊട്ടൻഷ്യലി കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും അഫക്റ്റ് ആവും. എങ്ങനെ അഫക്റ്റ് ആവും എന്ന് പറയുന്നില്ല. ഓക്കെ അല്ലേ? സോ അഫക്റ്റ് ആവും. ഓപ്ഷൻ സി ആണ് അത് പറയാം. അടുത്തത് 8% ഡിബെഞ്ചർ, 10 രൂപ ഫേസ് വാല്യൂ, 100 lakhs ആണ്. ടാക്സ് ബ്രാക്കറ്റ് 30%. കോസ്റ്റ് ഓഫ് ഡിബെഞ്ചർ കണ്ടുപിടിക്കണം. ഈസിയാണ്, ചെയ്യാൻ പറ്റും. സോ 8%ന്റെ 10 രൂപയുടെയാണ് 8% തവണ എടുക്കേണ്ടത്. അപ്പൊ ഇൻട്രസ്റ്റ് എമൗണ്ട് വരുമ്പോൾ 8 രൂപ അല്ല വരുന്നത്, 0.8 ആണ്. ഓക്കെ അല്ലേ? സോ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മളെപ്പോഴും ഇൻട്രസ്റ്റ് 100ന്റെ എടുക്കുന്നതുകൊണ്ടായിരുന്നു ഇൻട്രസ്റ്റ് തന്നെ ഇൻട്രസ്റ്റ് എമൗണ്ട് വരുന്നത്. പക്ഷെ ഇവിടെ ഫേസ് വാല്യൂ നമുക്ക് 10 രൂപ എന്ന് പറയുന്നു. അതുകൊണ്ട് 8% എടുക്കുമ്പോൾ 10 രൂപയിലായിരിക്കും ഇൻട്രസ്റ്റ് എമൗണ്ട് ഒന്ന് ചേഞ്ച് കേട്ടോ. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഡിബെഞ്ചേഴ്സ് വർത്ത് 100 lakhs, കൂപ്പൺ റേറ്റ് 10%, റിയലൈസ്ഡ് 97.5, കമ്പനി 30% ടാക്സ് ബ്രാക്കറ്റിലാണ്. ആൻഡ് 5% കഴിഞ്ഞ് എറ്റ് പാർ ഇതിനെ റീപേ ചെയ്യും. അപ്പൊ നമ്മുടെ റിഡംഷന്റെ മെത്തഡോളജിയാണ് എറ്റ് പാർ ആണ് റീപേ ചെയ്യുന്നത്. അപ്പൊ ഇൻട്രസ്റ്റ് 10, ഓക്കെ, ഫേസ് വാല്യൂ 10, 100. അപ്പൊ 10 രൂപയുടെ ഇൻട്രസ്റ്റ് ഇൻടു 1 - ടാക്സ് റേറ്റ് 0.3 പ്ലസ് ആർ വി. റിഡീം ചെയ്യുന്നത് എറ്റ് പാർ ആണ്. അപ്പൊ 100 രൂപ മൈനസ് ആർ വി മൈനസ് പി ഒ പറഞ്ഞിട്ടുണ്ട് റിയലൈസ്ഡ് 97. ഓക്കെ അല്ലേ? സോ പി ഒ 97.5 ഹോൾ ഡിവൈഡഡ് ബൈ ആർ വി പ്ലസ് പി ഒ ഡിവൈഡഡ് ബൈ 2 ആൻഡ് ഇവിടെ ഡിവൈഡഡ് ബൈ. ക്ലിയർ ആണോ? ഞാൻ പെട്ടെന്നാണോ പോകുന്നത്? ബാക്കിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ആയിട്ട് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. ഒരു കുഴപ്പമില്ല, ഒരു കുത്തോ ഒന്നുമില്ല ഇതിനകത്ത്. അടുത്ത ചോദ്യം കൂപ്പൺ റേറ്റ് എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയാ? കൂപ്പൺ റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഓക്കെ. അടുത്തത് 10% preference shares of 100 each. Redeemable after 10 years. Flotation cost 2. Tax rate 30. അപ്പൊ പ്രിഫറൻസ് ഷെയറിന്റെ കേസിൽ ടാക്സ് നമ്മൾ അല്ലെങ്കിലും ബാധിക്കുന്നില്ല. ഓക്കെ, നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. സോ പ്രിഫറൻസ് ഡിവിഡൻഡ് 10 രൂപ പ്ലസ് ആർ വി റിഡീമബിൾ ആഫ്റ്റർ 10 year അറ്റ് ഫേസ് വാല്യൂ എന്ന് എടുത്തു പറയുന്നു. ഓക്കെ അല്ലേ? സോ അറ്റ് ഫേസ് വാല്യൂ വരുമ്പോൾ 100 രൂപ തന്നെ ഫേസ് വാല്യൂ. ആർ വി വരുന്നത് മൈനസ് പി ഒ വരുന്നത് ഫ്ലോട്ടേഷൻ കോസ്റ്റ് 2 രൂപ എടുത്ത് പറയുന്നത്. പി ഒ വരുമ്പോൾ 98 രൂപ. ഡിവൈഡഡ് ബൈ നമ്മളുടെ ടൈം പീരീഡ് 10 വർഷമാണ് നമ്മുടെ ടൈം. ഹോൾ ഡിവൈഡഡ് ബൈ 100 പ്ലസ് 98 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, സോ അത് വെച്ച് സോൾവ് ചെയ്ത് ആൻസർ. അടുത്തത് എ ലിമിറ്റഡ് ഇഷ്യൂഡ് ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 lakhs comprising 1 lakh share of 10 rupees each. ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ തന്നിട്ടുണ്ട്, ഇപ്പോഴത്തെ ഡിവിഡൻഡ് തന്നിട്ടുണ്ട്, ഡിവിഡൻഡിന്റെ ഗ്രോത്ത്. ഡിവിഡൻഡ് ഇപ്പൊ 5, ഗ്രോത്ത് റേറ്റ് 5%. അപ്പൊ T1 കിട്ടും. മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ട്. അപ്പൊ T1 ഡിവൈഡഡ് ബൈ 50 പ്ലസ് 0.0 ഡയറക്റ്റ്. അപ്പൊ കോസ്റ്റ് ഓഫ് ഇക്വിറ്റിക്കകത്ത് അല്ലെ ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ ചാപ്റ്ററിനകത്ത് ഈസി ആൻഡ് ഡയറക്റ്റ് ക്വസ്റ്റിനെ വരത്തുള്ളൂ. ഇപ്പോൾ കാര്യങ്ങളൊന്നും അധികം ടെൻഷൻ അടിക്കാതെ നമുക്ക് ചെയ്യാം.
അടുത്തത് ഇക്വിറ്റി ഷെയർസ് 25 ലക്ഷം 100 രൂപ ഫേസ് വാല്യൂ ആണ്. ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ 110. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് വന്നിട്ടുണ്ട് 5 ലക്ഷം. ഗ്രോത്ത് റേറ്റ് 10%. ഏർണിംഗ് പ്രൈസ് മോഡലിന്റെ ബേസിസ് ആണ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. അപ്പൊ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഇപ്പോഴത്തത് ഓക്കെ അല്ലെ, കറണ്ട് 5 ലക്ഷം. നമ്പർ ഓഫ് ഷെയർ നമുക്ക് എത്ര? 25,000. അപ്പൊ 5 ലക്ഷത്തിന്റെ 25,000 വെച്ച് നമുക്ക് EPS കണ്ടുപിടിക്കണം. ആൻഡ് ആ EPSനകത്ത് ഗ്രോത്ത് ഉണ്ട് 10%. ഓക്കെ അല്ലേ, and divided by the current market price 10. So, ഒന്ന് നോക്കിയേക്ക. So, നമ്മുടെ ഇപ്പോഴത്തെ EPS it will be 5 lakh divided by 25,000. 20 rupees ആണ് ഇപ്പോഴത്തെ EPS. ഇതിനെ ഗ്രോത്ത് ഉണ്ടാക്കണം. ഗ്രോത്ത് എത്ര? 10%. So, this will be 1.22 divided by 100. Okay, that's it. Which of the following is correct regarding the cost of retained earnings in the basis lend? Since the company is not required to pay dividend on retained earnings, there is no cost associated. That retained earnings will cost equity the cost. Opportunity cost of foregone dividend must be considered as the cost of retained earnings. Yes, option B. Which of the following statement is or are correct? Weighted average cost of capital using the book value weights will be generally understated if market value of the share is higher than the book value. ശ്രദ്ധിച്ച് വായിക്കണം. വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു കോൺസെപ്റ്റ് ആണ്, ബട്ട് വായിച്ച് മനസ്സിലാക്കണം. അവർ പറയുന്നത് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ബുക്ക് വാല്യൂ വെച്ച് ഞാൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് അണ്ടർസ്റ്റേറ്റഡ് ആയിരിക്കും. അണ്ടർസ്റ്റേറ്റഡ് എന്ന് വെച്ചാൽ അത് കുറവായിരിക്കും ഇഫ് മാർക്കറ്റ് വാല്യൂ കൂടുതലാണെങ്കിൽ. മാർക്കറ്റിൽ വിലയെല്ലാം കൂടുതലാണ് കിടക്കുന്നത് ഷെയറിന്റെ ഒക്കെ. ഞാൻ ബുക്ക് വാല്യൂ വെച്ച് എടുക്കുന്നുണ്ട്, അങ്ങനത്തെ ബേസിസിൽ എന്റെ ആ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് അണ്ടർസ്റ്റേറ്റഡ് ആയിരിക്കും. അടുത്തത് ദ റിലേഷൻഷിപ്പ് ഓഫ് ബുക്ക് വാല്യൂ ആൻഡ് മാർക്കറ്റ് വാല്യൂ ഓഫ് സെക്യൂരിറ്റീസ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദി കാൽക്കുലേഷൻ ഓഫ് വെയ്റ്റ്. ഏതായാലും ബി അല്ല. ഓക്കെ, നത്തിങ് ടു ഡു എന്നാണ് പറയുന്നത്. അപ്പൊ ഓപ്ഷൻ എ എന്നാണ്. ഓക്കെ, കഴിയുന്നു. ലാസ്റ്റ് ചോദ്യം. ഇക്വിറ്റി ഷെയർ 4 ലക്ഷം, 8% ഡിബെഞ്ചേഴ്സ് ഉണ്ട്. നമുക്ക് ബീറ്റ തന്നു, ഓർക്കുന്നുണ്ടോ ബീറ്റയുടെ? ആൻഡ് ഡു യു റിമെമ്പർ CAPM നമ്മൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കാം. അപ്പോൾ അവരെപ്പോഴും CAPM തന്നിട്ട് CAPM കണ്ടുപിടിക്കാനോ എന്ന് പറയത്തില്ല. അവർ ചിലപ്പം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടി. ഓക്കെ, സോ CAPM നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇക്വിറ്റി ഷെയറിന്റെ അമൗണ്ട് തന്നിട്ടുണ്ട്, ഡിബെഞ്ചറിന്റെ പെർസെന്റേജ് തന്നിട്ടുണ്ട്, ആൻഡ് അമൗണ്ട് തന്നിട്ടുണ്ട്. ബീറ്റ 2 ആണ്. റിസ്ക് ഫ്രീ റേറ്റ് ആൻഡ് മാർക്കറ്റ് റിസ്ക് പ്രീമിയം തന്നിട്ടുണ്ട് 5%, 4%. ഓക്കെ, നമ്മൾ ടാക്സ് ബ്രാക്കറ്റ് 30% ആണ്. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് കണ്ടുപിടിക്കാം. നോക്കാം. CAPMന്റെ ഫോർമുല ഇറ്റ് ഈസ് IRF പ്ലസ് RM minus IRF into the beta. IRF തന്നിട്ടുണ്ട് 4 പ്ലസ് ഈ മാർക്കറ്റ് റിസ്ക് പ്രീമിയം എന്ന് പറഞ്ഞാൽ ആ ബ്രാക്കറ്റിന്റെ ആൻസർ ഇപ്പൊ 4 ആണ്. ആൻഡ് പിന്നെ ബീറ്റ 2. ഓക്കെ, സോ ദിസ് വിൽ ബി 5 പ്ലസ് 8, 13 ആണ് നമ്മളുടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. നമുക്ക് 2 സംഭവമാണുള്ളത്, ഇക്വിറ്റി ഉണ്ട്, ഡിബെഞ്ചർ. ഇക്വിറ്റിയുടെ കോസ്റ്റ് നമ്മളിപ്പോ കണ്ടുപിടിച്ചു. ഡിബെഞ്ചറിന്റെ കോസ്റ്റ് നോക്കാം. 8% ഡിബെഞ്ചറിന്റെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കൂപ്പൺ റേറ്റ്. ആൻഡ് അവിടെ നമുക്ക് 30% ടാക്സ് ബ്രാക്കറ്റ് ഉള്ളത്. 8%ന്റെ 100 രൂപ ഫേസ് വാല്യൂ അസ്യൂം ചെയ്ത് തന്നെ പോയേക്കാം. സോ 8ന്റെ 5.6. അമൗണ്ട് ഇക്വിറ്റിക്ക് 4 ലക്ഷം ആൻഡ് ഡിബെഞ്ചേഴ്സിന് 1 ലക്ഷം. ടോട്ടൽ 5 ലക്ഷം. ബാക്കി ഈ ടേബിൾ സോൾവ് ചെയ്ത് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് കണ്ടു. ഓക്കെ അല്ലെ? കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ അത് ഇത്ര ഉണ്ട്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ സ്പെസിഫിക് ആയിട്ട്? ക്ലിയർ അല്ലേ?
നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് കിടക്കാം. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ നമുക്കുള്ളത് ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ്. ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ഒരു ഇഷ്യൂ പറഞ്ഞു തരാം എന്താണ്. ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ആ തിയോറീസ് ഒക്കെ നിങ്ങൾ ഓർക്കുന്നു. ക്യാപിറ്റൽ സ്ട്രക്ചർ തിയോറീസ് ഓർക്കുന്നു. നെറ്റ് ഇൻകം അപ്രോച്ച്, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം, ആ പറയുന്ന ആ തിയോറിയുടെ ബേസിസിലായിരിക്കും ക്യാപിറ്റൽ സ്ട്രക്ചർ ചോദ്യങ്ങൾ കേട്ടോ. ബിക്കോസ് അത് ഒത്തിരി ഇമ്പോർട്ടൻ്റ്. ആ തിയോറീസ് ആണ് ഇതിന്റെ എല്ലാം. നമുക്കൊന്ന് ചെയ്തെടുക്കാം പെട്ടെന്ന്. ബ്രേക്ക് വല്ലതും വേണമെങ്കിൽ പറയാം. Decision relating to mix of debt and equity, the balance sheet. എന്താ വിളിക്കുക? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഡെറ്റ് പ്ലസ് ഇക്വിറ്റിയുടെ കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടാക്കണം, എന്തോരം ഉണ്ടാക്കണം എന്നുള്ള ഒരു സംഭവത്തിനുള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ പറയും. ഓക്കെ, അത് കഴിഞ്ഞു. Which approach in the capital structure argues that the overall capitalization rate, that is overall capitalization rate എന്ന് പറഞ്ഞാൽ weighted average cost of capital, and the cost of debt remains constant for all degree of leverage. ഏത് മെത്തഡാണ് എന്റെ WACCയും കോസ്റ്റ് ഓഫ് ഡെറ്റും കോൺസ്റ്റന്റ് ആണെന്ന് പറയും? പറയാം. NI അപ്രോച്ച് ആണോ, NOI അപ്രോച്ച് ആണോ? വോൾട്ടറും ഗോർഡനും ഒരിക്കലും അല്ല, അത് ഡിവിഡന്റിന്റെ മോഡലാണ്. അത് രണ്ടും ഇവിടുന്ന് അങ്ങ് എടുത്ത് കളയാം. അല്ലേ ഓപ്ഷൻ എ ആണ്, അല്ലേ ഓപ്ഷൻ ബി ആണ്. പെട്ടെന്നൊന്ന് പറയാം ഏതാണ്? NOI approach. NOI approach. Yes. Option B, NOI approach. ഓക്കെ, ഒരു ഫേമിന്റെ അടുത്ത് ഓപ്പറേറ്റിംഗ് ലെവറേജ് ഉണ്ട് 5ന്റെ, ഫൈനാൻഷ്യൽ ലെവറേജ് ഉണ്ട് 4ന്റെ, ഇൻട്രസ്റ്റ് ഉണ്ട് 3, വേരിയബിൾ കോസ്റ്റ് ആസ് എ പെർസെന്റേജ് ഓഫ് സെയിൽസ് 77%, ടാക്സ് റേറ്റ് 40%, ഫിക്സ് കോസ്റ്റ് ഒക്കെ കണ്ടുപിടിച്ചു. ഓക്കെ, സോ നമ്മുടെ കോൺസെപ്റ്റ് എങ്ങനെയാണ് പോകുന്നത്? സെയിൽസിന്റെ അകത്ത് നിന്ന് സബ്ട്രാക്ട് ചെയ്യുന്നത് വേരിയബിൾ കോസ്റ്റ്, നമുക്ക് കിട്ടുന്നത് കോൺട്രിബ്യൂഷൻ, പിന്നെ നമ്മൾ ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുന്നതാണ് ഫിക്സ്ഡ് കോസ്റ്റ്, നമുക്ക് കിട്ടുന്നു EBIT. പിന്നെ നമുക്ക് വേറെ കുറച്ച് ഇൻഫർമേഷൻസ് തന്നേക്കുന്ന എന്താ? ഇൻട്രസ്റ്റിന്റെ ബേർഡൻ 300. അപ്പോൾ ഈ പറയുന്ന EBIT-ക്കകത്തുനിന്ന് ഞാൻ സബ്ട്രാക്ട് ചെയ്യുന്ന ഇൻട്രസ്റ്റ്, അപ്പോഴാണ് എനിക്ക് PBT കിട്ടുന്നത്. ഇൻട്രസ്റ്റ് എനിക്ക് കിട്ടും, വേറെ എനിക്ക് അങ്ങനെ എടുത്തൊന്നും. ബാക്കി ഓപ്പറേറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ലെവറേജ്, നമുക്ക് ആ ഫിനാൻഷ്യൽ ലെവറേജ് ആദ്യം എടുക്കും. ഫിനാൻഷ്യൽ ലെവറേജിന്റെ ഫോർമുല പറയാം. EBIT by PBT. EBIT by PBT. ഓക്കെ, ഫിനാൻഷ്യൽ ലെവറേജ് എത്ര ആണെന്ന് ചോദ്യം പറയുന്നത്. ഫിനാൻഷ്യൽ ലെവറേജ് 4 ആണ്. ഈ EBIT by PBT, എനിക്ക് ഈ PBT എന്ന് പറയുന്ന സംഭവത്തിന് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുമല്ലോ. EBIT ഡിവൈഡഡ് ബൈ EBIT മൈനസ് 300 എന്ന് പറയാമോ എനിക്ക് PBT? യെസ്. എന്നിട്ട് എന്താ ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ. അപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി 4 times EBIT minus 1200 is equal to EBIT. EBIT എല്ലാം ഒരു സൈഡ് വെക്കുന്നു. അപ്പൊ നമ്മുടെ ഇവിടെ 3 times EBIT equal to 1200 and EBIT equal to 1200 divided by 3, 4. So EBIT കിട്ടി എനിക്ക് 4. ഓക്കെ, EBIT 400 കിട്ടി. ഇനി അടുത്ത സംഭവം, ഇനി നമുക്ക് തന്നേക്കുന്നത് ഓപ്പറേറ്റിംഗ് ലെവറേജ്. ഓപ്പറേറ്റിംഗ് ലെവറേജിന്റെ ഫോർമുലയാണ് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT. അപ്പൊ EBIT എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് ലെവറേജ് 5 ആണ്. ഓപ്പറേറ്റിംഗ് ലെവറേജ് ഇസ് 5, EBIT is 400. അപ്പൊ കോൺട്രിബ്യൂഷൻ കിട്ടും. കോൺട്രിബ്യൂഷൻ വിൽ ബി 400 into 5, 2000. കോൺട്രിബ്യൂഷൻ 2. അപ്പൊ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഫിക്സ് കോസ്റ്റ് ആണ്. ക്വസ്റ്റ്യൻ പറയുന്നത് ഫൈൻഡ് ദി ഫിക്സ് കോസ്റ്റ്. 2000 രൂപയുടെ കോൺട്രിബ്യൂഷനിൽ നിന്ന് എന്തോ ഫിക്സ് കോസ്റ്റ് മൈനസ് ചെയ്തിട്ടാണ് 400 രൂപയുടെ EBIT. എത്ര ആയിരിക്കും? ഓബ്വിയസ്ലി 1600. 2000 ന് 1600 പേരല്ലേ 400 പേർക്ക്. ആൻസർ 1600. ഓപ്ഷൻ ചെക്ക് ചെയ്യാം. ഓപ്ഷൻ
ബാക്കി സെയിൽസ്, വേരിയബിൾ കോസ്റ്റ്, ഇതൊക്കെ ടാക്സ്, ഇതൊക്കെ തമ്മിൽ വെറുതെ കൺഫ്യൂസ് ആക്കുവാണ്. നിങ്ങളെ കൊണ്ട് കുറച്ചുകൂടെ കൂടുതൽ പണിയെടുപ്പിക്കാം. അത് വേറെ ഒന്നും. ഓക്കെ, അടുത്തത് MNC expects its sales to increase by 10% from the current level of 5 million. ഇപ്പോഴത്തെ അവരുടെ സെയിൽ 50 ലക്ഷമാണ്. അത് 10% കൂടും എന്നാണ് അവർ പറയുന്നത്. നെറ്റ് പ്രോഫിറ്റിന്റെ മാർജിൻ 8% ആണ്. പേ ഔട്ട് റേഷ്യോ 30%. ഫൈനാൻസിങ് നെക്സ്റ്റ്, അത് വെച്ച് ഇന്റേണൽ സോഴ്സിൽ നിന്ന് എന്തോരം കിട്ടും. ഓക്കെ, ആദ്യം എല്ലാവരും ആ ചോദ്യം ഒന്ന് വായിച്ചു, നല്ലോണം വായിച്ച് മനസ്സിലാക്കി ബാക്കി സോൾവ് ചെയ്യും. ഓക്കെ അല്ലേ? നമ്മളോട് ചോദിക്കുന്നത് എന്താന്ന്, ഒരു കമ്പനിയുടെ ഇപ്പോഴത്തെ സെയില് 5 മില്യൺ. 5 മില്യൺ എന്ന് പറഞ്ഞാൽ 50 ലക്ഷം. ഓക്കെ, അവര് പറയുന്നു ദാറ്റ് ഈ സെയില് 10% കൂടും. 8% നമ്മളുടെ പ്രോഫിറ്റ് മാർജിൻ ആണ്. പേ ഔട്ട് റേഷ്യോ 30%. എന്ന് വെച്ചാൽ നമ്മൾ എന്തോരം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു അതിന്റെ 30% ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കും. 70% റീറ്റെയിൻ ചെയ്യും. ഓക്കെ, ഈ റീറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാലാണ് റീറ്റെയിൻഡ് ഏർണിങ്സ് വരും. ഈ റീറ്റെയിൻഡ് ഏർണിങ്സ് ആണല്ലോ നമ്മുടെ ഇന്റേണൽ സോഴ്സ്. നമ്മളോട് ഇത്ര ചോദിച്ചോട്ടെ, എല്ലാം കഴിഞ്ഞ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്തോ, ഇന്റേണൽ സോഴ്സ് എന്തോ ചെയ്തേക്കാം. സെയിൽസ് ഇപ്പൊ 50 ലക്ഷം, ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് 10%, 55 ലക്ഷം. 50 ലക്ഷത്തിന്റെ സെയിൽ ഇനി അങ്ങോട്ട് 55 ലക്ഷം ആയി. ആൻഡ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് 8% ആണെന്നാണ് പറയുന്നത്. നെറ്റ് പ്രോഫിറ്റ് നമ്മളുടെ ഇപ്പോഴത്തെ സെയിൽസിന്റെ 0.08%. ഇതാണ് എന്റെ നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ അല്ലെ? ശ്രദ്ധിക്കണം, ഓപ്ഷനകത്ത് കിടപ്പുണ്ട് ഇത്, അവിടെ പോയി ടിക്ക് അടിക്കാൻ. നമ്മളോട് നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനല്ല പറഞ്ഞേ, റീറ്റെയിൻഡ് ഏർണിങ്സ് എന്തോരുമാണ് അത് പറഞ്ഞേക്കാം. ഇനി ഇതെന്റെ നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ ഇതിൽ നിന്ന് ഞാൻ ഡിവിഡൻഡ് കൊടുത്തു. എത്ര? 30% ഡിവിഡൻഡ്. ഓക്കെ, ബാക്കി എന്റെ കയ്യിലുള്ളതാണ് റീറ്റെയിൻഡ് ഏർണിങ്സ്. അതെത്ര? മൈനസ് 3,08,000. ഇതാണ് എന്റെ റീറ്റെയിൻഡ് ഏർണിങ്സ്. ഇതാണ് എന്റെ ഇന്റേണൽ സോഴ്സ്. ചെക്ക് ചെയ്യാം, 3,08,000 ആണ്. ഓക്കെ അല്ലേ? വേണം ഇതൊന്ന് നോട്ട് ചെയ്തോ, ജസ്റ്റ് ഇൻ കേസ് ആവശ്യമുണ്ടെങ്കിൽ. ഓക്കെ, ക്ലിയർ ആണ് എല്ലാവർക്കും? ഇതിന്റെ ആൻസർ ഒന്ന് പറയാം. ഇഫ് എ കമ്പനി acquired a helicopter for its top management for a certain period on a fixed payment, which of the following will be true regarding leverage? Degree of operating leverage will increase, degree of financial leverage will increase, degree of operating leverage will decrease, degree of combined leverage will remain unchanged. ഓപ്ഷൻ എ. ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലെവറേജ് വിൽ ഇൻക്രീസ് എന്ന് പറയുന്നു. കാരണവും കൂടെ പറയാം എന്തുകൊണ്ടാ ഓപ്ഷൻ. ബിക്കോസ് അതാണല്ലോ ഈ ചോദ്യത്തിന്റെ എല്ലാം. എന്തുകൊണ്ട് തോന്നും? ബിക്കോസ് അത് ഫോർ എ ഫിക്സഡ് പീരിയഡ് ഓഫ് ടൈമിലേക്ക് എടുത്തേക്കുന്നല്ലേ? നമ്മൾ ഫിക്സഡ് പേയ്മെന്റ് ചെയ്യുന്നു ഫോർ എ സർട്ടൻ പീരിയഡ്. ഫിക്സ്ഡ് പേയ്മെന്റ് ഫോർ എ സർട്ടൻ പീരിയഡ്. കുറച്ച് നാളത്തേക്ക് നമ്മൾ ഫിക്സ്ഡ് പേയ്മെന്റിൽ കുറച്ച് നാളത്തേക്ക് മാത്രം ഒരു ഹെലികോപ്റ്റർ മേടിക്കുവാണ്. എപ്പോഴും നമ്മൾ മേടിച്ച് വെക്കുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ഹെലികോപ്റ്റർ മേടിച്ചു കുറച്ച് നാളത്തേക്ക് മാത്രം ഒരു ഫിക്സ്ഡ് പേയ്മെന്റിൽ. ദാറ്റ് മീൻസ് റെന്റ് ആണ് കൊടുക്കുന്നത്, വാടകയാണ്. ഈ റെന്റ് എന്ന് പറയുന്ന സംഭവം
ഏത് കോസ്റ്റിനകത്ത് വരും? ഫിക്സ്ഡ് കോസ്റ്റിനകത്താണോ വരുന്നത്, അല്ലെ ഇൻട്രസ്റ്റ് കോസ്റ്റ്? ഫിക്സ്ഡ് കോസ്റ്റ് അല്ലേ? ഫിക്സ്ഡ് കോസ്റ്റ് പഠിപ്പിച്ചപ്പോ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നമ്മളുടെ ഫാക്ടറിയുടെ വാടക, നമ്മുടെ ഓഫീസിന്റെ റെന്റ്, അതുപോലുള്ള എല്ലാ കാര്യങ്ങളും ഫിക്സ്ഡ് കോസ്റ്റിനകത്താണ് വരുന്നത്. ഓക്കെ അല്ലെ? അതേപോലെ ഈ ഒരു ഹെലികോപ്റ്റർ നമ്മൾ കുറച്ച് നാളത്തേക്ക് വാടകയ്ക്ക് എടുത്തേക്കുവാണ്. സോ അതെനിക്ക് ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. ഫിക്സ്ഡ് കോസ്റ്റ് കൂടിയാൽ, ഇപ്പൊ പുതിയ വാടക വരുമല്ലോ എൻ്റെ അടുത്ത്, അപ്പൊ ഫിക്സ്ഡ് കോസ്റ്റ് കൂടിയാൽ എനിക്ക് എന്താ കൂടുന്നത്? ഓപ്പറേറ്റിംഗ് ലെവറേജ് കൂടും. ഓക്കെ അല്ലെ? ഓപ്ഷൻ എ തന്നെ കറക്റ്റ് ആണ് പറഞ്ഞത്. കാരണം ഇതായിരുന്നു. ക്ലിയർ ആണോ എല്ലാവർക്കും? എനി ഡൗട്ട്സ്? അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വാലിഡ് അസംഷൻ എന്നാണ് ചോദിച്ചേക്കുന്നത് ഓഫ് MM അപ്രോച്ച്. MM അപ്രോച്ചിന്റെ വാലിഡ് അസംഷൻ ഏതാണ് ഇല്ലാത്തത്? ആദ്യത്തേത്, സെക്യൂരിറ്റീസ് ആർ ഇൻഡെഫിനിറ്റ്ലി ഡിവിസിബിൾ. ലാക്ക് ഓഫ് ഫ്രീ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ. ട്രാൻസാക്ഷൻ കോസ്റ്റ് ആർ സീറോ. നോ ടാക്സേഷൻ. ഏതാണ്? A, securities are indefinitely divisible. Okay, where are Hilo? ബി അല്ലേ? B ആണോ D ആണോ? D. അവിടെ ബി ആണ് സർ. ബി. D, no taxation. Lack of free flow of information. B. Lack of free flow of information. B. Okay. അതെന്തുകൊണ്ട് അങ്ങനെ തോന്നുന്നു? അപ്രോച്ചിന്റെ ഇതില് സെക്യൂരിറ്റീസ് ഇൻഫിനിറ്റ്ലി ഡിവിസിബിൾ ആന്ന് പറയല്ലോ, പക്ഷെ അത് ഇന്ത്യയിൽ ആപ്ലിക്കബിൾ അല്ല. അല്ല, നമ്മൾ ഇന്ത്യൻ ആപ്ലിക്കബിലിറ്റി ഒന്നും നോക്കുന്നില്ല. നമ്മൾ ആ പുള്ളി പറഞ്ഞത് മാത്രം ചെക്ക് ചെയ്താൽ മതി. നമ്മുടെ ഇന്ത്യയിൽ അത് ആപ്ലിക്കബിൾ ആണോ എന്ന് നമ്മൾ നോക്കണ്ട. അപ്പോ പക്ഷെ പുള്ളി പറയുന്നുണ്ടല്ലോ, പുള്ളി അത് പറയുന്നുണ്ട്. അപ്പൊ ആ ലോജിക് വെച്ച് നോക്കുകയാണെങ്കിൽ ഓക്കെ ആണ്. ഈ ടാക്സിനെ പറ്റി എന്താണ് പറഞ്ഞേക്കുന്നത്? ടാക്സ് ഇല്ല എന്ന് ഏത് മോഡലാ പറയുന്നത്? NOI അപ്രോച്ച് അല്ലേ ടാക്സ് ഇല്ല എന്ന് പറയും. പിന്നെ ഡു യു റിമെമ്പർ, ഞാൻ ക്ലാസ്സിൽ ഒരു കാര്യം പറഞ്ഞു, ദാറ്റ് എപ്പോഴെങ്കിലും NOI അപ്രോച്ച് തന്നിട്ട് ടാക്സ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ MM മോഡലാണ് എടുക്കുന്നത്. അപ്പൊ MM മോഡലിനകത്ത് ടാക്സ് ഉണ്ട്. MM മോഡൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ടാക്സ് ഉണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ പറഞ്ഞേക്കുന്നത് നോ ടാക്സേഷൻ ആണ്. സോ നമുക്ക് ഇവിടെ എന്താ വേണ്ടത്? നോട്ട് എ വാലിഡ് അസംഷൻ ആണ്. നോട്ട് എ വാലിഡ്. അപ്പൊ അതുകൊണ്ട് നോ ടാക്സേഷൻ ആണ് ഇവിടുത്തെ നോട്ട് വാലിഡ് അസംഷൻ. MM അപ്രോച്ചിൽ ടാക്സ് ഉണ്ട്. അതിന്റെ കാരണം എങ്ങനെയാണെന്ന്, ബിക്കോസ് നമ്മൾ MM അപ്രോച്ചിന്റെ ഫോർമുല ഓർക്കുന്നുണ്ടോ? ക്യാപിറ്റൽ സ്ട്രക്ചറിനകത്ത് നമ്മൾ വാല്യൂ ഓഫ് ലെവേർഡ് ഫേം ആൻഡ് വാല്യൂ ഓഫ് അൺലെവേർഡ് ഫേം രണ്ടും എടുക്കത്തില്ല. ആൻഡ് ഈ വാല്യൂ ഓഫ് അൺലെവേർഡ് ഫേം എടുക്കുമ്പോൾ ടാക്സ് മൈനസ് ചെയ്തിട്ടല്ലേ നമ്മൾ എടുക്കാറുള്ളത്. ഓർക്കുന്നുണ്ടോ? അപ്പൊ ടാക്സ് ഉണ്ട്, പക്ഷെ ഇവര് പറയുന്ന നോ ടാക്സ്. അതുകൊണ്ട് ഇവിടെ ഇതാണ് ഇവിടെ കറക്റ്റ്. ക്ലിയർ ആണോ? അപ്പൊ ഒന്നും ചെയ്യാനില്ല. ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ച ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ അതിനെ വെറും സോൾവ് ചെയ്യാൻ മാത്രം ഫോക്കസ് ചെയ്യും. അതിനെ 100% ഒന്ന് മനസ്സിലാക്കി ഫോക്കസ് ചെയ്യും. ഓക്കെ അല്ല? ബാക്കി അത് ആ രീതിയിലേ വരത്തുള്ളൂ. FMനകത്ത് ഒരിക്കലും ഭയങ്കര ടഫുള്ള രീതിയിൽ ചോദ്യങ്ങൾ വരത്തില്ല. നിങ്ങൾ ചെയ്തതൊക്കെ വരത്തുള്ളൂ. ഇതുവരെ ഏതെങ്കിലും ചോദ്യം നിങ്ങൾ ചെയ്യാത്തതുണ്ടായിരുന്നു? നിങ്ങൾ ചെയ്തതാണല്ലോ. പക്ഷെ അതൊന്ന് ചിന്തിക്കണം, കുറച്ചൊന്ന് റീകോൾ ചെയ്യണം. വേറൊരു ഇഷ്യൂ. ഓക്കെ, ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലെവറേജ് 6 ആണെങ്കിൽ സെയിൽസ് ഒരു 1% കൂടിയാൽ എന്ത് കൂടും? ഓപ്പറേറ്റിംഗ് ലെവറേജ് എന്തിന്റെ റിലേഷൻഷിപ്പ് ആണ് കാണിക്കുന്നത്? EBIT and sales. പെർഫെക്റ്റ്. അപ്പൊ ഓപ്പറേറ്റിംഗ് ലെവറേജ് 6 ആണെങ്കിൽ 1% സെയിൽ കൂടിയാൽ EBIT 6% റൈസ്. EPSന്റെ ഫോർമുല എന്താ? വെരി സിമ്പിൾ. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ ദി നമ്പർ ഓഫ് ഷെയർ ഇൻ ദി ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഓത്തറൈസ്ഡ് അല്ല കേട്ടോ, ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഇത് നമ്മളുടെ പോർഷൻ അല്ല, അക്കൗണ്ട്സിന്റെ പോർഷൻ ആയിരുന്നു. ബട്ട് സ്റ്റിൽ നമുക്ക് FMനകത്ത് ഈ ചോദ്യം വന്നു. ഓക്കെ അല്ലേ? അത് വരും. FMനകത്തെ റേഷ്യോസിന്റെ ചാപ്റ്റർ നല്ല, അക്കൗണ്ട്സിലെ
റേഷ്യോസിന്റെ ചാപ്റ്റർ നല്ലവണ്ണം ചെയ്തു. ബിക്കോസ് ആ റേഷ്യോസിന്റെ ക്വസ്റ്റ്യൻസ് ഇവിടെ വരും, ഉറപ്പായിട്ടും വരും. അതുകൊണ്ടാണ്. അപ്പൊ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ 6 ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? സെയിൽസ് ഇൻട്രസ്റ്റിന്റെ 6 ഇരട്ടിയാണെന്നാണോ? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 6 ഇരട്ടിയാണെന്നാണോ? EBIT 6 ഇരട്ടിയാണെന്നാണോ? അല്ല ഇൻട്രസ്റ്റ് പ്രോഫിറ്റിന്റെ 6 ഇരട്ടിയാണ്? EBIT. അപ്പൊ റേഷ്യോസിന്റെ ചാപ്റ്റർ ഒന്ന് നോക്കിക്കണം കേട്ടോ. ക്യാപിറ്റൽ സ്ട്രക്ചർ ഒരു കമ്പനിയുടെ നമുക്ക് തന്നിട്ടുണ്ട്. അവിടെ ഇക്വിറ്റി ഉണ്ട്, റെഫറൻസ് ഉണ്ട്, ആൻഡ് 12% നമ്മളോട് പറഞ്ഞേക്കുന്നത് what should be the approximate EBIT so that EPS is 0, assuming tax rate 35%. അപ്പൊ ഈ ചോദ്യം നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? അതാണ് ഒരു ഇഷ്യൂ. ബിക്കോസ് എനിക്ക് എന്താ ചെയ്യേണ്ടത്? എനിക്കൊരു EBIT കണ്ടുപിടിക്കും. അത് താഴെ ഓപ്ഷനകത്ത് തന്നെ. ഇതിലേതോ ഒരു ഓപ്ഷനിലെ EBIT എടുത്താൽ എന്റെ EPS 0 ആയിരിക്കും. അത്രമാത്രം നോക്കിയാൽ മതി. അപ്പൊ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? ഓപ്ഷൻ ചെയ്യുന്ന സോൾവ്. സർ ഇത് മറ്റേ ഇൻഡിഫറൻറ്റ് ലെവൽ യൂസ് ചെയ്തിട്ടാണ്? അല്ല ഇൻഡിഫറൻസ് അല്ല. ഓക്കെ സർ. ഇൻഡിഫറൻസ് അല്ല. നമ്മളോട് ഇത്ര പറയുന്നുണ്ട്, ഏത് EBIT താഴെ പറയുന്ന ഏത് EBIT എടുത്താലാണ് EPS 0 വരുന്നത്. അപ്പൊ അത് ഓപ്ഷൻസ് വെച്ച് പോവാം. ഓക്കെ അല്ലേ? ഓപ്ഷൻ ചെയ്യുന്ന തന്നെ പോകുന്നതായിരിക്കും നല്ലത്. അപ്പൊ ടാക്സ് 35%, 12% റെഫറൻസ് ഷെയർ ഉണ്ട്. ഏതെങ്കിലും ഒരു ഓപ്ഷൻ പിക്ക് ചെയ്യാം. നമുക്ക് ഓപ്ഷൻ സി എടുക്കാം. 25.69 എന്ന് എടുത്ത് നോക്കാം. സോ EBIT is 25.69. EBITക്കകത്തുനിന്ന് നമ്മൾ ആദ്യം സബ്ട്രാക്ട് ചെയ്യുന്നു ഇൻട്രസ്റ്റ് നോക്കാം. 12% ടേം ലോൺ ആണ്, 150 ലക്ഷം. സോ 150യുടെ 12% ഇൻട്രസ്റ്റ് വരുന്നു. അപ്പൊ ഇത് മൈനസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് വരുന്നത് 25 മൈനസ് ദിസ്. എന്നിട്ട് ടാക്സ് സബ്ട്രാക്ട് ചെയ്യുന്നത് ടാക്സ് 35% ആണ്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഈ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ ആദ്യം നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കൊടുക്കേണ്ടത് റെഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ ഡിവിഡൻഡ് ആണ്. 10% റെഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ ഡിവിഡൻഡ് 50 ലക്ഷം. അപ്പൊ 5 രൂപ വരും. നമ്മൾ EBIT EPS ഏർണിംഗ് പെർ ഷെയർ കണ്ടുപിടിച്ചാൽ മൈനസ് അപ്രോക്സിമേറ്റ്ലി 0.0015 സീറോ തന്നെ. 4.99 എന്ന് പറയുന്ന സംഭവത്തിനെ റൗണ്ട് ചെയ്ത് 5 ആക്കിയാൽ 0 തന്നെ. ഓക്കെ. സോ ഓപ്ഷൻ സി തന്നെയാണ് 25.6. അപ്പൊ ഇങ്ങനത്തെ ചോദ്യം വല്ലതും വന്നാൽ വെറുതെ ബാക്കിലോട്ട് സോൾവ് ചെയ്ത് പോവാം. ബാക്കിലോട്ട് സോൾവ് ചെയ്യാന്ന് വെച്ചാൽ EPS 0, റെഫറൻസ് 5. ഓക്കെ അല്ലേ? അങ്ങനെ മുമ്പോട്ട് ചെയ്ത് പോവാം. അതിനേലും നല്ലത് നമ്മളുടെ എക്സാം പാറ്റേണിൽ എപ്പോഴും നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് ആൻസർ എടുത്ത് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്തു പോകുന്നതാണ് എപ്പോഴും. അങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ ഓരോ ഓപ്ഷനും സോൾവ് ചെയ്ത് നോക്കേണ്ടി വരും? ഇല്ല, നമുക്കൊരു ഊഹം വെച്ച് പറഞ്ഞുതരാം. ഒന്ന് നോക്കിക്കേ. ഇൻട്രസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാലോ. 18. ടാക്സ് ഒരു 35%. പിന്നെ ഡിവിഡൻഡ് 5 കൊടുക്കണ്ടേ? ഇത് തന്നെ 23 ആയി. ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് പിന്നെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട ഡിവിഡൻഡ് തന്നെ ടോട്ടൽ ചെയ്തപ്പോ 23 ആയി. ഇപ്പൊ 23 എടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഓപ്ഷൻ എ എടുത്ത് കളയാം. ഓപ്ഷൻ എ നോക്കണ്ട. ബിക്കോസ് 23 ആപ്റ്റാ. ടാക്സ് നമ്മൾ എടുത്തിട്ട് പോലുമില്ല. ടാക്സ് എടുത്ത് നോക്കണ്ടേ. അപ്പൊ ഓപ്ഷൻ എ നോക്കും. പിന്നെ ഓപ്ഷൻ ബി 24.75. ചിലപ്പം ഓപ്ഷൻ ബി ആൻഡ് സി ഒന്ന് നോക്കും. എക്സാമ്പിൾ വരുമ്പം കുറച്ച് ഐഡിയ കിട്ടും. 1-2 ഓപ്ഷൻ ഡിഡക്ട് ആയി. ഇവിടെ ഒരു ഓപ്ഷൻ ഡിഡക്ട് ആയി. ഓക്കെ. ബാക്കി ഇതാണ് സർ. അപ്പോൾ അത് 1-2 ഓപ്ഷൻ ചെയ്ത് നോക്കേണ്ട ഒരു ആവശ്യം വന്നേക്കും. പ്രാക്ടീസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. അധികം സമയം വേസ്റ്റ് ചെയ്യും. ബട്ട് എന്നാലും ഇത് ടൈം കൺസ്യൂമിങ് അല്ല. നമ്മൾ ബാക്കിലോട്ട് പോയാൽ ചിലപ്പോൾ അത് ടൈം പോവും. ചിലപ്പോൾ ആ കാൽക്കുലേഷൻ തെറ്റിക്കഴിഞ്ഞാൽ ഇഷ്യൂ ആണ്. അതുകൊണ്ട് എപ്പോഴും
ബാക്കിലോട്ട് പോവാതെ അത്രയ്ക്ക് പെർഫെക്റ്റ് ആണെങ്കിൽ ബാക്കിലോട്ട് പൊക്കോ കേട്ടോ, അല്ലെങ്കിൽ നോർമലി ഓപ്ഷൻസ് ചെയ്തെടുക്കാം. ഓക്കെ, എ ബി സിയുടെ EBITD, that is earning before interest, dividend, tax, എല്ലാം തന്നെ 500 ആണ്. It paid 12% to the debt of 1000 lakhs. Depreciation തന്നിട്ടുണ്ട്, ടാക്സ് ഉണ്ട്, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിക്കും. പോലത്തെ ചോദ്യങ്ങളൊക്കെ എന്താ പറയാ, എന്തൊക്കെ ഇത്രയും പഠിച്ചിട്ട് ഈ പൊട്ട ചോദ്യങ്ങളൊക്കെയാണ് വരുന്നെങ്കിൽ അത്രയും നല്ലതാണ്. വെരി സിമ്പിൾ, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിക്കണം. സോ ഏർണിംഗ് ബിഫോർ dividend and interest and tax, depreciation, interest and tax ആണ് EBITD. അത് തന്നിട്ടുണ്ട് 500. ഇതിൽ നിന്ന് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. ആദ്യം ഡെപ്രീസിയേഷൻ, പിന്നെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു ഇൻട്രസ്റ്റ്. ഡെപ്രീസിയേഷൻ is 100 lakhs and interest 1000ന്റെ 12%. ഓക്കെ, എനിക്ക് കിട്ടുന്നു പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 500 മൈനസ് ദിസ് ആൻഡ് ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുന്നു ടാക്സ്, ദാറ്റ് ഈസ് 35%, 0.35 പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. $182. That's it. Problem ചെയ്യാം, കൂടുതലൊന്നും ചെയ്യും. അടുത്തത് EPS ന്റെ ഫോർമുല എന്താണെന്നാണ്. Use the income statement to determine the earnings after tax and divide by the previous period earnings after tax, then subtract 1. Okay, അങ്ങനെയൊന്നും നമ്മൾ EPS പഠിച്ചു. Use the income statement to determine the earnings after tax and divide by the number of common shares if no preference shares are outstanding. Okay. Use the income statement to determine the earnings after tax and divide by the number of common shares and preference shares. No, and അല്ല, just equity share മാത്രമാണ് നമ്മൾ എടുക്കാറുള്ള, preference എടുക്കാറില്ല. Use the income statement to determine the earnings after tax, divide by the forecasted periods earning after tax, subtracting one. Adu option B. That is equity share and no preference shares. Okay. ഇക്കണോമിക് വാല്യൂ ആഡഡ്, താഴെ പറയുന്ന എന്ത് സംഭവം വെച്ച് EVA ഇക്കണോമിക് വാല്യൂ ആഡഡ് കൂടത്തില്ല? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂടുന്നു വിതൗട്ട് എംപ്ലോയിങ് അഡീഷണൽ ക്യാപിറ്റൽ. കൂടുവോ EVA? EBIT എന്നാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനെ വിളിക്കുന്നത്. അപ്പൊ ഞാൻ വേറെ ക്യാപിറ്റൽ ഒന്നും എടുക്കാതെ തന്നെ എന്റെ EBIT കൂടിയാൽ എന്റെ EVA കൂടുവോ? യെസ്. അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ക്യാപിറ്റലിനെ ലിക്വിഡേറ്റ് ചെയ്താൽ എന്റെ EVA കൂടുവോ? EVA എന്തായിരുന്നു? ഇക്കണോമിക് വാല്യൂ ആഡഡ് എന്ന് പറഞ്ഞാൽ എന്റെ അസറ്റ്സ് ഒക്കെ നല്ല രീതിയിൽ ഞാൻ ഉപയോഗിക്കുന്നുണ്ടോ, മേടിച്ച കാശൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള ഒരു കോൺസെപ്റ്റ്. EVA നെഗറ്റീവ് ആണെങ്കിൽ ഞാൻ എടുക്കുന്ന വഴികൾ എന്താണ്? എന്റെ കയ്യിൽ ആവശ്യമില്ലാതെ കിടക്കുന്ന കുറെ അസറ്റ്സ്, അതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? വിൽക്കുന്നു. അപ്പൊ അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ക്യാപിറ്റലിനെ ലിക്വിഡേറ്റ് ചെയ്താലും എന്റെ EVA നെഗറ്റീവിൽ നിന്ന് മാറി കൂടും. ഓക്കെ അല്ലേ? സോ അത് കൂടുവാണ്, നമുക്ക് നോട്ട് ഇൻക്രീസ് ആണ് വേണ്ടത്. ഇതും കൂടുവാണ്, അതുകൊണ്ട് എയും അല്ല ബിയും അല്ല. ക്യാഷ് ഫ്ലോ ജനറേറ്റഡ് ബൈ ദ ബിസിനസ് ഈക്വൽ ടു ദി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഈക്വൽ ആണെങ്കിൽ ക്യാഷ് ഫ്ലോ ജനറേറ്റഡ് ബൈ ദി ബിസിനസ് ഇസ് ഈക്വൽ ടു ദി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതുകൊണ്ട് എന്റെ EVA കൂടുന്നില്ല. ശരിയാണ്, അതവിടെ വെക്കാം. അടുത്തത്, additional capital is invested in the project which gives higher return than procuring a new capital. അപ്പൊ ഇവിടെ എന്റെ കയ്യിലിരിക്കുന്ന കാശ് ഞാൻ അതിനെ തിരിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് കൂടുതൽ റിട്ടേൺസ് ഉണ്ടാക്കിയെടുക്കുന്നു. അവിടെ റിട്ടേൺസ് കൂടുമ്പം EBIT കൂടും, EBIT കൂടുമ്പം EVA കൂടും, അവിടെയും കൂടുന്നു. കൂടാത്തത് എവിടെ? ഓപ്ഷൻസ്. ഓക്കെ അല്ലേ? Compute the average cost of capital by using market value weights from the following. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇവിടെ എന്തുകൊണ്ട് വന്നു? ബിക്കോസ് ഇവിടെ അവർ തന്നേക്കുന്ന സംഭവങ്ങൾ നമ്മളുടെ ആ ചാപ്റ്ററിലെ അല്ല, ഈ ചാപ്റ്ററിന്റെ ബേസിസിലാണ്.
അപ്പൊ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തന്നിട്ടുണ്ട് 2 lakh, ഇൻവെസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട് 10 ലക്ഷം. ഫേം യൂസസ് 5% ഡിബെഞ്ചേഴ്സ് ഓഫ് 4 lakh ഈച്ച്. ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് തന്നിട്ടുണ്ട് നമുക്ക് 11%. ഓക്കെ അല്ല, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഒന്ന് കണ്ടു. എങ്ങനെ പോകാൻ പറ്റും? ഫോർമുല ഒക്കെ ഓർക്കുന്നുണ്ടോ? നോട്ട് ചെയ്ത് തരാം. നമ്മുടെ കയ്യിൽ 3 അപ്രോച്ച് ഉണ്ട്. NI അപ്രോച്ച്, NOI അപ്രോച്ച്, പിന്നെ ട്രഡീഷണൽ അപ്രോച്ച്. ഈ 3 അപ്രോച്ചിനും ഈ 3-4 ഫോർമുല അതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, എന്തൊക്കെയാണത്? പോവാം. നമ്മളുടെ വാല്യൂ ഓഫ് ഫേം, വാല്യൂ ഓഫ് ഫേമിന്റെ ഫോർമുലയാണ് EBIT ഡിവൈഡഡ് ബൈ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ വാല്യൂ ഓഫ് ഇക്വിറ്റി പ്ലസ് വാല്യൂ ഓഫ് ഡെറ്റ്, പിന്നെ വാല്യൂ ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കുന്നത് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ്. ആൻഡ് വാല്യൂ ഓഫ് ഡെറ്റ് കണ്ടുപിടിക്കുന്നത് ഇൻട്രസ്റ്റ് ബൈ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ്. ഓക്കെ, പിന്നെ നമ്മൾ ഡിവിഡൻഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? നമ്മുടെ EBIT മൈനസ് ഇൻട്രസ്റ്റ് സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഡിവിഡൻഡ്. ബിക്കോസ് ഇവിടെ ടാക്സ് ഒന്നുമില്ല എന്നുള്ള ഒരു അസംഷൻ. ഓക്കെ, ഈ ചോദ്യം ഇന്നടുത്ത് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം 2 ലക്ഷം. നമുക്ക് വെയ്റ്റഡ് ആവറേജ് വേണമെങ്കിൽ, നമുക്ക് വെയ്റ്റഡ് ആവറേജ് കണ്ടുപിടിക്കണമെങ്കിൽ കോൺസെപ്റ്റ് വെച്ച് തന്നെ നമ്മൾ പോകണമെങ്കിൽ നമുക്ക് വേണ്ടതാണ് EBIT അല്ലെങ്കിൽ WSEC, വാല്യൂ ഓഫ് ദ ഫേം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് WSEC കിട്ടും. ഓക്കെ, EBIT ഉണ്ട്, പക്ഷെ വാല്യൂ ഓഫ് ദ ഫേം ഇല്ല. WSEC ആണ് കണ്ടത്. നമുക്കതൊന്ന് വർക്ക്ഔട്ട് ചെയ്യാം. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം എനിക്ക് തന്നിട്ടുണ്ട് 2 ലക്ഷം. EBIT ഉണ്ട് 2 lakh. ഇൻട്രസ്റ്റ് ഫേം യൂസസ് 5% ഡിബെഞ്ചേഴ്സ് ഓഫ് 4 lakh. 4 lakhന്റെ 5% ഡിബെഞ്ചർ. അപ്പൊ ഇൻട്രസ്റ്റ് എനിക്ക് കിട്ടുന്നു. ആൻഡ് ഡിവിഡൻഡ് എനിക്ക് പോകുന്നത് 1,80,000. ഓക്കെ അല്ലേ? ഇപ്പൊ ഡിവിഡൻഡ് ഉണ്ട്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി തന്നിട്ടുണ്ടോ? യെസ്, ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് തന്നിട്ടുണ്ട് എനിക്ക് 11%. അപ്പൊ ഡിവിഡൻഡ് എനിക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി 11%, 0.11 എടുത്താൽ എനിക്ക് വാല്യൂ ഓഫ് ഇക്വിറ്റി കിട്ടും. വാല്യൂ ഓഫ് ഇക്വിറ്റി ഇത്രയാണ്. ഓക്കെ, വാല്യൂ ഓഫ് ഇക്വിറ്റി റെഡിയായി. വാല്യൂ ഓഫ് ഇക്വിറ്റി 163,6364 ആണ്. ആൻഡ് വാല്യൂ ഓഫ് ഡെറ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് നമുക്ക് 4 lakh. ഇത് ചെയ്യുമ്പോൾ എനിക്ക് വാല്യൂ ഓഫ് ദ ഫേം കിട്ടും. എത്ര കിട്ടി? വാല്യൂ ഓഫ് ദ ഫേം വിൽ ബി 163,6364 പ്ലസ് 4 lakh. ഇതാണ് എന്റെ വാല്യൂ. അപ്പൊ വാല്യൂ ഓഫ് ദ ഫേം റെഡി ആയല്ലോ. ഇപ്പം വാല്യൂ ഓഫ് ദ ഫേമിന്റെ സ്ഥലത്ത് ഞാൻ ഈ പറയുന്ന സംഭവം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. EBITയുടെ സ്ഥലത്ത് ഞാൻ 2 lakh rupees. ഓക്കെ, ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് അപ്പുറത്തോട്ട് കൊണ്ടുപോയി അതിനെ താഴോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്ക് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് കിട്ടും. അപ്പോൾ WACC equal to 2 lakh താഴെ ഉണ്ട് ഈ പറയുന്ന വാല്യൂ. ജസ്റ്റ് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുന്നു ഇൻറ്റു 100. 9.82 ആണ് നമ്മുടെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് വരുന്നത്. ഓപ്ഷൻസ് മനസ്സിലായല്ലോ? ഒന്ന് നോട്ട് ചെയ്തേക്കാം.
ആദ്യം നമ്മൾ EBIT-ക്കകത്ത് ഇൻട്രസ്റ്റ് കളഞ്ഞിട്ട് ഡിവിഡൻഡ് കണ്ടുപിടിച്ചു. എന്നിട്ട് ഈ ഡിവിഡൻഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് വാല്യൂ ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ഈ വാല്യൂ ഓഫ് ഇക്വിറ്റിക്കകത്ത് വാല്യൂ ഓഫ് ഇക്വിറ്റി പ്ലസ് വാല്യൂ ഓഫ് ഡെറ്റ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് വാല്യൂ ഓഫ് ദി ഫേം കിട്ടുന്നു. എന്നിട്ട് വാല്യൂ ഓഫ് ദി ഫേമിന്റെ ഇടയിൽ ഈ വാല്യൂ ഓഫ് ദി ഫേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആദ്യത്തെ ഫോർമുലയ്ക്കകത്ത് വാല്യൂസ് 2 lakh ഇട്ട് നമ്മള് നമ്മുടെ ലാസ്റ്റ് സം വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് കണ്ടു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ് സർ. Calculate the value of the firm using the NI approach. Companyയുടെ expected net operating income തന്നിട്ടുണ്ട് 80,000. 2 lakh debentures into 8%. Equity capitalization rate 10%. നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ഒരു മാറ്റം. ഓക്കെ അല്ലേ? സോ സെയിം രീതിയിൽ EBIT നമുക്ക് തന്നേക്കുന്ന ഇത്തവണ 80,000 ആണ്. ഇൻട്രസ്റ്റ് 2 ലക്ഷത്തിന്റെ 8% ആണ്. അപ്പൊ എന്റെ ഡിവിഡൻഡ് വരാൻ പോകുന്നത് 80,000 മൈനസ് 16,000. ഓക്കെ, അപ്പൊ ഡിവിഡൻഡ് ഇവിടെ 16,000 വരും. വാല്യൂ ഓഫ് ഇക്വിറ്റി നമുക്ക് എടുക്കാം. വാല്യൂ ഓഫ് ഇക്വിറ്റി 10% വെച്ചാണ്. വാല്യൂ ഓഫ് ഇക്വിറ്റി വന്നു 1,60,000. ആ വാല്യൂ ഓഫ് ഇക്വിറ്റി ഞാൻ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 1,60,000 പ്ലസ് വാല്യൂ ഓഫ് ഡെറ്റ്. വാല്യൂ ഓഫ് ഡെറ്റ് 2 ലക്ഷമാണ്. ഓക്കെ അല്ലേ? സോ അത് വരുമ്പം എൻ്റെ വാല്യൂ ഓഫ് ദി ഫേം ഇസ് 3,60,000. വാല്യൂ ഓഫ് ദി ഫേം, വാല്യൂ ഓഫ് ഡെറ്റ് മാറി. ഓ സോറി, 64,000 ആണ്. 6,40,000. So this will be 8,40,000. Okay, so option number 8. So ആദ്യം EBIT 80,000 പ്ലസ് ഇൻട്രസ്റ്റ് 16,000. ഡിവിഡൻഡ് കിട്ടുന്നു 64,000. ആ ഡിവിഡൻഡ് നമ്മൾ ഇക്വിറ്റി വാല്യൂ ഓഫ് ഇക്വിറ്റിക്കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് വാല്യൂ ഓഫ് ഇക്വിറ്റി കിട്ടി 6,40,000. ഈ 6,40,000 വാല്യൂ ഓഫ് ഇക്വിറ്റി പ്ലസ് വാല്യൂ ഓഫ് ഡെറ്റ് 2 lakh ക്വസ്റ്റ്യൻ തന്നെ പറയുന്നുണ്ട്. അപ്പം ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേം 8,40,000. അടുത്തത് PQR has an EBIT of 2 lakh. Expected return on its investment is 12%. What is the total value of it? Under the MM model. Okay. MM മോഡലിന്റെ ഫോർമുല നമുക്ക് നോക്കുന്നു 2 രീതിയിലാണ്. MM മോഡൽ 2 കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. വാല്യൂ ഓഫ് അൺലെവേർഡ്, പിന്നെ അതിന്റെ ബേസിസിലാണ് പുള്ളിക്കാരൻ വാല്യൂ ഓഫ് ലെവേർഡ് ഫേം പറയാം. വാല്യൂ ഓഫ് അൺലെവേർഡ് ഫേം എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ ദി കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ചെയ്താൽ ഡയറക്ട്ലി എനിക്ക് വാല്യൂ ഓഫ് അൺലെവേർഡ് കിട്ടും. വാല്യൂ ഓഫ് ലെവേർഡ് ഫേം വേണമെങ്കിൽ എനിക്ക് വാല്യൂ ഓഫ് അൺലെവേർഡ് ഫേം എടുക്കുന്നു, അതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നു ഡെറ്റ് കമ്പോണന്റിന്റെ പോസ്റ്റ് ടാക്സ് വാല്യൂ. ഇതാണ് MM മോഡലിന്റെ മെത്തഡോളജി. നമുക്ക് ക്വസ്റ്റ്യൻ. സോ PQRന്റെ അടുത്ത് EBIT ഉണ്ട് 2 ലക്ഷം. എക്സ്പെക്ടഡ് റിട്ടേൺ ഓൺ ദി ഇൻവെസ്റ്റ്മെന്റ് ഇസ് 12%. ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേം എത്രയാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഒന്നുമില്ല, നമ്മുടെ
നെറ്റ് ഇൻകം ആണല്ലോ, EBIT എന്നാണ് പറഞ്ഞത്. ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് തന്നെ എടുക്കാം. ആൻഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി 12% ആണ്. ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് 16 ഓപ്ഷൻ എ ആണ്. ജസ്റ്റ് ഇൻ കേസ് നമ്മളോട് ഡെറ്റിനെ പറ്റി വേറൊരു ഫേമിന്റെ ABC ഫേമും ഉണ്ട്, അവർക്ക് ഇത്രയും ഡെറ്റ് ഉണ്ട്, അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പറയുന്ന 16 എന്ന് പറയുന്ന സംഭവത്തിനകത്ത് ആ ഡെറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റും കൂടെ ചെയ്ത് വാല്യൂ ഓഫ് ലെവേർഡ് ഫേം. അൺലെവേർഡ് ഫേം എന്ന് പറഞ്ഞാൽ ഡെറ്റ് ഇല്ലാത്ത കമ്പനീസിനെയാണ് അൺലെവേർഡ് ഫേം പറയുന്നത്. ആൻഡ് ലെവേർഡ് ഫേം എന്ന് പറഞ്ഞാൽ ഇവര് ഡെറ്റ് ഉള്ളവരാണ്. ഓക്കെ. ABC expects a net operating income of 1 lakh. It has 5 lakh 6% debentures. Overall capital, ഇവിടെ weighted average ആണ് തന്നിരിക്കുന്നത് 10%. Calculate the cost of equity. അപ്പൊ നേരെ തിരിച്ചാണ് നമ്മൾ ഇത്തവണ പോകുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് weighted average തന്നിട്ടുണ്ട്. Weighted average is 10%, 0.1. And operating income is 1 lakh. അപ്പൊ അങ്ങനെ വരുമ്പോൾ എനിക്ക് വാല്യൂ ഓഫ് ദ ഫേം കിട്ടും 1 lakh ഡിവൈഡഡ് ബൈ 0.10. 10 lakhs ആണ് എന്റെ വാല്യൂ ഓഫ് ദ ഫേം. ഈ വാല്യൂ ഓഫ് ദ ഫേം കിട്ടി 10 ലക്ഷം. 5 ലക്ഷമാണ് വാല്യൂ ഓഫ് ഡെറ്റ്. ഓക്കെ അല്ലേ? സോ വാല്യൂ ഓഫ് ദ ഫേം 10 ലക്ഷം, വാല്യൂ ഓഫ് ഡെറ്റ് 5 ലക്ഷം. സോ ദാറ്റ് മീൻസ് വാല്യൂ ഓഫ് ഇക്വിറ്റി എത്ര? 5 ലക്ഷം. 5 lakhs. വാല്യൂ ഓഫ് ഡെറ്റ് ആൻഡ് വാല്യൂ ഓഫ് ഇക്വിറ്റി കിട്ടും. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ്. നമ്മളുടെ അടുത്ത് വാല്യൂ ഓഫ് ഇക്വിറ്റി ഉണ്ട്. ഓക്കെ അല്ല? വാല്യൂ ഓഫ് ഇക്വിറ്റി വി ഹാവ്. ഡിവിഡൻഡ് ഒന്ന് കണ്ടുപിടിക്കാം. ഡിവിഡൻഡും കൂടെ ഒന്ന് കണ്ടുപിടിക്കാം. EBIT is 1 lakh. ഡെറ്റ് എത്ര നോക്കാം? 5 lakhന്റെ 6%. 5 lakhന്റെ 6% is 30,070. അപ്പൊ എന്റെ ഡിവിഡൻഡ് would be 70,000. ഇത് എനിക്ക് അറിയത്തില്ല, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി അറിയത്തില്ല ഈ കേസിൽ, അതുകൊണ്ട് അതിനെ സെപ്പറേറ്റ് ആക്കി വെക്കാം. ആൻഡ് വാല്യൂ ഓഫ് ഇക്വിറ്റി 5 lakhs ആണ്. സോ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി വേണമെങ്കിൽ ഫൈനൽ ആൻസർ ഇങ്ങനെ വരും. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇസ് ഈക്വൽ ടു 70,000 ഡിവൈഡഡ് ബൈ 5 lakh. ആൻഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി would be 14,000. ഓപ്ഷൻ മനസ്സിലാകുന്നുണ്ടോ? ഫാസ്റ്റ് ആയിട്ടൊന്നും അല്ലല്ലോ പോകുന്നത്. ആൻഡ് വൺ മോർ തിങ്, ഇത് മനസ്സിലാവണമെങ്കിൽ നിങ്ങളും കുറച്ച് ചെയ്ത് വെക്കണം. ക്ലാസ്സിൽ ഇതെല്ലാം നമ്മൾ ചെയ്തതാണ്. നിങ്ങൾ ഇതെല്ലാം ചെയ്ത് ഇരുന്ന് എല്ലാം ഓക്കെ ആയിട്ടാണ് ഇരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റിവൈസ് ചെയ്തിട്ടില്ല. EBIT 50,000, മാർക്കറ്റ് വാല്യൂ, ഓവറോൾ ക്യാപിറ്റലൈസേഷൻ റേറ്റ്, NOI അപ്രോച്ചിന്റെ ബേസിൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കണം. ഇതൊന്നും എല്ലാവരും ഒന്ന് കണ്ടുപിടിച്ച് വരാൻ പറ്റുമോ? പെട്ടെന്ന് ഒന്ന് ചെയ്യാമോ ഇത്? ഈ ക്വസ്റ്റ്യൻ സെയിം നമ്മളുടെ ഫോർമുല അതൊക്കെ തന്നെയാണ്. NI, NOI ആൻഡ് ട്രഡീഷണൽ അപ്രോച്ച് മൂന്നിലും നമ്മൾ ആ ഫോർമുലേസ് മാത്രമേ ഉള്ളൂ. EBIT ആൻഡ് ഓവറോൾ ക്യാപിറ്റലൈസേഷൻ റേറ്റ് ഉപയോഗിച്ചാൽ എനിക്ക് വാല്യൂ ഓഫ് ദ ഫേം കിട്ടുമല്ലോ. ആൻഡ് ആ വാല്യൂ ഓഫ് ദ ഫേമിനകത്ത് നിന്ന് വാല്യൂ ഓഫ് ഡെറ്റ് തന്നിട്ടുണ്ട്, അത് മൈനസ് ചെയ്താൽ എനിക്ക് വാല്യൂ ഓഫ് ഇക്വിറ്റി കിട്ടും. കഴിഞ്ഞു.
അപ്പോൾ 50,000 divided by 0.2 and അതിൽ നിന്ന് 80,000 minus. So this will be 50,000 divided by 0.2. അതിൽ നിന്ന് 80,000 minus ചെയ്യുന്നു. So 1,70,000. That's it. Option. ഇതൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ട ചോദ്യങ്ങളാണ്, സമയം വേസ്റ്റ് ചെയ്യരുത് കേട്ടോ. ക്യാപിറ്റൽ ബജറ്റിംഗിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ കൂടുതൽ ടൈം അതിനകത്ത് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതിനകത്തൊന്നും നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പാടില്ല. ഇവിടം വരെ എല്ലാവർക്കും ഓക്കെ ആണോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? Clear answer. X has a sales of 12 lakh, variable cost 50, fixed cost 2,50,000, operating leverage കണ്ടുപിടിക്കും. ഞാൻ ചെയ്യിക്കുന്നില്ല, പൊട്ട ചോദ്യമാണ്. 12 lakhന്റെ 50% 6 lakhs, 6 lakhs in 2,50,000 മൈനസ് ചെയ്തു 3,50,000 അല്ല. So just ബാക്കി ജഗിൾ ചെയ്ത് operating leverage contribution 6 lakhs divided by EBIT 3,50,000. That is the answer. That is what. Sold 2 lakh units, 30 rupees, variable cost 50, fixed cost 10%, financial leverage കണ്ടു. ഇതും ചെയ്യിക്കുന്നില്ല, അറിയാം ഇതെല്ലാം. സെയിൽസ് ഉണ്ട്, വേരിയബിൾ കോസ്റ്റ് ഉണ്ട്, ഫിക്സ് കോസ്റ്റ് ഉണ്ട്, ആൻഡ് ഇൻട്രസ്റ്റും. നമുക്ക് ലാസ്റ്റ് PBT വരെ എത്താം. എന്നിട്ട് EBIT ബൈ PBT ചെയ്ത് ഫിനാൻഷ്യൽ ലെവറേജ് സോൾവ് ചെയ്യും. അത്രയുള്ള കാര്യം. ഓക്കെ, ചെയ്ത് തരണ്ടല്ലോ, ചെയ്ത് കാണിക്കണമെങ്കിൽ പറയണം കേട്ടോ. ഈസി ആയതുകൊണ്ട് ഞാനത് എടുക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാം. അടുത്തത്, there are 3 different financing alternatives. Debt ഉണ്ട്, preferred stock ഉണ്ട്, common stock. Debt ഉണ്ട്, preferential ഉണ്ട്. The firm has created an EPS EBIT chart that shows several indifferent. What do you mean by indifference point? എന്തായിരുന്നു indifference point? EPS ഏത് ഓപ്ഷനിലും സെയിം ആവുന്നത്. നമ്മൾ 2 ഓപ്ഷൻസ് നോക്കുന്നുണ്ടെങ്കിൽ ആ 2 ഓപ്ഷൻസിലും നമ്മളുടെ EPS will be same. The level of EBIT that generates identical EPS under different alternatives. Okay, option A തന്നെയാണ്. അതിൽ കൂടുതൽ വായിച്ച് സമയം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. JP earned 18% total return on the assets of 18 lakh. Net profit ratio is 8%. Find out the sales of the. എങ്ങനെയാണ്? $18 lakh, 10% total returns on the assets of 18 lakhs. Net profit ratio 8%. Find out the sales. എങ്ങനെ മൂവ് ചെയ്യും? ഇത് റേഷ്യോയുടെ ചോദ്യമാണ്, റേഷ്യോസിന്റെ ചോദ്യമാണ്. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോയുടെ ഫോർമുല ഉപയോഗിക്കും. പറയാമോ എന്താണ്? Is the formula for net profit ratio? അറിയില്ല. കൗൺസിൽ എഴുതില്ല നിങ്ങൾ. Net profit ratio is equal to net profit divided by net sales into 1. Net profit divided by net sales into 1. Okay. അപ്പോൾ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ 8 തന്നിട്ട് സെയിൽസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ദാറ്റ് മീൻസ് ആദ്യത്തത് 8% എന്നുള്ളത് നമുക്ക് എടുത്തു തന്നിട്ട്. ഓക്കെ, സോ 0.08 ഈക്വൽ സെയിൽസ് കണ്ടുപിടിക്കണം. അപ്പൊ ടെക്നിക്കലി 2 വേരിയബിൾസ് ഉണ്ട്, മൂന്നാമത്തത് കണ്ടുപിടിക്കാമല്ലോ. സെയിൽസ് ഏതായാലും എനിക്കറിയാം, അത് തന്നിട്ടേ ഇല്ല. പക്ഷെ മുകളിലത്തെ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഉണ്ട്. 18 ലക്ഷത്തിന്റെ അസറ്റ്സ് എനിക്ക് 10% റിട്ടേൺ കൊണ്ട് തരുന്നുണ്ടെങ്കിൽ അത് പ്രോഫിറ്റ് അല്ല. ഓക്കെ അല്ലേ? സോ പ്രോഫിറ്റ് ഉണ്ട് 18 lakhs, അതിന്റെ 10%. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സെയിൽസ് അപ്പുറത്തോട്ട് കൊണ്ടുവരുന്നു. സെയിൽസ് ഈക്വൽ ടു 18 lakh, 1,80,000 divided by 0.0. 22,50,000 sales. Option D. സംഭവം മനസ്സിലായ എല്ലാവർക്കും?
ഇത് റേഷ്യോസ് അറിയാലോ അല്ലേ? റേഷ്യോസിന്റെ ഫോർമുല ഒക്കെ 4-5 ചോദ്യം പ്രതീക്ഷിക്കാൻ കേട്ടോ റേഷ്യോസിന്റെ. അടുത്തത് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് 400 കോടി. ആഫ്റ്റർ ടാക്സ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 45. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വന്നിട്ടുണ്ട് 10%. ഇക്കണോമിക് വാല്യൂ ആഡഡ് എന്തായിരുന്നു EVA ഫോർമുല പറയാമോ? NOPAT minus capital. Sorry. ഫോർമുലയാണ് NOPAT മൈനസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻടു WA60. NOPAT എനിക്ക് 45 minus capital employed in തന്നിട്ടുണ്ട് 4 and WCC ഉണ്ട് 10. 40 വരും 400 10%. ലാസ്റ്റ് EVA വരുന്നത് 5. ക്ലിയർ അല്ലേ? Critical assumption for net operating income approach is debt and equity level remain unchanged. Net operating income ആണ് ശ്രദ്ധിക്കണം. Dividend increases at constant rate. Dividends ne പറ്റിയിട്ട് operating income ഒന്നും പറയും. The KO remains constant regardless of change in the leverage. Interest expense and taxes are included in the calculation. Okay, critical assumption ഏതാണ് correct? പെട്ടെന്ന് ഓപ്ഷൻ സി ആണ് KO, that is weighted average cost. അത് കോൺസ്റ്റന്റ് ആണ്. എത്ര ഡെറ്റ് എടുത്താലും WACC-ക്കകത്ത് ഒരു മാറ്റവും വരുന്നില്ല എന്നാണ് NOI അപ്രോച്ചുകാരുടെ. ഇപ്പൊ NI അപ്രോച്ചിന്റെ അത് എടുക്കുവാണെങ്കിൽ നമ്മൾ NI അപ്രോച്ച് നെറ്റ് ഇൻകം കാര്യം പറയുന്നു ദാറ്റ് എന്റെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആൻഡ് കോസ്റ്റ് ഓഫ് ഡെറ്റ് ഇത് രണ്ടും ചേഞ്ച് ആവുന്നില്ല എന്നാണ്. ആൻഡ് എന്റെ KO, ദാറ്റ് ഇസ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഇത് മാത്രമായിരുന്നു ചേഞ്ച് ആയിക്കൊണ്ടിരുന്നത്. എന്നാൽ NOI അപ്രോച്ചിന്റെ കേസിൽ കാര്യങ്ങൾ ഇച്ചിരി വ്യത്യാസം. NOI അപ്രോച്ചിനകത്ത് WACC എന്ന് പറയുന്ന സംഭവം ചേഞ്ച് ആവുന്നില്ല. ഓക്കെ അല്ല? ആൻഡ് KD എന്ന് പറയുന്ന സംഭവം ചേഞ്ച് ആവുന്നില്ല. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇവിടെ മാറും. ഇതാ അസംഷൻസിന്റെ ഷീറ്റ് ഒന്ന് ശ്രദ്ധിച്ചത് വായിച്ചു. When EBIT is higher than financial break-even point, there would be what? Financial break-even point എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ 2 break-even point ഉണ്ട്. ഓപ്പറേറ്റിംഗ് break-even point അവിടെ എൻ്റെ EBIT 0 ആയി. ഫൈനാൻഷ്യൽ break-even point എന്ന് പറഞ്ഞാൽ അവിടെ എൻ്റെ PBT 0 ആയി. ഓക്കെ, സോ EBIT എൻ്റെ ഫൈനാൻഷ്യൽ break-even പോയിന്റിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? ഫൈനാൻഷ്യൽ ലെവറേജ് പോസിറ്റീവ് ആയിരിക്കും, നോ ഫൈനാൻഷ്യൽ ലെവറേജ്, ഹയർ ഫൈനാൻഷ്യൽ ലെവറേജ്, നെഗറ്റീവ് ഫൈനാൻഷ്യൽ ലെവറേജ്. എന്താണ് തോന്നുന്നത് ആൻസർ? EBIT ഫൈനാൻഷ്യൽ ബ്രേക്ക് ഈവനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ ഫൈനാൻഷ്യൽ ബ്രേക്ക് ഈവൻ അല്ല, നമ്മുടെ ഫൈനാൻഷ്യൽ ലെവറേജിന്റെ ഫോർമുല എന്താ? EBIT by PBT ആണല്ലോ. സോ EBIT കൂടുതലല്ല, ബ്രേക്ക് ഈവൻ പോയിന്റിനെക്കാട്ടിലും കൂടുതലാണ്. ഓക്കെ അല്ലേ? സോ പോസിറ്റീവ് ആണോ ഹയർ ആണോ? ഹയർ അല്ലേ? ഹയർ ആണ്. അടുത്തത് ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ABC കൺസിസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർസ്, 8% ഡിബെഞ്ചേഴ്സ്, 50,000 ആണ് നമ്മളുടെ EBIT. ഡിഗ്രി ഓഫ് ഫൈനാൻഷ്യൽ ലെവറേജ് കണ്ടുപിടിക്കും. EBIT തന്നിട്ടുണ്ട്, ഡിബെഞ്ചേഴ്സിന്റെ 8% മൈനസ് ചെയ്യും, PBT കിട്ടും. EBIT by PBT എനിക്ക് ഫൈനാൻഷ്യൽ ലെവറേജ് ഈസി. An organization refers to the composition of its long-term funds and its capital structure. Long-term funds and capital structure composition നമ്മൾ എന്താ വിളിക്കുക? Capital acquisition. Okay. EPS EBIT indifference analysis എന്താണ് is used for?
evaluating the effect of business risk, examining EPS resulting in alternative financial plans at varying EBIT. Option B ആണ്. EPS EBIT-ക്കകത്ത് നമ്മൾ ഏത് ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്, ദാറ്റ് മീൻസ് അവിടെ എനിക്ക് കൂടുതൽ EPS കിട്ടണം. കൂടുതൽ EPS കിട്ടുന്ന ഏത് ഓപ്ഷനാണോ ആ ഓപ്ഷൻ ആയിരിക്കും EPS EBIT അനാലിസിസ് സെലക്ട് ചെയ്യുന്നത്. ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലെവറേജിന്റെ ഫോർമുല എന്താണ്? അതാണ് ചോദിച്ചേക്കുന്നത്. ആൻഡ് ഇത് രണ്ടാമത്തെ ഫോർമുലയാണ്. B. Percentage change in EPS to percentage change. What kind of capital structure has large proportion consisting of equity and retained earnings? ഏത് ക്യാപിറ്റൽ സ്ട്രക്ചറിനകത്താണ് ഏറ്റവും കൂടുതൽ ഇക്വിറ്റി ഷെയറും റീറ്റെയിൻഡ് ഏർണിംഗ്സ്? പിരമിഡ്, ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, ഇൻവേർട്ടഡ് പിരമിഡ്? Pyramid. കമ്പൈൻഡ് ലെവറേജ് കാൽക്കുലേറ്റ് ചെയ്യണം. സെയിൽസ് തന്നിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റ് ഉണ്ട്, ഫിക്സ് കോസ്റ്റ് ഉണ്ട്, ബോറോയിങ്സ് ഉണ്ട്, എല്ലാം തന്നെ ഉണ്ട്. കമ്പൈൻഡ് ലെവറേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഡയറക്ട്ലി തന്നെ എടുക്കുന്നു. ദാറ്റ് ഇസ് എന്താണ് ഫോർമുല? കമ്പൈൻഡ് ലെവറേജിന്റെ നോർമൽ ഫോർമുല. Contribution divided by EBT. Contribution by EBT. The dash is the percentage of change in the earnings per share that result from percentage change in the operating income. EPS ഉം operating income EBIT ആണ്. അപ്പൊ EPS ഉം EBIT ഏത് ലെവറേജ് ആണ് കാണിച്ചത്? Which leverage shows the result between EPS and EBIT? Financial. Financial leverage. Sachin has a sales of 75 lakhs, variable cost, fixed cost, operating leverage. What a chodyam, directly. Nothing very complicated. Cost of each component of a firm's capital structure multiplied by its weight. അത് ഇതിനകത്തല്ലായിരുന്നു ഈ ചോദ്യം വരേണ്ടത്. Weighted average. Efficiency of production operation and relationship between production cost and selling price is resulting of net profit before tax and deferred expenses, gross profit margin, gross profit plus realization from production wastage. Normal accounting chodyam. Efficiency of production operation and the relationship between production cost and selling price. Production cost and selling price. ശ്രദ്ധിക്കണം. അപ്പൊ ഏത് പ്രോഫിറ്റ് ആണ്? നെറ്റ് പ്രോഫിറ്റ് ആണ്, ഗ്രോസ് പ്രോഫിറ്റ്? നിങ്ങൾ അക്കൗണ്ട്സിന്റെ ചോദ്യം വരുമ്പോ എല്ലാവരും വേണ്ടത് നമ്മുടെ പ്രൊഡക്ഷനും സെല്ലിംഗ് പ്രൈസും തമ്മിലുള്ള ബന്ധം കാണിക്കുന്നത് ഗ്രോസ് പ്രോഫിറ്റ്. ഓക്കെ, ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഓഫീസിന്റെയും അഡ്മിനിസ്ട്രേറ്റീവും സാലറിയും ഒക്കെ മൈനസ് ചെയ്ത് കഴിഞ്ഞാണ് നെറ്റ് പ്രോഫിറ്റ്. പ്രൊഡക്ഷന്റെ മാത്രം നോക്കുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ എന്നാണ്. The goal of economic value added is to take into account dash of the company: cost of investment, cost of insurance, cost of capital investment, and cost of non-serviced capital investment. എന്താണ് എടുക്കേണ്ടത്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ Invested. അടുത്തത് XYZ borrowed a capital is nil, എന്നുവെച്ചാൽ ഡെറ്റ് ഒട്ടുമില്ല. Entire capital 3 lakh ഓണേഴ്സിന്റെ ആണ്, ഇക്വിറ്റി ആണ്. EBIT for the year is 28.5%. Applicable rate is 45. Tax rate is 45%. Calculate the earnings after tax. Question not issue. I think so.
ഓക്കെ. സംഭവം നമ്മളുടെ Forty-seven point ഏതാണ്? zero three. 47.03 അതാണോ കിട്ടുന്നത്? യെസ്. എങ്ങനെയാ ചെയ്തെന്ന് പറഞ്ഞുതരാമോ എല്ലാവർക്കും? എങ്ങനെയാ ചെയ്തേ? സർ EBIT ടാക്സ്. EBIT എത്ര കിട്ടി? 300 lakhന്റെ 28.5. 300 lakhsന്റെ 28.5 EBIT എടുക്കുന്നത്. അതാണ് പെർസെന്റേജിലാണ് EBIT. ഞാൻ ആ EBIT റുപ്പീസിലായിട്ട്. സോ പെർസെന്റേജ് 300ന്റെ 28.5 എടുക്കുന്നു. ആൻഡ് ബാക്കി ആ EBIT കിട്ടുന്നതിന്റെ ടാക്സ് 45%. സോ 47.0. A Limited informed profit after tax 7,50,000. Profit after tax വന്നിട്ടുണ്ട്. Interest expenses 2,75,000. Tax rate 40%. What will be the net operating income of A Limited? നമ്മളോട് EBIT കണ്ടുപിടിക്കാൻ. നമ്മളുടെ അടുത്ത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്, ടാക്സിന്റെ പെർസെന്റേജ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം. ഒന്ന് കണ്ടുപിടിക്കാം. എല്ലാവരും ചെയ്യണേ. നിങ്ങൾക്ക് 2 ഓർഡറിലും പോവാം, ഓപ്ഷൻസ് വെച്ചും പോവാം, അല്ലെ റിവേഴ്സ് ഓർഡർ. ഓപ്ഷൻസ് വെച്ച് ഏതായാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു ഓപ്ഷൻ വെച്ച് നമുക്ക് ഏതായാലും ഒരു കാര്യം ചെയ്യാം. റിവേഴ്സ് ഓർഡർ പറഞ്ഞു. ഇപ്പൊ റിവേഴ്സ് ഓർഡറിൽ നമ്മളുടെ അടുത്ത് EBIT ഉണ്ട്. ഇതിൽ നിന്ന് നമ്മൾ ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യുന്നു. എനിക്ക് PBT കിട്ടും. ഇതിൽ നിന്ന് നമ്മൾ ടാക്സ് മൈനസ് ചെയ്യുന്നു. അതിൽ നിന്നാണ് PAT കിട്ടും. അപ്പൊ PAT എനിക്കറിയാം 7,50,000. ടാക്സ് 40% ആണ്. നമ്മളുടെ ഈ PAT 7,50,000 ഇപ്പം 40% എന്റെ ടാക്സ് ആണെങ്കിൽ താഴെ കിടക്കുന്ന 7.5 ലക്ഷം എത്ര ശതമാനം വാല്യൂ ആയി? അപ്പൊ അത് 60% അല്ലേ? അപ്പൊ എനിക്ക് മേളിലോട്ട് പോകണമെങ്കിൽ ഈ പറയുന്ന 7,50,000 ഡിവൈഡ് ബൈ 0.68, എന്നിട്ട് ഇൻട്രസ്റ്റ് എനിക്ക് തന്നിട്ടുണ്ട് 275. ആഡ് ചെയ്യുമ്പം എനിക്ക് EBIT 1525 നോക്കാം.
ഓപ്ഷൻ ഡി. മനസ്സിലായോ? അപ്പൊ രണ്ട് വഴികളുണ്ട്. നിങ്ങൾക്ക് ബാക്ക്വേർഡ് പോകാം, അല്ലെങ്കിൽ ഓപ്ഷൻ സി. ബാക്ക്വേർഡ് പോകുമ്പോൾ ശ്രദ്ധിക്കണം, ഈ ടാക്സ് ഇവിടെ നമ്മൾ പറയുന്നത് അത് 40%, ആൻഡ് താഴത്തെ PAT കിടക്കുന്നത് അത് 60%. അതുകൊണ്ട് എനിക്ക് PBT കണ്ടുപിടിക്കണമെങ്കിൽ PBT എപ്പോഴും ജസ്റ്റ് ഒരു ഫോർമുല ആയിട്ട് നിങ്ങൾ വെച്ചോളൂ, അല്ലെ എഴുതിക്കോളൂ എവിടെയെങ്കിലും. PBT എനിക്ക് വേണമെങ്കിൽ ഇറ്റ് ഇസ് സിംപ്ലി PAT ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാക്സ്. കേട്ടോ, PAT ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാക്സ് ആണ് എന്റെ PBT. ബാക്കി പിന്നെ അതും കഴിഞ്ഞു. Financial leverage can be arrived by using the formula operating profit divided by profit after tax. Financial break-even point is the level of EBIT at which EPS is 0. N Company Limited issued sales for 50 lakh. Variable cost 57%. And fixed cost, admin, selling and distribution. മൂന്ന് തരത്തിലെ ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ട്. നമുക്ക് മൂന്നും തന്നിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് ലെവറേജ് എത്രയാണ് കണ്ടുപിടിക്കും. ഈസി. 4 approaches to capital structure. We have net income approach, net operating income approach. Then we have model and traditional. Option D ആണ് ബാക്കി. നമ്പർ ഓക്കെ അല്ലേ? Which of the following are the type of capital structure? Horizontal, polygon, pyramid, inverted pyramid, rhombus, vertical. Polygon illa, rhombus. About 1, 3, 4, 6. Option C. Okay. Easy question. I understand. Economic value added കണ്ടുപിടിക്കണം. Capital invested is 50,000. Operating profit after tax is 20,000. Opportunity cost is 10%. About 20,000 minus 5,000, 15,000. Easy. So 20,000 NOPAT minus 50,000 into 10%, 3,000, 15,000. ഇതൊന്ന് ഇത് നമ്മൾ ക്ലാസ്സിൽ ചെയ്തോന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. AXN company has 2 products. X എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, Y എന്ന് പറയുന്നത്. Y's selling price is 120% of X and sales volume of X is 150% of Y. Sales of 3 lakh units at 90 per unit. പിന്നെ വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട്, രണ്ടിന്റെ ഫിക്സ് കോസ്റ്റ് തന്നിട്ടുണ്ട്. ജസ്റ്റ് ഓപ്പറേറ്റിംഗ് ലെവറേജ് കണ്ടുപിടിക്കണം. അതൊക്കെ ഈസിയാണ്. ജസ്റ്റ് എനിക്ക് ആ സെയിൽസും സെല്ലിംഗ് പ്രൈസുമാണ് പണി. പണിയല്ല, ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കണം. ഇതിൽ വേറെ ഇഷ്യൂ ഒന്നുമില്ല. അപ്പൊ എങ്ങനെയാണെന്നൊന്ന് നോക്കിയിട്ട് പറയാമോ? രണ്ടിന്റെ എക്സിന്റെയും വൈയുടെയും സെയിൽസും സെല്ലിംഗ് പ്രൈസും എന്തൊരു? വൈയുടെ സെല്ലിംഗ് പ്രൈസ് 120 മടങ്ങുണ്ട്, 120% ഉണ്ട് ഓഫ് എക്സ്. എക്സിന്റെ 120% ആണ് വൈയുടെ സെല്ലിംഗ് പ്രൈസ്. എക്സിന്റെ വൈയുടെ സെയിൽ പ്രൈസ് 90 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ എത്രയാണ് ആൻഡ് സെയിൽസ് എത്ര? പറഞ്ഞു. ക്ലാസ്സിൽ ഇപ്പൊ ആകെ 3 പേര്. എല്ലാവർക്കും മനസ്സിലായി കാണും. ഒന്നും നിങ്ങൾ എത്തിയിട്ടില്ല. ഈഷ, ഹർഷ, മഹേഷ് 3 പേരേ ഉള്ളൂ. എന്തെങ്കിലും കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് എന്തെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ?
ചെയ്തുകൊണ്ടിരിക്കുക സർ. ഓക്കെ. എക്സിന്റെ സെയിൽസ് വോള്യൂം വൈയുടെ സെയിൽസ് വോള്യൂമിന്റെ 150%. വൈയുടെ സെയിൽസ് വോള്യൂം 3 lakh ആണ്. അപ്പൊ എക്സിന്റെ സെയിൽസ് വോള്യൂം 4,50,000 ആണ്. വൈയുടെ സെല്ലിംഗ് പ്രൈസ് എക്സിന്റെ സെല്ലിംഗ് പ്രൈസിന്റെ 120%. വൈയുടെ സെല്ലിംഗ് പ്രൈസ് 90 ആണ്. അപ്പൊ എക്സിന്റെ സെല്ലിംഗ് പ്രൈസ് അതിന്റെ ഡിവൈഡ് ചെയ്തെടുത്താൽ മതി 75 rupees. ഓക്കെ. സോ എക്സിന്റെ സെയിൽസ് വോള്യൂം 4,50,000 ആൻഡ് സെല്ലിംഗ് പ്രൈസ് 75 rupees. വൈയുടെ സെയിൽസ് വോള്യൂം 3,90 rupees. അത് തന്നിട്ട് ബാക്കി പിന്നെ ഓപ്പറേറ്റിംഗ് ലെവറേജ് കണ്ടുപിടിച്ചാൽ മാത്രം നോർമലി അല്ല, അത് യൂണിറ്റ്സ് അല്ലേ കൊടുത്തേക്കുന്നത്? 3 lakh യൂണിറ്റ്സ് അല്ലേ? അപ്പൊ സെയിൽസ് നമ്മൾ കണ്ടുപിടിക്കല്ലേ വേണ്ടേ? സെയിൽസ് കണ്ടുപിടിക്കണം. സെയിലിംഗ് പ്രൈസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. 90 പെർ യൂണിറ്റ് എന്ന് പറയുന്നത് പെർ യൂണിറ്റ്. അപ്പം 3 lakh into 90 അങ്ങനെയല്ലേ? 3 lakh into 90 and 4,50,000 into 70. എന്നിട്ട് 150% ഓഫ് വൈ അല്ലേ നോക്കണ്ടേ? അല്ല, അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പം നോർമലി യൂണിറ്റ്സും കാര്യങ്ങളും ആദ്യം സോർട്ട് ഔട്ട് ചെയ്യും. എക്സ് ഉണ്ട്, വൈ ഉണ്ട്. വൈയുടെ സെയിൽസിന്റെ യൂണിറ്റ്സ് തന്നേക്കുന്നത് 3 lakh ആൻഡ് വൈയുടെ സെല്ലിംഗ് പ്രൈസ് തന്നേക്കുന്നത് 90 ആണ്. അപ്പം വൈയുടെ സെയിൽസ് എത്രയാണെന്ന് പറയുന്നത് സെയിൽസ് യൂണിറ്റ്സ് ആണ്. അപ്പൊ വൈയുടെ സെയിൽസ് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എടുത്താൽ. അതേപോലെ എക്സിന്റെ കേസിൽ പറയുന്നു ദാറ്റ് എക്സിന്റെ സെയിൽസ് യൂണിറ്റ്സ് 150% ആണ് ഓഫ് വൈ സെയിൽസ്. വൈയുടെ സെയിൽസ് യൂണിറ്റ് എത്ര ആണോ അതിന്റെ 150%, 1.5 വരും, 4,50,000. ഓക്കെ. ആൻഡ് എക്സിന്റെ സെല്ലിംഗ് പ്രൈസ് അതിങ്ങനെയാണ് പറയുന്നത് ദാറ്റ് വൈയുടെ സെല്ലിംഗ് പ്രൈസ് എക്സിന്റെ 120% ആണ്. അപ്പൊ വൈയുടെ സെല്ലിംഗ് പ്രൈസ് എക്സിന്റെ 120% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൈയുടെ സെല്ലിംഗ് പ്രൈസിനെ ഡിവൈഡ് ചെയ്യുന്നു വിത്ത് 1.270. അപ്പൊ എക്സിന്റെ നമുക്ക് സെയിൽസ് കിട്ടും. രണ്ടിന്റെയും സെയിൽസ് കിട്ടും. ഈ സെയിൽസിൽ നിന്നാണ് പിന്നെ നമ്മൾ വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്യുന്നത്, പിന്നെ ഫിക്സ്ഡ് കോസ്റ്റ്. ഓക്കെ. വേരിയബിൾ കോസ്റ്റും ഫിക്സ്ഡ് കോസ്റ്റും ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പെർ യൂണിറ്റ് ബേസിസിൽ തന്നു. ഫിക്സ്ഡ് കോസ്റ്റ് പെർ ആനം ബേസിസ് ആണ്. ഓക്കെ അല്ലേ? യെസ് സർ. Okay, EBIT for the year 15 lakh, interest rate 12.5 lakhs, capital 40%, loan തന്നിട്ടുണ്ട്. പലതരത്തിലെ ലോൺ ഉണ്ട്. നമുക്ക് EBT ആസ് എ പെർസെൻറ്റേജ് ഓഫ് EBIT കണ്ടുപിടിച്ചാൽ. അപ്പൊ EBITക്കകത്തൊന്നും ഈ ലോണിന്റെ എല്ലാത്തിന്റെയും ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യും. ഓക്കെ. അപ്പൊ EBITക്കകത്തൊന്നും 3 ലോൺ ഉണ്ട്. 15 ലക്ഷത്തിന്റെ 12.5 ലോൺ ഉണ്ട്, 40 ലക്ഷത്തിന്റെ 13.75 40 ലക്ഷത്തിന്റെ 12.5 ലോൺ ഉണ്ട്, 30 ലക്ഷത്തിന്റെ 13.75 ലോൺ ഉണ്ട്, ആൻഡ് 75 lakhsന്റെ 5.5% ലോൺ. സോ EBIT മൈനസ് ഓൾ ദീസ് 3 ഇൻട്രസ്റ്റ് എനിക്ക് എന്ത് കിട്ടുന്നു? EBT കിട്ടും. ആ EBT ജസ്റ്റ് EBITയുടെ എത്ര പെർസെൻറ്റേജ് ആണ് ചെയ്യാലോ? ഒന്ന് ചെയ്ത് കാണിക്കൂ അത്. EBIT, it is 15 lakh less interest. 3 ഇൻട്രസ്റ്റ് ആണ് നമ്മുടെ. 3 തരത്തിലെ ലോൺ ഉണ്ട്. ലോൺ നമ്പർ 1, ലോൺ നമ്പർ 2 ആൻഡ് ലോൺ നമ്പർ 3. ആദ്യത്തെ ലോൺ കേസ് എടുക്കാം. ആദ്യത്തെ ലോൺ ആണ് 40 ലക്ഷം. 12.5%, 40 lakhs. അതിന്റെ ഇൻട്രസ്റ്റ് എന്തോ ഇത്രോ. സെക്കൻഡ് ലോൺ
13.75% ആണ് 30 lakh. ഇത്ര. മൂന്നാമത്തത് 5.5% ലോൺ ആണ്, ഇൻട്രസ്റ്റ് ആണ് 75 lakhs. ഇത്ര മൈനസ് ചെയ്യുമ്പോൾ എനിക്ക് PBT. ഇത്രയാണ് എന്റെ PBT. ഇവിടം വരെ ഓക്കെ അല്ലെ? PBT ഓർ EBT എന്ന് വിളിക്കാം. ഇനി എന്താ ചെയ്യേണ്ട? ചോദ്യം വായിച്ച് കമ്പനീസ് EBT ആസ് എ പെർസെന്റേജ് ഓഫ് EBIT. അപ്പൊ ഈ പറയുന്ന EBT അതിനെ നമ്മൾ EBITയുടെ പെർസെന്റേജ് വെച്ചെടുത്താൽ എന്തോരം വരും? EBT ഡിവൈഡഡ് ബൈ EBIT ഇൻറ്റു 100, 11.66%. ഓപ്ഷനകത്ത് ഓപ്ഷൻ ഏത്? ഓക്കെ അല്ലേ? നോട്ട് ചെയ്തേര്. Yes, sir. Thank you. Which of the following are the assumptions of net income approach of capital structure theory? Net income cost of equity is more than the cost of debt. ശരിയാണ്. Both cost of debt and cost of equity remains constant. ശരിയാണ്. There are no taxes. ശരിയാണ്. All these. Capital structure of A comprises of equity and debenture. EBIT തന്നിട്ടുണ്ട്. Financial leverage കണ്ടുപിടിക്കണം. Easy question ആണ്. Difference between operating leverage and financial leverage. Which of the following is incorrect? താഴെ ഏതാണ് ഈ രണ്ടിന്റെ ഡിഫറൻസ് അല്ലാത്തത്? Okay. Operating leverage is associated with the investment activity and financial leverage is associated with the financing activity. ശരിയാണ്. Operating leverage consists of fixed operating expenses and financial leverage consists of fixed financial expenses, interest cost. ശരിയാണ് അത്. Operating leverage represents the firm's ability to use the fixed operating expense and financial leverage ability to use the fixed finance. ഇതും ശരി. Obviously option D ആണ്. എന്നാലും ഓപ്ഷൻ നോക്കിയേക്കാം. Operating leverage is calculated by EBIT divided by PBT. അല്ല. Whereas financial leverage is calculated contribution. അവർ ഫോർമുല അങ്ങോട്ടും ഇങ്ങോട്ടും. So option D ആണ് correct. പ്രോജക്റ്റിന്റെ ഔട്ട്ലേ നമുക്ക് തന്നിട്ടുണ്ട് 400 lakhs. The required amount can be raised by either equity shares of face value 400 lakhs or by issuing equity shares to the extent of 200 lakhs and 200 lakhs debt. 40% tax ആണെങ്കിൽ ഇൻഡിഫറൻസ് പോയിന്റ് കണ്ടുപിടിക്കും. ഇൻഡിഫറൻസ് പോയിന്റ് അറിയാമോ? അപ്പൊ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. ഇൻഡിഫറൻസ് പോയിന്റിന് വേണ്ടി നമുക്ക് ആ മെത്തഡോളജി, ആ ഫോർമുല ഒന്ന് സെറ്റ് ഔട്ട് ചെയ്തെടുക്കണം. രണ്ടിനെയും ഈക്വൽ ടു അപ്പുറത്തും ഇപ്പുറത്തും ഒന്ന് വെക്കണം. ഓക്കെ. ഇൻഡിഫറൻസ് പോയിന്റിൽ നമുക്ക് ആ EBIT ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആ EBIT നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് ആദ്യത്തെ കേസ് EBIT അത് അവിടെ ഇരിക്കട്ടെ. ആദ്യത്തെ കേസിൽ എനിക്ക് ആവശ്യം എത്രയാണ്? 400 lakhsന്റെ ആവശ്യമുണ്ട്. ഈ 400 lakhsന്റെ ആവശ്യം ആദ്യത്തെ കേസിൽ ഫുൾ ഇക്വിറ്റി വെച്ചാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ EBITക്കകത്തുനിന്ന് വേറെ മൈനസ് ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് ടാക്സ് മാത്രമുണ്ട്. സോ 1 മൈനസ് ടാക്സ് റേറ്റ് 40% വരും, 0.4 ഡിവൈഡഡ് ബൈ ദി നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ. നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ 400 lakhs ആണ്. ഓക്കെ അല്ലേ? സോ നമ്മുടെ കയ്യിലൊരു 100 രൂപയുടെ ഷെയർ ആണെങ്കിൽ 4 lakhs എന്ന് അസ്യൂം ചെയ്യും. 100 രൂപ ഫേസ് വാല്യൂ ആണെങ്കിൽ നമ്പർ ഓഫ് ഷെയർ 4 lakh. ഓക്കെ, അതവിടെ കഴിയുന്നു. എന്നിട്ട് നമ്മൾ ഒരു ഈക്വൽ ടു അപ്പുറത്ത് രണ്ടാമത്തെ ഓപ്ഷൻ എന്താണോ അത് സെറ്റ് ആവും. രണ്ടാമത്തെ ഓപ്ഷൻ EBIT, അതിന് ഇൻട്രസ്റ്റ് പോകും. ബിക്കോസ് അവിടെ എൻ്റെ അടുത്ത് ലോൺ ഉണ്ട്. 15% 200 lakhsന്റെ ഡെറ്റ് ഉണ്ട്. 200 ലക്ഷത്തിന്റെ 15% കടം വരുന്നത്. അപ്പൊ 30 ലക്ഷം. എന്നിട്ട് അതിനകത്ത് നമ്മൾ 1 മൈനസ് ടാക്സ് ആയ 0.4 അഡ്ജസ്റ്റ് ചെയ്തു. ഇവിടെ നമ്പർ ഓഫ് ഷെയർ വ്യത്യാസമുണ്ട്. 200 ലക്ഷമാണ് നമ്മൾ ഇക്വിറ്റി ഷെയർ എടുക്കുന്നത്. അപ്പൊ 2 ലക്ഷം ഷെയർ. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് ആൻസർ കിട്ടും. സംഭവം മനസ്സിലായോ?
ഇക്വേഷൻസ് ഓക്കെ ആണോ? ആ സർ മനസ്സിലായി. സോൾവ് ചെയ്ത് കാണിക്കണോ? നമുക്കതിനെ സോൾവ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നും കൂടെ ഒന്ന് പറയാം. ഇങ്ങനെ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഈക്വൽ നമ്പർ ഓഫ് സീറോസ് ഇല്ല, ഈക്വൽ നമ്പർ ഓഫ് സീറോസ് ഒന്ന് എടുത്തു മാറ്റിക്കും. കാൽക്കുലേഷൻസ് കുറച്ച് ഈസി ആയിരിക്കും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ 5 0 ഇവിടെ ഉണ്ട്, 5 0 ഇവിടെ ഉണ്ട്, 5 0 ഇവിടെ ഉണ്ട്. അപ്പൊ 5 സീറോസ് എടുത്ത് നമ്മളൊന്ന് സെപ്പറേറ്റ് ആക്കി മാറ്റി വെക്കും. ജസ്റ്റ് ലാസ്റ്റിലേക്ക് മാറും. അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ EBIT into 1 minus 0.4 divided by 4 equal to EBIT minus 30 into 1 minus 0.4 divided by 2. Okay, ഇതൊന്ന് സോൾവ് ചെയ്ത് 2 അങ്ങോട്ട് പോകും. നമുക്ക് ഫർദർ സോൾവ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിനെ ഇങ്ങനെ എടുക്കാം. ഇത് 0.6 EBIT ആവും. ഓക്കെ അല്ലേ? ആൻഡ് ഈ കിടക്കുന്ന 2, താഴെ കിടക്കുന്ന 2 ഞാൻ അപ്പുറത്തോട്ട് ഇടുവാണ്. സോ ഇൻടു 2 ആണ്. റൈറ്റ്? ഈക്വൽ ടു ഇവിടെ 0.6 ഉണ്ട്. ആദ്യം അത് EBIT ആയിട്ട് മൾട്ടിപ്ലൈ ആവും, പിന്നെ അത് 30 ആയിട്ട് മൾട്ടിപ്ലൈ ആവും. ഓക്കെ അല്ലേ? സോ അതിനെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ എടുക്കാം. 4 ആണ് ഇവിടെ കിടക്കുന്നത്, അത് ഈക്വൽ ടു അപ്പുറത്തോട്ട് പോവാണ്. 4 ബ്രാക്കറ്റ് ഓപ്പൺ EBIT minus 30 into 0.6. ജസ്റ്റ് ഈ ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്താൽ മതി. നമുക്ക് ഇതിൽ നിന്ന് EBITയുടെ ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? ആ EBIT ആണ് ഇത്രയും വരെ ഞാൻ ചെയ്തു. ബാക്കി നിങ്ങൾ ടൈം കിട്ടുന്നതനുസരിച്ച് ഒന്ന് സോൾവ് ചെയ്യുക. ഓക്കെ, ബാക്കി ഫുൾ മാത്തമാറ്റിക്സ്. പിന്നുള്ളത് മൊത്തം മാത്സിന്റെ based on the financials of the company, what will be the combined leverage? Turnover under variable cost, fixed cost, 10% debentures, 30% tax. Combined leverage കണ്ടുപിടിക്കണം. So contribution by PBT. Okay. The degree of financial leverage is 2, degree of operating leverage is 4, fixed cost തന്നിട്ടുണ്ട് നമുക്ക്, variable cost തന്നിട്ടുണ്ട്, earnings after tax ആണ് കണ്ടുപിടിക്കുന്നത്. ആ ചാർട്ടിൽ തന്നെ നമുക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, earnings ആഫ്റ്റർ ടാക്സ് എത്രയാണ് അതൊന്ന് കണ്ടുപിടിച്ച് സെറ്റ് ആക്കി നമുക്ക് അതിന്റെ ആ ചാർട്ട് ഒന്ന് വരയ്ക്കാം. ചാർട്ട് നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ നമ്മുടെ സെയിൽസിൽ നിന്നാണ് തുടങ്ങുന്നത്. അതിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ്, പിന്നെ കോൺട്രിബ്യൂഷൻ, പിന്നെ ഫിക്സ്ഡ് കോസ്റ്റ്, EBIT, പിന്നെ ഇൻട്രസ്റ്റ് കോസ്റ്റ്, പിന്നെ PBT, പിന്നെ ടാക്സ്, പിന്നെ PAT. ഇതിനെ ഫില്ല് ചെയ്തെടുക്കണം. അപ്പൊ നമ്മുടെ കയ്യിൽ ഫിക്സ് കോസ്റ്റ് തന്നിട്ടുണ്ട് 60,000, ഇത് തന്നിട്ടുണ്ട് 60,000. നമ്മുടെ കയ്യിൽ ഫിനാൻഷ്യൽ ലെവറേജ് ഉണ്ട്, ഓപ്പറേറ്റിംഗ് ലെവറേജ് ഉണ്ട്. ഓപ്പറേറ്റിംഗ് ലെവറേജ് ഇസ് 4. ഓക്കെ, സോ ഓപ്പറേറ്റിംഗ് ലെവറേജിന്റെ ഫോർമുല എടുക്കണം. ഓപ്പറേറ്റിംഗ് ലെവറേജ് ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT. അപ്പൊ ഈ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT എടുക്കുമ്പോൾ ഓപ്പറേറ്റിംഗ് ലെവറേജ് എനിക്കറിയാം 4 ആണ്. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന സംഭവത്തിനെ അതുപോലെ തന്നെ വെക്കാം. കോൺട്രിബ്യൂഷൻ അങ്ങനെ തന്നെ വെക്കാം. താഴെ EBIT എന്ന് പറയുന്ന സംഭവത്തിനെ കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സ്ഡ് കോസ്റ്റ് 60,000. ഓക്കെ, എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കോൺട്രിബ്യൂഷന്റെ വാല്യൂ എത്രയാണോ അത് കിട്ടും. അപ്പോൾ ദിസ് വിൽ ബി 4 times contribution minus 2,40,000 is equal to what? 3 times contribution is equal to 2,40,000 and contribution is equal to 2,40,000 divided by 80,000 contribution. So 80,000 contribution ഉണ്ടെങ്കിൽ EBIT 20,000, 20,000. EBIT എനിക്ക് കിട്ടിയാൽ എനിക്ക് ഫിനാൻഷ്യൽ ലെവറേജ് 2 തന്നിട്ടുണ്ട്. ഫിനാൻഷ്യൽ ലെവറേജ് 2 തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് PBT കണ്ടുപിടിക്കാമല്ലോ. സോ ഫിനാൻഷ്യൽ ലെവറേജിന്റെ ഫോർമുല എന്താണ്? ഫിനാൻഷ്യൽ ലെവറേജിന്റെ ഫോർമുലയാണ് EBIT ഡിവൈഡഡ് ബൈ PBT or EBT. ഫിനാൻഷ്യൽ ലെവറേജ് ഇസ് 2, EBIT 20,000 ആണ്.
അപ്പൊ PBT എനിക്ക് കണ്ടുപിടിക്കാം. PBT will be equal to 10. PBT 10,000. ബാക്കി ടാക്സ് അഡ്ജസ്റ്റ് ചെയ്ത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടുന്നു. ഓക്കെ അല്ലേ? 7. X Limited, leather manufacturing company, averted the sales turnover under 40 lakh rupees year ended. Variable cost 20 lakhs and fixed cost 5 lakhs. Issued a debenture worth 10 lakhs. Interest rate, financial leverage of the country. Direct. EVA can be calculated as so net operating profit minus tax minus this. None of it. Okay, alle? Capital structure okay or no? Yes, sir. Okay, അപ്പോൾ 12:30 ആയി. നമുക്കൊരു 10 minutes break എടുത്താൽ നമുക്ക് ആ ലേറ്റസ്റ്റ് കഴിഞ്ഞ അറ്റംപ്റ്റിലുള്ള ഡിസംബറിലെ ക്വസ്റ്റ്യൻ പേപ്പർ അത് സോൾവ് ചെയ്യാം. Okay, sir. കംപ്ലീറ്റ് ആയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇരിക്കാം. ഫൈനൽ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തിട്ട് നമുക്ക് ക്ലാസ് വൈൻഡ് ചെയ്യാം. ബാക്കി എല്ലാ ഡേറ്റ മൊത്തം ഞാൻ ഈ ക്വസ്റ്റ്യൻസ് അയച്ചു തരാം. നിങ്ങൾ സോൾവ് ചെയ്ത് എന്ത് ഡൗട്ട് ഉണ്ടല്ലോ. സ്റ്റാർട്ട് ചെയ്യാം. Yes. ഓക്കെ, ഇത് നമ്മളുടെ കഴിഞ്ഞ അറ്റംപ്റ്റിൽ വന്ന് ഡിസംബർ അറ്റംപ്റ്റിലെ ക്വസ്റ്റ്യൻ പേപ്പർ. സോ സ്റ്റാർട്ട് ചെയ്യും. Which of the following does not fall within the ambit of investment division? അത് ക്ലാസിന്റെ തുടക്കത്തിൽ തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഇൻവെസ്റ്റ്മെന്റ് ഡിവിഷനകത്ത് എന്തൊക്കെയാ വരുന്നത്? ഇൻവെന്ററി മാനേജ്മെന്റ്, സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെന്റ്, റീപ്ലേസ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് നൺ ഓഫ് ദി above. ഏതാണ് തോന്നുന്നത്? നൺ ഓഫ് ദി above. ഒന്നും വരത്തില്ല. ഇവിടെ നമുക്കൊരു ഡൗട്ട് വരും. വർക്കിംഗ് ക്യാപിറ്റലിന്റെ കാര്യങ്ങള് ഇൻവെസ്റ്റിംഗ് ഡിവിഷനകത്താണല്ലോ വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇൻവെന്ററി മാനേജ്മെന്റ് എന്തുകൊണ്ട് ഇതിന്റെ അകത്ത് വരുന്നില്ല? വർക്കിംഗ് ക്യാപിറ്റൽ ഓവറോൾ വരുമ്പോഴാണ് ഇൻവെസ്റ്റിംഗ് ഡിവിഷനകത്ത്. നമ്മൾ ഇൻവെന്ററിനെ വെറും മാനേജ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ അത് ഇൻവെസ്റ്റിംഗ് ഡിവിഷന്റെ ഭാഗമല്ല. ഇത് നമ്മുടെ നോർമൽ ഡേ ടു ഡേ ഓപ്പറേഷൻസിന്റെ കാര്യമാണ്. അതുകൊണ്ട് ഇതിനകത്ത് ഞാൻ നോട്ട് ചെയ്യുന്നു. ഇതൊന്നും എന്റെ ഇൻവെസ്റ്റിംഗ് ഡിവിഷന്റെ ഭാഗം അല്ല. അടുത്തത്, which of the following is or are the key factors that influence investing decision of firm? താഴെ പറയുന്നത് എന്താണ് എന്റെ ഒരു ഫേമിന്റെ കീ ഫാക്ടർ ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ക്യാപിറ്റൽ ഔട്ട്ലേ ആൻഡ് ഫ്യൂച്ചർ ഏർണിംഗ്സ് ഓഫ് ദി പ്രൊപ്പോസ്ഡ് പ്രോജക്ട്. യെസ്, ഞാനൊരു പ്രോജക്റ്റ് എൻറ്റർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു അസറ്റ് മേടിക്കുന്നതിന് മുമ്പ് ഞാൻ എന്ത് നോക്കും? അത് എത്ര രൂപയുടെയാണെന്ന് നോക്കും. ആൻഡ് ഫ്യൂച്ചറിൽ അത് എനിക്ക് എന്തോരം റിട്ടേൺ കൊണ്ട് തരുമെന്ന്, അല്ലേ? സോ അതൊരു പോയിന്റ് ആണ്, ശരിയാണത്. അടുത്തത്, അവൈലബിലിറ്റി ഓഫ് ക്യാപിറ്റൽ ആൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇതും ശരിയാണ്. ക്യാപിറ്റൽ കിട്ടുമോ എന്ന് നോക്കണം. ആൻഡ് ആ ക്യാപിറ്റലിന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണ് അതും കൂടെ നോക്കണം. ഓക്കെ, സോ അതും ശരിയാണ്. A set of standards by which project is selected, implementation and maximizing the return. So ഇതും ശരിയാണ്. സ്റ്റാൻഡേർഡ്സ്, എങ്ങനെയാണ് പ്രോജക്റ്റ് ഞാൻ സെലക്ട് ചെയ്യുന്നത്? NPV ഉപയോഗിക്കണോ, IRR ഉപയോഗിക്കണോ, അതൊക്കെ ആണ് ഈ പോയിന്റ് നോക്കി. അപ്പോൾ ഇതിനകത്ത് ആൻസർ വരുന്നത് D ആണ്. ഓൾ എല്ലാം. സർ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ റീപ്ലേസ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നില്ല, അതിനെ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? റീപ്ലേസ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ നമ്മുടെ ബിസിനസ്സിനകത്ത് എന്തെങ്കിലും റീപ്ലേസ് ചെയ്യും. പ്രോഡക്റ്റിനെ റീപ്ലേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഫർണിച്ചറിനെ റീപ്ലേസ് ചെയ്യുന്നു, എന്താണ് ഇതിനകത്ത് ബിസിനസ് റീപ്ലേസ് ചെയ്യുന്നു, എനിത്തിങ്. Which of the following scholar commented? Cost of capital is the rate of return the firm required from investment in order to increase the value of the firm in the marketplace. ഇത് ഇച്ചിരി പണിയാണ്. ഇതിനകത്ത് നമുക്ക് ടെക്നിക്കലി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഡെഫിനേഷൻസ് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത് അത് വായിക്കുന്നതിനനുസരിച്ചിരിക്കും. അപ്പോൾ ഡെഫിനേഷൻസിന്റെ ചോദ്യം അങ്ങനെ എടുത്ത് ഇതുവരെ ചോദിച്ചിട്ടില്ല, ബട്ട് കഴിഞ്ഞതിനകത്ത് ചോദിച്ചു.
ഇത് എനിക്കും അറിയത്തില്ല കേട്ടോ, ബിക്കോസ് ഡെഫിനേഷൻസ് ഒന്നും കാണാപ്പാടെ ഞാൻ ആക്കിയിട്ടില്ല. സോ ലോജിക് ഇതിനകത്ത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ ഡെഫിനേഷൻ സെക്ഷനകത്ത് പോകണം. ഈ വരി ആരാണ് പറയുന്നത് അത് വെച്ച് സെലക്ട് ചെയ്ത്. ഓക്കെ അല്ല, സോ ഇത് നോക്കേണ്ടി വരുന്നു. Though cost of retained earnings is generally as equal to the cost of equity, it is not adjusted for. So cost of retained earnings equity പോലെ തന്നെയാണ്, പക്ഷെ ഇതിനെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ടാക്സിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഫ്ലോട്ടേഷൻ കോസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അണ്ടർ പ്രൈസിങ്, ഓക്കെ, ആൻഡ് ഓൾ ദി അതർ. ഓക്കെ, അപ്പോ നമുക്കതൊന്ന് മനസ്സിലാക്കി. സോ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആൻഡ് കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് സെയിം തന്നെയാണ്. പക്ഷെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റിക്കകത്ത് ഞാൻ ഫ്ലോട്ടേഷൻ കോസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ അല്ല, ഫ്ലോട്ടേഷൻ കോസ്റ്റിന് അഡ്ജസ്റ്റ്മെന്റ് അവിടെ വരുന്നു. പിന്നെ അണ്ടർ പ്രൈസിങ് എന്ന് പറഞ്ഞാൽ എന്റെ ഷെയറിന്റെ വില ഓവർ അല്ലെങ്കിൽ അണ്ടർ പ്രൈസ്ഡ് ആണോ എന്നുള്ളൊരു കാര്യം. എന്റെ ഒരു ലോജിക് വെച്ച് ആൻസർ ഇവിടെ ബി ആണ് വരുന്നത്. ബിക്കോസ് നമ്മൾ ഇക്വിറ്റിയുടെ കേസിൽ ഫ്ലോട്ടേഷൻ കോസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യും, പക്ഷെ കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ടെക്നിക്കലി ഫ്ലോട്ടേഷൻ കോസ്റ്റ് അവിടെ എടുക്കത്തില്ല. ടെക്നിക്കൽ പോയിന്റ് ആണ്, ജസ്റ്റ് ഒരു പോയിന്റ് മാത്രം. ഓപ്ഷൻ ഇവിടെ ബി ആണ്. ഇവിടം വരെ ഓക്കെ അല്ലേ? Yes, sir. Which of the following statement is true? There is no restriction on a company to be an all debt company. Debt can be raised even without any equity base in the company. But ഒരു ഇക്വിറ്റിയും ഇല്ലാതെ, കമ്പനിക്ക് ഒരു ഇക്വിറ്റിയും ഇല്ലാതെ പ്രവർത്തിക്കാൻ പറ്റുമോ? ഇല്ല. ഒരു ഇക്വിറ്റി എങ്കിലും വേണം. അതുകൊണ്ട് ഓപ്ഷൻ 1 ആണ്. ഇസ് ട്രൂ എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. ഇസ് ട്രൂ ഏതാണ് ശരിയെന്ന്. Debt can be raised by a company only on adequate equity base, which serves as a cushion for debt financing. Yes, ഒരു adequate equity base. നമ്മുടെ കമ്പനി ലോ തന്നെ പറയുന്നു. മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എങ്ങും കമ്പനി ലോ എടുത്ത് പറയുന്നില്ല. ഒരു സാധാ കമ്പനിക്ക്, നിധി കമ്പനിക്കൊക്കെ പറയുന്നുണ്ട്, പക്ഷെ നോർമൽ കമ്പനിയുടെ കേസിൽ അങ്ങനെ പറയുന്നില്ല. ബട്ട് അവിടെ ഒരു ക്യാച്ച് ഉണ്ട്. നമ്മുടെ MOയുടെ സെക്ഷൻ്റെ അകത്ത് കമ്പനി ലോ എടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ദാറ്റ് സബ്സ്ക്രൈബർ ടു ദി മെമ്മോറാൻഡം അറ്റ്ലീസ്റ്റ് ഒരു ഷെയർ എങ്കിലും മേടിക്കണമെന്ന്. അതുകൊണ്ട് ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ഇക്വിറ്റി ഷെയറിനെ പറ്റി പറയുന്നു. ഓപ്ഷൻ ബി ആണ് ഇതുവരെ കാര്യം. അടുത്തത്, ദി കോമ്പോണന്റ് ഓഫ് ഡെറ്റ് ആൻഡ് ഇക്വിറ്റി in capital structure has been prescribed by the Companies Act and it is mandatory for the company to adhere it. ഇല്ല, അങ്ങനെ ഒരു പ്രിസ്ക്രിപ്ഷനും ഇല്ല. നമുക്ക് ഡെറ്റും ഇക്വിറ്റിയും എന്തോരം എടുക്കാം എന്നുള്ളതിന്റെ പെർസെൻറ്റേജ് ആണ്. അത് എത്ര പെർസെൻറ്റേജ് വെച്ച് വേണമെന്നൊന്നുമല്ല, എത്ര ലിമിറ്റ് കൂടുതൽ പോകാൻ പാടില്ല അങ്ങനെയൊക്കെ പറയും. അതുകൊണ്ട് അതുമല്ല. സോ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ കറക്റ്റ്. ഓക്കെ, സോ കുറച്ച് ചിന്തിക്കേണ്ട ചോദ്യങ്ങളൊക്കെയാണ്. Which of the following statements regarding liquidity ratio is true? Liquidity ratio യ്ക്കകത്താണ് നമ്മളുടെ കറണ്ട് റേഷ്യോ, ലിക്വിഡ് റേഷ്യോ, ക്വിക്ക് റേഷ്യോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരും. അപ്പൊ ഏതാണ് ലിക്വിഡിറ്റിക്ക്? ഹയർ ദി കറണ്ട് റേഷ്യോ ഓഫ് എ ഫേം, ഗ്രേറ്റർ ദി എബിലിറ്റി ടു പേ കറണ്ട് ലയബിലിറ്റി. ശരിയാണ്. Which of the following is true എന്നാണ് പറയുന്നത്. ഇത് ശരിയാണ്. ആക്കി നോക്കാം. Current ratio is a crude ratio and does not take into account the difference amongst different categories of current assets. Okay, ശരിയാണ്. To assess quick liquidity, the firm liquidity ratio of the firm, inventory is excluded from the calculation. അതും ശരിയാണ്. ക്വിക്ക് റേഷ്യോയ്ക്കകത്ത് നമ്മൾ ക്വിക്ക് അസറ്റിൽ നിന്ന് സ്റ്റോക്ക് മൈനസ് ചെയ്യുന്നുണ്ട്. അതും ശരിയാണ്. ആൻഡ് കറണ്ട് റേഷ്യോയ്ക്കകത്ത് നമ്മൾ കറണ്ട് അസറ്റിനകത്ത് എല്ലാ അസറ്റും ഇടുന്നുണ്ട്. ഞാൻ അവിടെ എക്സ്ട്രാ ഡിഫറൻസിയേഷൻ ഒന്നും കാണിക്കുന്നില്ല. ഓക്കെ, സോ ഇവിടെ ആൻസർ ഓൾ ദി അബ്, എല്ലാം തന്നെ ട്രൂ ആണ്. 6th. 7th, നല്ല രീതിയിൽ തിയറി വന്നിട്ടുണ്ട് കേട്ടോ. Which of the following is not a dimension of liquidity management of firms? Management of cash and marketable securities, credit policy decision, management and control of inventory, and investment in fixed assets. ഏതാണ് നമ്മളുടെ ലിക്വിഡിറ്റി മാനേജ്മെന്റിന്റെ അകത്ത് വരാത്തത്? ലിക്വിഡിറ്റിക്കകത്ത് എന്തൊക്കെയോ? ലിക്വിഡിറ്റിക്കകത്ത് വരുന്നതാണ് കറണ്ട് അസറ്റ്, കറണ്ട് ലൈഫ്. മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ആൻഡ് ക്യാഷ് കറണ്ട് അസറ്റ് ആണോ? യെസ്. ക്രെഡിറ്റ് പോളിസി, ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ കടം, ഡെറ്റേഴ്സ്, കറണ്ട് അസറ്റ് ആണോ? യെസ്. ഇൻവെന്ററി കറണ്ട് അസറ്റ് ആണോ? യെസ്. ഫിക്സ്ഡ് അസറ്റ് കറണ്ട് അസറ്റ് ആണോ? അല്ല. അപ്പൊ ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? നമ്മൾ വെറും ലിക്വിഡിറ്റി എന്നുള്ള ഒരു വാക്കിന്റെ ബേസിസിൽ ഞാൻ ബാക്കി ഫുൾ സോൾവ് ചെയ്തു.
Which of the following is false? There is an inverse relationship between liquidity and profitability. ശരിയാണ്. While immediate survival of the firm depends on profitability, its long-term survival depends on liquidity. ഇല്ല, നേരെ തിരിച്ചാണ്. Immediate survival liquidity ആണ്, long-term കേസ് profitability ആണ്. അത് തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് നമുക്ക് ഇവിടെ വരുന്നത്. ഓക്കെ, തിരിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ജഗിൾ ചെയ്തു. The total capital invested in a firm is 500 crores, including 40% borrowed funds. The total capital invested in firm B is 500 crores, including 20% borrowed funds. There is no preference shares in both. If the rate of operating EBIT for both the firm is 18%, EBIT 18%, applicable income tax is 30%, and the rate of interest is 12%. Which of the following statement is true in light of the information in the project? Return of equity of firm A will be higher as compared to that of B. Return of B will be higher. Both the firm are indifferent. None of them. ഇവിടെയാണ് നമുക്ക് റേഷ്യോസിന്റെ ഒരു റിക്വയർമെന്റ്. റിട്ടേൺ ഓൺ ഇക്വിറ്റിയുടെ ഫോർമുല അറിയാമോ? ഓക്കെ, ഇത് സോൾവ് ചെയ്യുന്നു. ആദ്യത്തെ ഫേമിന്റെ കേസിൽ ഫേം എ. ഫേം എയില് ടോട്ടൽ ക്യാപിറ്റൽ എത്രയാണ്? ഫേം എയില് 500 കോടിയിലെ ടോട്ടൽ ക്യാപിറ്റൽ, അതിനകത്തുനിന്ന് 40% ബോറോഡ്. അപ്പൊ 500 crore ടോട്ടലാണ്. അതിനകത്ത് ഇക്വിറ്റി ആൻഡ് ഡെറ്റ്. Debt 40%. Okay, so ഇതിന്റെ 40%. ബാക്കി 300 ഇവിടെ വരെ. പിന്നെ we have firm B. ഫേം ബിയുടെ ക്യാപിറ്റൽ സെയിം 500 തന്നെ. അവരുടെ ഇക്വിറ്റി ആൻഡ് ഡെറ്റ് 20%. ഓക്കെ, നമ്മുടെ EBIT 18%. രണ്ട് കേസിലും 18%. Both the firms 18%. Applicable income tax 30%. Interest rate 12%. Which of the following statement is true in light of the firm? Okay. So return on the equity of firm A is higher as compared to B. Okay. So EBIT 18% ആണ്. അപ്പോൾ നമ്മൾ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ ആണ് 500. ഫേം എയിലെ EBIT എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 500 എന്ന് പറയുന്ന സംഭവത്തിന്റെ 0.18 ആൻഡ് ഫേം ബിയിലെ കേസിലും 90 വ്യത്യാസം 18%. അപ്പൊ EBIT കിട്ടി. ഇനി EBITക്കകത്ത് ഞാൻ സബ്ട്രാക്ട് ചെയ്യുന്നു ഇൻട്രസ്റ്റ് നോക്കാം. ഇൻട്രസ്റ്റ് പറഞ്ഞേക്കുന്നത് 12% രണ്ട് കേസ്. അപ്പോൾ ഡെറ്റ് ഇവിടെ 200 ആണ്, അതിന്റെ 0.12. ഇവിടെ ഡെറ്റ് 100 ആണ്, അതിന്റെ 0.1. കിട്ടുന്നു പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. എന്നിട്ട് നമ്മൾ ടാക്സ് മൈനസ് ചെയ്യുന്നു. Tax is 30%. After tax. Okay. ഈ റിട്ടേൺ ഓൺ ഇക്വിറ്റി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ കിട്ടിയ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി 300. ഇക്വിറ്റി മാത്രം 15.4%. ആൻഡ് രണ്ടാമത്തെ കേസിൽ നമ്മുടെ ഇവിടുത്തെ പ്രോഫിറ്റ് ഇതാണ്. ഇവിടെ നമ്മുടെ ഇക്വിറ്റി 400 ആണ്, 13.65%.
അപ്പം ഫേം എയുടെ റിട്ടേൺ ഓൺ ഇക്വിറ്റി കൂടുതലാണ് ആസ് കമ്പയർഡ് ടു ഫേം ബി. അതാണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ റിട്ടേൺ ഓൺ ഇക്വിറ്റി വിൽ ബി ഹയർ ആസ് കമ്പയർഡ് ടു. ക്ലിയർ അല്ലേ? ചോദ്യം മനസ്സിലായോ? നോട്ട് ചെയ്തേര്. സോ 15.4 എങ്ങനെ കിട്ടിയേ? നമ്മുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. ഓക്കെ ഓക്കെ. ഓക്കെ അല്ലേ? നോട്ട് ചെയ്തോ? അത് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. 9th കഴിഞ്ഞു. Which of the following statement is false? താഴെ പറയുന്ന ഏതാണ് false? A finance manager can take the financial decision of a firm by considering the return dimension only. Okay. റിട്ടേൺ മാത്രമല്ലല്ലോ, റിസ്കും കൂടെ നോക്കാറില്ല. അപ്പൊ എന്റെ അഭിപ്രായം ചെയ്തെന്നാണ് ഇപ്പം ഫോൾസ്. ബാക്കി വായിക്കാൻ നോക്ക്. Usually, as the return on an investment increases, the risk associated with also increases. ഇത് ശരിയാണ്. And his attempt to increase the return, finance manager will have to undertake greater degree of risk. ശരിയാണ്, ഇത് true ആണ്. At the time of taking financial decision, financial manager tries to achieve proper balance between risk and return. ഇതും ശരിയാണ്. ഓപ്ഷൻ എ. Okay, 10th option A. Economic ordering quantity of a product തന്നിട്ടുണ്ട് നമുക്ക് 3000 units. Cost തന്നിട്ടുണ്ട് per unit 1.5. Ordering cost തന്നിട്ടുണ്ട് 18 per order. Carrying cost 20% per annum. Annual consumption എത്രയാണെന്ന് കണ്ടുപിടിക്കും. Okay, annual consumption in units. അപ്പൊ നമ്മുടെ EOQയുടെ ഫോർമുലക്കകത്ത് എല്ലാ സംഭവവും നമുക്ക് എടുത്ത് തന്നിട്ടുണ്ട്. A തന്നിട്ടുണ്ട്. ഓക്കെ, സോ അതിനെ നമ്മൾ കൊണ്ടുപോകുന്നു. EOQ is 3000. See, square root of annual 2 times annual consumption into ordering cost 18 rupees divided by carrying cost 20% per annum. Okay, inventory value 1.5 in that 20 0. ഇതാണ് സംഭവം. പുറത്തൊരു റൂട്ട് കിടക്കും. അപ്പൊ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, ആദ്യം ഈ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്ന സംഭവം ഇവിടെ കിടക്കുന്നതിന് ഞാൻ അപ്പുറത്തോട്ട് കൊണ്ടുപോകും. അത് ടെക്നിക്കലി നമ്മുടെ 3000ന്റെ പവറായി മാറും. ഇതെല്ലാവർക്കും അറിയാലോ. എന്നിട്ട് ഇവിടെ 2 into A into 18 താഴെ 0.3. ഇവിടം വരെ ഓക്കെ അല്ലേ? ചെയ്തത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ബാക്കി അത് സോൾവ് ചെയ്തെടുക്കും. അങ്ങനെ എ കണ്ടുപിടിച്ചാൽ വേറെ വഴിയില്ല. ഈ ഒരു രീതിയെ നമുക്ക് വരുന്നത്. ഈക്വൽ ടു സംഭവം കൂടെ ചെയ്തേക്കാം. 0.3 എടുത്ത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ ഇപ്പുറത്ത് A and 18 ഉണ്ട്. 36 താഴോട്ട് ഡിവൈഡ് ചെയ്തേക്കാം. ഡയറക്ട്ലി എയിലോട്ട്. A would be equal to 75%. ഓപ്ഷൻ സി. മനസ്സിലായോ? രണ്ടുപേർക്കും ഓക്കെ അല്ലേ? Which of the following is not an example of systematic risk? Systematic risk ഏത് തരത്തിലെ റിസ്ക് ആയിരുന്നു? അൺകൺട്രോളബിൾ റിസ്ക്. ശരിയാണ്. അപ്പൊ നിയമം മാറിയാൽ അത് അൺകൺട്രോളബിൾ അല്ല? യെസ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നാച്ചുറൽ ഡിസാസ്റ്റർ വന്നാലോ? എനിക്കൊന്നും ചെയ്യാം. എൻട്രി ഓഫ് ന്യൂ കോമ്പറ്റീറ്റർ, പുതിയൊരാൾ വരുന്നു, ഓക്കെ, അതിനെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ പുള്ളിയുമായിട്ട് കോമ്പറ്റീഷന് വേണ്ടിയിട്ട് എനിക്ക് സ്ട്രാറ്റജീസ് ഉപയോഗിക്കാമല്ലോ. അപ്പൊ എനിക്ക് എങ്ങനെയെങ്കിലും അതിനെ കൺട്രോൾ ചെയ്യാലോ. യെസ്. അടുത്തത് വോളറ്റിലിറ്റി ഓഫ് കറൻസി. മാർക്കറ്റിലെ കറൻസി കൂടുന്നതും കുറയും. അത് ഞാനായ ഒരു കമ്പനി അല്ലെ ചെറിയ ഒരു ഇൻവെസ്റ്ററിനൊന്നും ചെയ്യാൻ പറ്റും. അപ്പൊ A, B and Dക്ക്
നമുക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. സി എന്ന് പറയുന്ന സംഭവത്തിന് നമുക്ക് എന്തെങ്കിലും സ്ട്രാറ്റജീസ് ഉപയോഗിച്ച് ആ പുതിയ കോമ്പറ്റീഷനെ ഒന്ന് ഒതുക്കാൻ പറ്റും. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ്. The total value of shareholders' equity of a company is 15 lakh. It owns 20,000 preference shares of 100 each, 5 lakh equity shares of 50 each. The current market price of the equity is 35 each, and that of preference share is this. The aggregate market value added of the company is. This is accounts in the ചോദ്യം ഉണ്ട്. ഇവിടെ എങ്ങനെ വന്നു? Market value added in the അതറിയാമോ? Formula, methodology, accounts in the portion on it. Total amount of shareholders, equity of the company. 20,000. If we take so market value added, the methodology is Company's total market value minus capital invested. market value minus the capital. Market value under the preference share, under the equity share, preference share. We have 20,000 preference share, 5 lakh, and the market value and equity multiply. We get the market value. നമ്മളുടെ ഇൻവെസ്റ്റഡ് amount എത്രയാണ്? 15 lakhs. Okay. Let's see. 47. Okay. Option. Okay. So accounts in the question സൂക്ഷിക്കണം. കാര്യങ്ങൾ അടുത്തത്, A wants to invest 10,000 for a period of 3 years. The rate of return on amount to be invested is 10% compounded annually. By how much amount the return will differ approximately if the rate of return 10% is compounded quarterly. Appa difference on the kandupidikkum. Okay, adha chodham elladanu vaichellaru. A wants to invest 10,000 rupees for a period of 3 years. The rate of return on the amount is 10% compounded annually. By how much amount the return will differ if the rate of return has been 10% compounded quarterly? Simple. But 10,000 3 years, 10% annual compounding which future value kandupidikkunnu. 10,000 3 years, 10% which quarterly compounding which future value kandupidikkunnu. Difference. No? Option leader. Check it. Samva manasilayo? Yes, sir, മനസ്സിലായി. Okay, ചെയ്യാം. ലാഭിക്കാം. അടുത്തത്, what is the future value of an annuity of 2,000 payable in the beginning of each of the next 5 years if the rate of return is 10%? Future value കണ്ടുപിടിക്കും. 5 വർഷം RRR. Okay. Annuity ആണെങ്കിൽ annuity for. The company has invested 7 lakh in project, 5 lakh initially, and the remaining at the end of first year. It also invested 2 lakh in the working capital at the end of the second, which release back at the other release back ഇത് പറയുന്നുണ്ട്, ഇല്ലെങ്കിലും നമ്മൾ അത് release back ചെയ്യണം. Scrap value realized from the project at the end. Project നമുക്ക് 2 lakh rupees 5 വർഷത്തേക്കുള്ള ക്യാഷ് ഫ്ലോയും തരുന്നുണ്ട്, അപ്രോക്സിമേറ്റ് 12% വാല്യൂയും തരുന്നുണ്ട്, NPV കണ്ടുപിടിക്കും. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, എല്ലാം തന്നെ തന്നിട്ടുണ്ട്. നമ്മൾ അതിന്റെ ആ ചാർട്ട് ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ 0, 1, 2,
നോക്കാം. നമുക്ക് ഇൻവെസ്റ്റഡ് 7 lakh ഇൻ പ്രോജക്ട്, 5 lakh ഇനീഷ്യലി. ഇയർ 0 വരുന്നത് 5 lakh നെഗറ്റീവ് ആണ്. പിന്നെ റിമൈനിങ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഫസ്റ്റ് ഇയർ, ബാക്കി 2 lakh ഫസ്റ്റ് ഇയർ. പിന്നെ ഇൻവെസ്റ്റഡ് 2 lakh ഇൻ ദി വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിനകത്ത് 2ാം വർഷം നമുക്കൊരു 2 lakh ഉണ്ട്. ഓക്കെ. പിന്നെ 5th ഇയറിൽ നമുക്ക് 1,50,000 പ്രോജക്ട് 2 lakh rupees 25 years വേറെ ഇൻഫ്ലോ വരും. ഇതാണ് നമ്മളുടെ ടെക്നിക്കലി ഔട്ട്ഫ്ലോസ്. ഇൻഫ്ലോസ് എടുക്കുവാണെങ്കിൽ 1, 2, 3, 4, 5 5 വർഷത്തേക്ക് 5 വർഷം വേറെ 2 ഇൻഫ്ലോസ്. സോ ഇൻഫ്ലോസ് എല്ലാ വർഷവും ഉണ്ടാക്കാണ്. ഓക്കെ. സോ ആദ്യത്തെ 5 വർഷം എനിക്ക് കിട്ടുന്നു. ബട്ട് അവസാനം എനിക്ക് 2 എക്സ്ട്രാ സംഭവം കൂടെ കിട്ടുന്നു. ഞാൻ ഇട്ട വർക്കിംഗ് ക്യാപിറ്റലിന് 2 lakh റിലീസ് ബാക്ക് ആവുന്നു. ആൻഡ് 1,50,000 എനിക്ക് സാലറീസ് ബാക്ക്. So we have the outflows and we have the inflows in PV കണ്ടുപിടിക്കണം 12%. Okay, അല്ലേ? Easier. So payback period method of capital budgeting is not suitable in which of the following? So where the firm is more interested in quick recovery, അങ്ങനെയാണെങ്കിൽ obviously suitable ആണ്. Yes. Where the expected return from the project are highly uncertain. ഞാൻ പറഞ്ഞു റിട്ടേൺ അൺസർട്ടൺ അല്ല, റിസ്ക് അൺസർട്ടനിറ്റി വരുമ്പോഴൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ അല്ലേ? സോ ഇതുവരെ ബി ആണ് നോട്ട് സൂട്ടബിൾ എന്നാണ് ചോദിച്ചേക്കുന്നത്. അതുകൊണ്ട് ബി ആണ് ഇതുവരെ. സിയും കൂടെ ഒന്ന് വായിക്കാം. അണ്ടർ കണ്ടീഷൻ ഓഫ് പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് പ്രഷർ. അതും ശരിയാണ്. പൊളിറ്റിക്കൽ പ്രഷേഴ്സ് ഉള്ളപ്പോൾ പെട്ടെന്ന് കാശ് ഉണ്ടാക്കാൻ ഇറങ്ങുന്നതാണ് നോക്കുന്നത്. സോ ടെക്നിക്കലി ഓപ്ഷൻ ബി ആണ് ഇതിനകത്ത് വരേണ്ടത്. Expected return highly return of the project are highly uncertain. Return uncertain. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ്. സിറ്റുവേഷൻ ബിസിനസ്സും അൺസർട്ടൻ ആണ്. ആൻഡ് ബിസിനസ് അൺസർട്ടൻ ആയാലാണ് റിട്ടേൺ അൺസർട്ടൻ ആവുന്നത്. സോ അത് വെച്ച് നോക്കുവാണെങ്കിൽ നൺ ഓഫ് ദി എന്ന് വെച്ചാൽ ഇതിൽ നിന്നൊന്നും തെറ്റല്ല, എല്ലാം ശരി. അടുത്തത് പ്രോജക്ട് ഔട്ട്ലേ ഓഫ് 14,100 in the beginning, annual cash flow of 4,500 during its useful life of 4 years. IRR റേഞ്ച് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ആ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതിനകത്തും ഉണ്ടായിരുന്നു. അപ്പം 14,100 ഡിവൈഡഡ് ബൈ 4,500 ചെയ്യണം. 3.13 എന്നിട്ട് ആനുവിറ്റി ടേബിളിലോട്ട് പോകുന്നു. 3.13 4 വർഷത്തിന്റെ ടൈം പീരീഡിൽ ഏത് റേറ്റിലാണോ വരുന്നത് എന്ന് ഒന്ന് നോക്കും. ഓക്കെ. സോ അവിടെ ഒരു ചെറിയൊരു ഇഷ്യൂ പറഞ്ഞാൽ ഇൻ കേസ് ടേബിൾ ഇല്ല എന്നുണ്ടെങ്കിൽ ആൻഡ് ഇൻ കേസ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും ഒന്നും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ലിങ്ക് എന്തോ പ്രസന്റ് വാല്യൂ ഓഫ് ആനുവിറ്റിയുടെ ഫോർമുല ഇല്ലേ? നമ്മുടെ ഫോർമുല ഓഫ് പ്രസന്റ് വാല്യൂ ഓഫ് ആനുവിറ്റി അത് ഉപയോഗിക്കാൻ പറ്റും. ഒറ്റ സംഭവം ചെയ്തത് ആ അമൗണ്ട് ഇൻടു എടുക്കത്തില്ല, അമൗണ്ട് ഇൻടു മാറ്റിയ ബാക്കിയെല്ലാം 1 plus r raised to the power t minus 1 divided by 1 plus r raised to the power t into r. ഇത് ഉപയോഗിക്കും. ബാക്കിയെല്ലാം നമ്മുടെ കയ്യിലുണ്ടല്ലോ. സോ ഇതിനകത്ത് വരുന്നത് നമുക്ക് റേറ്റ് ഇതിൽ നിന്ന് എടുക്കും. ഓക്കെ. ഇതിൽ നിന്ന് നമുക്ക് റേറ്റ് എടുത്തിട്ട് സോർട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇഷ്യൂ. അത് കുറച്ച് വർക്ക് അവിടെ വേണ്ടി വരും. ഐ ഡോണ്ട് തിങ്ക് അവരിങ്ങനെ ബുദ്ധിമുട്ട് തരുമെന്ന് നിങ്ങൾക്ക്. ബട്ട് സ്റ്റിൽ 11, 10, 12, 13, 14 ഇത്രയും റേറ്റ് ഉണ്ട്. എല്ലാം ചെയ്ത് നോക്കേണ്ട ആവശ്യം വരില്ല. ബട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയാൽ അത്രയൊന്നും. നമുക്കൊരു കാര്യം ചെയ്യാം. 11 and 12 വെച്ചു. സോ 1.11 raised to the power 4 minus 1 താഴെ
1.11 raised to the power 4 into 0.1. ഇതൊന്ന് സോൾവ് ചെയ്യാം. നമുക്ക് ആ 3 പോയിന്റ് നമ്മുടെ ആൻസർ എത്ര? അതും കൂടി സൈഡിലോട്ട് പോയി 14,100 divided by 4. 3.13 അതിന്റെ അടുത്താണ്. അപ്പൊ അതിന്റെ സോൾവ് ചെയ്യാൻ നോക്കി. So 1.11 raised to the power 4 minus 1. 1.11 raised to the power 4 into 0. Dividing this. .10 അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചേ, 11% എടുക്കാം 3.10 വരും. എനിക്ക് ഏതാ വേണ്ടേ? 3.13 ആണ് വേണ്ടത്. ഓക്കെ അല്ല? അപ്പൊ ആ ലോജിക് വെച്ച് നോക്കുവാണെങ്കിൽ അടുത്തത് ഞാൻ എടുക്കുമ്പം 10 എടുക്കണോ 12 എടുക്കണം? What do you say? ഞാൻ ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ട്. എന്താ ചെയ്യുന്നതെന്ന് എപ്പോ ഉപയോഗിക്കണം എന്നുള്ളത് നമുക്ക് ടേബിൾ വാല്യൂസ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രസന്റ് വാല്യൂ ഓഫ് ആൻവിറ്റിയുടെ ഫോർമുല അതിനകത്തെ അമൗണ്ട് ഇൻടു അത്ര എടുത്ത് മാറ്റിയിട്ട് അത് മാത്രം നമ്മുടെ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിന്റെ അത് മാത്രം എടുത്താൽ നമുക്ക് ആ ഫാക്ടർ കിട്ടും. അത് ഓപ്ഷൻ സീന് എടുക്കേണ്ടി. ഇതുവരെ ഓക്കെ ആണോ? അപ്പൊ 11 വെച്ച് 3.10 ആണ് കിട്ടി. നമുക്ക് അടുത്തതൊരു കാര്യം ചെയ്യാം, 10 വെച്ച് നോക്കിയാൽ ഓക്കെ അല്ലേ? സോ ഞാനൊരു കാര്യം 3.10 10 വെച്ചൊന്ന് ചെയ്യും. .16. So answer is between 10 and 11. സംഭവം മനസ്സിലായോ? So there are high chances that ഇത് വന്നേക്കാം, ഇങ്ങനെ വന്നേക്കാം. And അവർ ടേബിൾ വാല്യൂസ് തന്നില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. നമ്മൾ IRRന്റെ വലിയ ഫോർമുല യൂസ് ചെയ്യാണ്ട് ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്താൽ സിമ്പിൾ ആയിട്ട് കിട്ടുന്നു. ഇങ്ങനത്തെ ചോദ്യത്തിൽ നമുക്ക് സിമ്പിൾ റേഞ്ച് ആണല്ലോ നമുക്ക് ആൻസർ ചെയ്യാം. എക്സാക്ട് IRR ചോദിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് റേഞ്ച് ആവുമ്പോ നമുക്ക് ഇങ്ങനെ ഓക്കെ അല്ലേ? Yes, sir. The capital outlay of a project is 75,000. Assuming it generates an NPV of 765 at a discount rate of 12%, NPV of negative 1162 at a discount rate of 13%. IRR എത്രയായിരിക്കും? IRRന്റെ ഫോർമുല ഓർക്കുന്നുണ്ടോ? ഇന്റർപോളേഷൻ ഫോർമുല It's lower rate plus NPV of lower rate divided by NPV of lower rate minus plus NPV of lower rate divided by NPV of lower rate minus NPV of higher rate NPV of higher rate into difference of both the rates. Difference. എല്ലാം തന്നെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നോക്കാം. 12% 765 ആണ്. അപ്പൊ ലോവർ റേറ്റ് ഇസ് 12% പ്ലസ് NPV of lower rate is 765. താഴെ NPV of lower rate 765 മൈനസ് ആണ്, അതും മൈനസ് ആയതുകൊണ്ട് പ്ലസ് ആവും. യു നോ ദിസ്. ആൻഡ് അത് വരുന്നത് 1162 ആണ്. ആൻഡ് ഇത് ഇൻടു 1 ആണ് ചെയ്യേണ്ടത്. 12 13 ആണ്. Okay, solving this we get the answer. So this will be 765 divided by 765 plus 160. Yes, for 12.39% answer. 12.39 and 12.4 option. Okay. Okay. A capital structure that has small component of equity, reasonable level of retained earnings, and an ever increasing component of debt is termed as
Vertical, inverted pyramid shape, horizontal, pyramid shape. Pyramid. Pyramid, inverted. അല്ല. പിരമിഡിനകത്ത് ബേസ് ഇക്വിറ്റി ആണ്. ഇൻവെർട്ടഡ് പിരമിഡ് എടുക്കുമ്പോൾ നമ്മുടെ പിരമിഡിനെ നമ്മൾ തിരിക്കുമല്ലേ, ബേസ് ആ പോയിന്റഡ് ഏരിയ അതാണ് ബേസ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇൻവെർട്ടഡ് പിരമിഡ്. Which of the following statement is false? Financial structure refers to all the components of the finance in an organization. It consists of all assets, all liabilities, and capital of the firm. Okay. The manner in which an organization's assets are financed is referred to as the financial structure. It consists of all long-term and short-term sources. Yes. ഇതും ശരിയാണ്. The entire left-hand side of balance sheet, including all the liabilities and equity, is referred to as the financial structure. Yes, idum shariyana. Option D, all the above are true. Okay, so idinathu all the above are true. Financial structure endaanu paranjira. One minute. Okay. Financial structure nathu nammude consists of all the assets, all liabilities, all the capital. Okay, within. And financial structure consists of long-term and short-term source of capital. Yes, all the liabilities and equity. ഇതിനകത്ത് assets പറയും. All the assets, all the liabilities, all the capital. അത് തെറ്റാണ്. ഫിനാൻഷ്യൽ സ്ട്രക്ചറിനകത്ത് നമ്മൾ ലോങ് ടേം, ഷോർട്ട് ടേം, കറന്റ് ലയബിലിറ്റി, ഇക്വിറ്റി, എല്ലാ തരത്തിലെ സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ എടുക്കും നമ്മൾ. ബട്ട് അസറ്റ് എടുക്കും. അസറ്റ് നമ്മൾ ഇവിടെ എടുക്കുന്നില്ല. ഓപ്ഷൻ എ. Which of the following statement is true? 22. Which of the following is true? Optimum capital structure means a particular arrangement of various components of capital structure which is in tune with long-term objectives of the firm. Okay. Optimum capital structure means a particular arrangement of various components of capital structure which is in tune with the short-term objectives of the firm. Okay. Optimum capital structure means a capital arrangement which is in tune with both long-term and short-term. Yes, both long-term and short. The capital structure of a company consists of 8 lakh bank loan, 9% interest. It has 50,000 equity shares of 10 rupees. The company is expecting an EBIT of 2 lakh per annum. Its cost of equity is 10%. What is the overall cost of the firm, capital of the firm based on the NIM? അപ്പോൾ നമ്മൾ ആ ഫോർമുല ഉപയോഗിച്ചാൽ മതി എല്ലാം തന്നെ. നമുക്കപ്പോ ഇക്വിറ്റി എത്ര എണ്ണം ഉണ്ടെന്ന് പറയുന്നുണ്ട്, ബാങ്ക് ലോണിന്റെ എമൗണ്ടും പറയുന്നുണ്ട്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി നമുക്ക് എടുത്ത് പറയുന്നത്. അപ്പൊ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി തന്നിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് ഡെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ സോ നമുക്കൊരു കാര്യം, നമുക്ക് ആദ്യം ഡിവിഡൻഡ് കണ്ടുപിടിക്കാം. നമ്മുടെ ആദ്യം വാല്യൂ ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കാം. വാല്യൂ ഓഫ് ഇക്വിറ്റി അതിന്റെ ഫോർമുല എന്തായിരുന്നു? അതിന്റെ ഫോർമുല ആയിരുന്നു ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ്. ഇതിന്റെ അകത്ത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി 10% തന്നിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് താഴെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.1. വാല്യൂ ഓഫ് ഇക്വിറ്റി എനിക്ക് മാർക്കറ്റ് വാല്യൂ അല്ല തന്നേക്കും. 50,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 ഈച്ച്. ഇത് ബുക്ക് വാല്യൂ ഓഫ് ഇക്വിറ്റി ആണ്, ഫേസ് വാല്യൂ. നമുക്ക് വേണ്ടത് മാർക്കറ്റ് വാല്യൂ. അപ്പൊ അതിന് എനിക്ക് ഡിവിഡൻഡ് ഒന്ന് കാണും. ഡിവിഡൻഡ് എത്ര? EBIT തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യും. ഇൻട്രസ്റ്റ് amount 8 lakhsന്റെ 9% മൈനസ് ചെയ്യുന്നു, നമുക്ക് ഡിവിഡൻഡ് കിട്ടും. ഈ ഡിവിഡൻഡ് ആണ് നമ്മൾ ഇവിടെ ഇടുന്നത്. ഇത് ഡിവൈഡ് ചെയ്തിട്ട് എനിക്ക് വാല്യൂ ഓഫ് ഇക്വിറ്റി കിട്ടും. ഇത്രയാണ് എന്റെ വാല്യൂ ഓഫ് ഇക്വിറ്റി. വാല്യൂ ഓഫ് ഇക്വിറ്റി ഇത് വാല്യൂ ഓഫ് ഡെറ്റ് ഇസ് 8 lakhs. Value of the firm totally in 20 lakhs. Oh, sorry, wrong. So, plus 20 lakhs. Then in that value of the firm. Value of the firm കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്?
നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് വാട്ട് ഈസ് ദി ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ വാല്യൂ ഓഫ് ദ ഫേമിന്റെ ഫോർമുല എടുക്കാൻ വേണ്ടി ഇതിനകത്ത് ഈ ഫോർമുലക്കകത്തുള്ള ജഗ്ലിംഗ് ആണ്. അതൊന്ന് മനസ്സിലാക്കിയാൽ പെട്ടെന്ന് എന്ന് ചെയ്യാം. സോ വാല്യൂ ഓഫ് ദ ഫേം ഫോർമുല ഇസ് EBIT divided by overall cost of capital. Okay. Value of the firm ഇപ്പോൾ ഞാൻ കണ്ടുപിടിച്ചു. EBIT തന്നിട്ടുണ്ട് 2 lakh. Cost of overall capital അറിയില്ല. Cross multiply ചെയ്യാം. So KO is equal to 2 lakh divided by value of the firm 9.615. 9.662 അടുത്ത് വരുന്ന ആൻസർ. ഓക്കെ അല്ലേ? ചെയ്തത് മനസ്സിലായോ? Yes, sir, മനസ്സിലായി. അടുത്തത് EBIT of the firm 1,25,000 consists of 8% bank loan of 5 lakh, 10% preference shares of 1 lakh, 30,000 equity shares. If the income tax is 30%, EPS കണ്ടുപിടിക്കും. വെരി സിമ്പിൾ. ഒന്നുമില്ല, നമുക്ക് EBIT തന്നിട്ടുണ്ട്. So we have EBIT 1,25,000. ഇതിന് മൈനസ് ചെയ്യുന്നു interest. Interest 8% bank loan of 5 lakh rupees, preference share 2 ലക്ഷം. So 40,000 interest വരുന്നു. Profit before tax 85,000. Profit after tax minus 30%. And we have 59,500. ഇതിന് preference shareholdersന്റെ dividend എടുക്കും. Preference shareholdersന്റെ 10% ആണ് 2,20,000. നമുക്ക് വരുന്നു earnings after preference share വരുന്നത് 59,000. ഇനി number of share എത്ര നോക്കാം. Number of equity share is 30,000. We get EPS 1.316. 1.32. Easy question. When an investor wishes to magnify the impact of change in sales into a relatively larger change in earnings per share, ഏത് leverage period? സെയിൽസിന്റെ ചേഞ്ചും EPSന്റെ ചേഞ്ചും ഏത് ലെവറേജാ? ഇവിടെ കമ്പൈൻഡ് പറഞ്ഞിട്ടില്ല, അപ്പൊ നമ്മൾ ഇത് സി എടുക്കും. ഓക്കെ, കമ്പൈൻഡ് ആണ് വരുന്നത്. കമ്പൈൻഡ് അവർ എഴുതിയില്ല, പക്ഷെ അവർ അവിടെ ബോത്ത് ഓപ്പറേറ്റിംഗ് ആൻഡ് ഫൈനാൻസ് എഴുതി. സി ഉണ്ട്. A firm's fixed operating cost is 40,000. Degree of operating leverage is 3. Contribution 20%. The amount of variable cost will be. So ഇതിനകത്ത് reverse order കൊണ്ട് വരും. So operating leverage is equal to contribution by EBIT. Operating leverage is 3. Contribution എനിക്ക് അറിയില്ല. EBIT എനിക്ക് വേണമെങ്കിൽ contribution minus fixed cost ആയിട്ട് എഴുതാം 40,000. 3 times contribution minus 1,20,000 is equal to contribution. 2 times contribution will be 60,000 contribution. അപ്പോൾ നമുക്ക് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് കോൺട്രിബ്യൂഷൻ വരുന്നത്. കോൺട്രിബ്യൂഷൻ കിട്ടി 60. പിന്നെന്താണ് നമ്മൾ പറയുന്നത്? If contribution is 20% of sales, contribution sales into 20% ആണെങ്കിൽ sales എത്രയായി? അപ്പോ if the contribution is 20% of sales, അപ്പൊ നമ്മുടെ സെയിൽസ് എത്ര എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? എങ്ങനെ, എന്ത് ചെയ്യേണ്ടി വരും? അപ്പോൾ നമ്മുടെ സെയിൽസ് വരുന്നത് കോൺട്രിബ്യൂഷൻ 60,000 ഡിവൈഡഡ് ബൈ 0. ഓക്കെ, 3 lakh. വേരിയബിൾ കോസ്റ്റ് 2,40,000. ആൻസർ സി.
Number okay alle? sir. Which of the following is false? Indifference point is the point of sales at which different set of debt ratio result in the same EPS. No. Indifference point is the level of EBIT below which the beneficial financial leverage with respect to EPS exists. Okay. Indifference point is the level of EBIT beyond which the financial benefits of a financial leverage with respect to EPS extinguishes അല്ലെങ്കിൽ D all the other. അതൊന്ന് സൂക്ഷിച്ചു വായിക്കണം. Indifference point is the point of sales at which different set of debt ratios result in the same earnings per share. Okay. Indifference point is the level of EBIT below which the benefits of financial leverage with respect to EPS exist. And indifference point is the level of EBIT beyond which the benefits of financial leverage with respect to EPS extinguishes. അപ്പോൾ നമ്മുടെ ഇൻഡിഫറൻസ് ലെവൽ എന്ന് പറയുന്ന EBIT എന്റെ EPS എല്ലാ തരത്തിലെ ഓൾട്ടർനേറ്റീവ്സിലും സെയിം ആയിരിക്കും വരുന്നത്. ഞാൻ ആ ഇൻഡിഫറൻസ് ലെവല് കൂട്ടിയാൽ ഇപ്പം 60,000 ആണ് എന്റെ ഇൻഡിഫറൻസ് ലെവൽ, മനസ്സിലാക്കും. അങ്ങനെ ആകുമ്പോൾ എന്റെ എല്ലാ ഫിനാൻഷ്യൽ ഓപ്ഷൻസിനും സെയിം EPS അല്ല കിട്ടാൻ പോകും. ഞാൻ ആ പറയുന്ന സംഭവത്തിനെ കൂട്ടുന്നു, 80,000 കൊണ്ടുവരും. 80,000 കൊണ്ടുവരുമ്പോൾ എന്റെ EPS എന്ന് പറയുന്ന സംഭവം ടെക്നിക്കലി ആ ഒരു ലിമിറ്റിന്റെ കൂടുതൽ പോയി കഴിഞ്ഞാൽ 80,000 EPS കൂടത്തല്ലേ ഉള്ളൂ അല്ലെ? പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? എക്സ്റ്റിങ്വിഷസ്. അപ്പൊ എന്റെ EBIT കൂടുമ്പോൾ EPS കൂടുകയാണ്. പക്ഷെ ഇവിടെ EBIT ഇൻഡിഫറൻസ് പോയിന്റിനേലും മുകളിലോട്ട് പോകും, EPS എക്സ്റ്റിങ്വിഷ് ആവുകയാണ് പറയും. ഇത് തെറ്റാണ്. അടുത്തത് എ. ഇൻഡിഫറൻസ് പോയിന്റ് ഇസ് എ പോയിന്റ് ഓഫ് സെയിൽസ്. ഇല്ല, സെയിൽസുമായിട്ട് ഇതിനകത്ത് ഒരു ബന്ധമില്ല. EPS ആൻഡ് EBIT ആണ് കാര്യം. എ ആണ്. ഇൻഡിഫറൻസ് പോയിന്റ് ഇസ് ദ പോയിന്റ് ബിലോ വിച്ച്, അതിന്റെ താഴെ പോയാൽ EPS എക്സിസ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ EPS ആ ഒരു ലിമിറ്റിൽ എക്സിസ്റ്റ് ചെയ്യണമെന്നില്ല, കുറഞ്ഞേക്കും. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഫാൾസ് എന്നായിരുന്നു. ഓപ്ഷൻ ഡി ആണ്. എല്ലാം തന്നെ ഫാൾസ് ആണ്. മൂന്നും ഇതിനകത്ത് നമുക്ക് സെറ്റായി വരും. ഓക്കെ അല്ല ഇവിടെ വരെ. The firm is considering an investment in a project that requires 50 lakh rupees. Firm can either invest the entire amount through equity, 100 rupees each, option A adana, or can arrange 10% bank loan of 30 lakh and invest the remaining amount by equity. So എനിക്ക് ടെക്നിക്കലി 50 ലക്ഷം രൂപ വേണം. ഈ 50 ലക്ഷം മൊത്തം 50 ലക്ഷം വേണമെങ്കിൽ ഞാൻ ഇക്വിറ്റി വെച്ച് മേടിക്കാം, അല്ലെങ്കിൽ 30 ഇക്വിറ്റിയും 30 ലോണും 20 ഇക്വിറ്റിയും വെച്ച് മേടിക്കാം. ഇൻഡിഫറൻസ് ലെവല് കണ്ടുപിടിക്കാം. ചെയ്യാൻ പറ്റുമല്ലോ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Yes, sir, but Which of the following is false? എന്താണ് false? As a financial leverage increases, the firm is required to sell more of its product and service in order to break even. Okay. Higher financial leverage increases the risk to the lenders due to increased probability of bankruptcy. ഇത് ശരിയാണ്. Increase in the financial leverage increases the risk of shareholders because higher leverage will cause greater volatility and stock prices. ഇതും ശരിയാണ്. Okay, so ഇതിന്റെ ആൻസർ വെച്ച് നോക്കുകയാണെങ്കിൽ financial leverage increases, the firm is required to sell more of its product. പക്ഷെ അതും ശരിയാണ്. ഫിനാൻഷ്യൽ ലെവറേജ് കൂടുമ്പോൾ നമ്മൾ കടം കൂടുതൽ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ലോൺ എടുക്കണം, കൂടുതൽ സാധനങ്ങൾ വിൽക്കണം, കൂടുതൽ സെയിൽസ് നടക്കും. ഹയർ ദ സെയിൽസ് എന്നാലും ശരിയാവുന്നത്. മൂന്നും ശരിയാണ്. വിച്ച് ഇസ് ഫാൾസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നൺ ഓഫ് ദി അബവ് ഇസ് ഫാൾസ്. മൂന്നും ശരിയാണ്. Which of the following is false with respect to non-convertible debentures? താഴെ പറയുന്നത് ഏതാണ്? non-convertible debenture കോൺസെപ്റ്റില് false. അപ്പം non-convertible debentures എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഒട്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത. സോ അങ്ങനെയാണെങ്കിൽ these are debt instruments carrying fixed rate of interest. Okay. These are instruments that have a majority period of 5 to 9 years. Okay. There is a dilution of ownership when the company issues these securities. Non-convertible debenture അല്ല, ഒട്ടും കൺവേർട്ട് ആവത്തില്ലല്ലോ.
അപ്പൊ ഒരിക്കലും ഓണർഷിപ്പ് കയ്യിൽ നിന്ന് പോകുന്നില്ല, ബിക്കോസ് അവർ ഇക്വിറ്റിയിലോട്ട് കൺവേർട്ട് ആവുന്നേ. ഓപ്ഷൻ സി ആണ്. ഫോൾസ് ആണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ സി. ഈസി ക്വസ്റ്റ്യൻ. അടുത്തത്, കമ്പനി ഇഷ്യൂഡ് 1000 debentures of 100 each at par. Spent 3% on flotation cost. These debentures are redeemable after 5 years at the end of 5 years. 5% premium at the end of 5 years. Company falls in 30% tax bracket. Cost of debenture കണ്ടുപിടിക്കുന്നത് എല്ലാം തന്നെ തന്നിട്ടുണ്ട്. ടാക്സ് ഉണ്ട്, RB തന്നിട്ടുണ്ട്, പ്രീമിയം ഉണ്ട് 5%, PO തന്നിട്ടുണ്ട് 3% നമുക്ക് ഫ്ലോട്ടേഷൻ കോസ്റ്റ് വരുന്നുണ്ട്. അതെല്ലാം ചെയ്തിട്ട് ഡയറക്റ്റ്ലി കണ്ടുപിടിക്കും. ഈസിയാണ്. Company issues 20,000 9% preference share of 100 at a full discount of 5%. അവിടെ പിന്നെയും ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ട് 2%. കേട്ടോ, 2 ലെവലിലാണ് ഇവിടെ വില കുറയുന്നത്. On the face value. These are redeemable after 7 years. Applicable income tax 30, cost of preference share കണ്ടുപിടിക്കണം. അപ്പൊ നമ്മുടെ PO എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100 രൂപയുടെ പ്രിഫറൻസ് ഷെയർ 5% ഡിസ്കൗണ്ട്, അപ്പൊ 95 ആയി. അവിടുന്ന് 2% ഫേസ് വാല്യൂവിൽ പിന്നെ ഡിസ്കൗണ്ട് എടുക്കണം, 2 രൂപയും കൂടെ മൈനസ് ചെയ്യണം, അപ്പൊ 93 രൂപയാണ് PO. RB എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിഡീമബിൾ ആഫ്റ്റർ 7 ഇയർ അറ്റ് പാർ എന്നാണ് പറയുന്നത്. 100 rupees ആണ് നമ്മുടെ RB. ബാക്കിയാണ് എന്താണ്? ഓക്കെ അല്ലേ? കറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചെയ്യാൻ പറ്റും. Company has 20,000 equity shares of 200 each. Current earnings of the equity shareholder is 3,60,000. Growth rate is 7%. Market price. അപ്പോൾ പ്രൈസ് earning ratio വെച്ച് കണ്ടുപിടിക്കുന്നു. അപ്പൊ ആദ്യം നിലവിലുള്ള EPS കണ്ടുപിടിക്കുന്നു. 7% ഗ്രോത്ത് വെച്ചിട്ട് നമ്മൾ അതിനെ ഗ്രോ ചെയ്യിക്കുന്നു. EPS 1, മാർക്കറ്റ് പ്രൈസ് 240 ആയിട്ട് ഡിവൈഡ് ചെയ്യും. അത് ഓക്കെ അല്ലേ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. Company has 1 lakh outstanding equity shares of 100 each with current market price of 124. 50,000 9% preference shares of 50 each, market price 47. Rotation cost to 3. It also has 20,000 debentures of 100 selling at 106. Specific cost and weighted average cost. Okay, എല്ലാം തന്നെ തന്നിട്ടുണ്ട്. വാല്യൂ എടുക്കുന്നു. വാല്യൂ എടുക്കുമ്പോൾ ബുക്ക് വാല്യൂ വെയ്റ്റ്സ് ആണ് എടുക്കുന്നത്. അവിടെ ശ്രദ്ധിക്കണം. നമുക്ക് ഈ ചോദ്യം വായിക്കുമ്പോൾ നമ്മൾ മാർക്കറ്റ് പ്രൈസ് ഒക്കെ തന്നു, ശരിയാണ്. പക്ഷെ തന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ആ അമൗണ്ട് കോളത്തിൽ എടുക്കുന്നത് മാർക്കറ്റ് പ്രൈസ് ബേസിസ് അല്ല കേട്ടോ, ബുക്ക് വാല്യൂ വെയ്റ്റ്സ് വെച്ചിട്ടാണ്. ക്ലിയർ അല്ലേ? സോ അത് സൂക്ഷിച്ച് ഫുൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. ബാക്കി നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ഇക്വിറ്റി ഷെയർ 100 രൂപയുടെ ഫേസ് വാല്യൂ വെച്ചെടുത്താൽ മതി. പ്രിഫറൻസ് ഷെയർ 50 രൂപയുടെ ഫേസ് വാല്യൂ വെച്ചെടുത്താൽ മതി. ഡിവെഞ്ചേഴ്സ് 100 രൂപയുടെ ഫേസ് വാല്യൂ വെച്ചെടുത്താൽ മതി. മാർക്കറ്റ് വാല്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇക്വിറ്റി ഷെയർ നമ്മൾ 124 വെച്ച് എടുത്തേനെ, പ്രിഫറൻസ് ഷെയർ നമ്മൾ 47.5 വെച്ചെടുത്തേനെ, ആൻഡ് ഡിവെഞ്ചേഴ്സ് നമ്മൾ 106 വെച്ചു. ഓക്കെ അല്ലേ? പക്ഷെ അത് നമ്മൾ നോക്കേണ്ട ആവശ്യം വരുന്നില്ല, ബുക്ക് വാല്യൂ ആണ്. കമ്പനി ഹാസ് ഇക്വിറ്റി ഷെയർസ് ഓഫ് 50 lakh. സ്പെസിഫിക് കോസ്റ്റ് തന്നിട്ടുണ്ട്. പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്, സ്പെസിഫിക് കോസ്റ്റ് ഉണ്ട്. ബാങ്ക് ലോൺ ഉണ്ട്, സ്പെസിഫിക് കോസ്റ്റ് ഉണ്ട്. കമ്പനി ഈസ് പ്ലാനിങ് ടു റേസ് അഡീഷണൽ 50 lakh through equity. അതിന്റെ കോസ്റ്റ് വേറെ 12%. ഈ ഒരു എമൗണ്ട് എടുത്താൽ നമ്മുടെ മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്രയാണ് ചോദിച്ചത്. അപ്പൊ ചെയ്യേണ്ട എന്താന്ന് പറഞ്ഞു, നമ്മൾ ആദ്യം നിലവിലുള്ള ഐറ്റംസ് വെച്ചിട്ട് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് കണ്ടുപിടിക്കും. എന്നിട്ട് പുതിയ ഐറ്റം വെച്ചിട്ട് ടോട്ടൽ വെയ്റ്റഡ് ആവറേജ് ഒന്നുകൂടെ കണ്ടുപിടിക്കുന്നു, തമ്മിൽ മൈനസ് ചെയ്ത് കാണിക്കും. ഒന്ന് നോക്കും. സോ ആദ്യം പ്രസന്റ് എന്താണോ അത് വെച്ച് മാത്രം നമ്മൾ എടുക്കും. അപ്പൊ നമ്മളുടെ അടുത്ത് ആദ്യം ഇക്വിറ്റി ഉണ്ട്, റെഫറൻസ് ഉണ്ട്, ലോൺ. ഇക്വിറ്റിയുടെ 50 ലക്ഷം, കോസ്റ്റ് 13%, 50, കോസ്റ്റ് 10. റെഫറൻസിന്റെ 30, കോസ്റ്റ് 10. പിന്നെ ബാങ്ക് ലോൺ 20, കോസ്റ്റ് 8. കോസ്റ്റ് 8. ഓക്കെ, ആദ്യം ഇത്രയും വെച്ച് ഒരു വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് കണ്ടു. എന്നിട്ട് ഒരു പുതിയ സംഭവം ന്യൂ, അതിനകത്ത് മോളിൽ പറഞ്ഞ 3 സംഭവങ്ങളും എക്സിസ്റ്റിംഗ്, അതിനകത്ത് മാറ്റി. ഓക്കെ, ഒരു പുതിയ സംഭവം ആഡ് ആവും. അതെന്താണ്? പുതിയ 50 ലക്ഷം കൂടെ നമ്മൾ റേസ് ചെയ്യുകയാണ് ഇക്വിറ്റി വഴി. അപ്പൊ ഇക്വിറ്റി 2
ടു എന്നിടാം. 50, അതിന്റെ കോസ്റ്റ് തന്നിട്ടുണ്ട് 12. ഓക്കെ, അപ്പൊ ഇതിന്റെ വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് കണ്ടുപിടിക്കുന്നു, ഇതിന്റെ വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് കണ്ടുപിടിക്കുന്നു. രണ്ടും തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് മാർജിനൽ, അഡീഷണൽ എന്ന് പറയും. മാർജിനലിന്റെ അർത്ഥം തന്നെ അഡീഷണൽ എന്നാണ്. അപ്പൊ ആ അഡീഷണൽ കോസ്റ്റ് ഒക്കെ കിട്ടും. മനസ്സിലായോ? ചെയ്യാമോ? ചെയ്യിക്കണോ? കേൾക്കുന്നുണ്ടോ? സർ ചെയ്ത് കാണിക്കാൻ പറ്റുമോ? ചെയ്തു. അപ്പൊ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്യാം. വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ടോട്ടൽ ഇതിന്റെ 100, ഇതിന്റെ ടോട്ടൽ 150. 13 ഇൻറ്റു 50 ഡിവൈഡഡ് ബൈ 11 ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ സം ചെയ്യാം. നമ്മുടെ വെയിറ്റഡ് ആവറേജ് ആദ്യത്തെ അത് വെച്ച് കിട്ടുന്നു 11.4. സേവ് ഇവിടെ ചെയ്യാം. 13 ഇൻറ്റു 50 ഡിവൈഡഡ് ബൈ 150. 11 ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ 150. 8 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 150. ആൻഡ് 12 ഇൻറ്റു 50 ഡിവൈഡഡ് ബൈ 150. സം ചെയ്യാം. 11.6 മൈനസ് ചെയ്യാം രണ്ടും തമ്മിൽ. അപ്പൊ 0.2 ആണ് ഓപ്ഷൻ ചെക്ക് ചെയ്യാം. പിന്നെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് നമ്മൾ കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ എക്സാക്ട് വരും കേട്ടോ. ഇവിടെ അവര് റൗണ്ട് ഓഫ് ചെയ്തു. അപ്പൊ അത് വെച്ച് നോക്കാം നമുക്ക്. ഓപ്ഷൻസ് വെച്ച് 0.23 ആണ്. 0.23 കുറച്ച് എക്സ്ട്രാ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്താൽ 23 വരും. മനസ്സിലായോ? യെസ് സർ. അടുത്തത് ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ദി കമ്പനി കൺസിസ്റ്റ് ഓഫ് 12,000 equity shares of 100 each, 10% bank loan of 10 lakh. Present PV ratio 40%. പിന്നെ നമ്മളോട് പറഞ്ഞേക്കുന്ന ആനുവൽ ഫിക്സ്ഡ് കോസ്റ്റ് എക്സ്ക്ലൂഡിംഗ് ഇൻട്രസ്റ്റ് is 1 lakh. If its applicable income tax rate is 40%, EPS is this. അടിപൊളി. നിങ്ങളെ ഒരു രക്ഷയിലും കഴിഞ്ഞ എക്സാമിനകത്ത് കിട്ടില്ല. അക്കൗണ്ട്സ് ആണ്. പി വി റേഷ്യോ ഫോർമുല എന്താ? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ്. അപ്പോ നമുക്ക് എങ്ങനെങ്കിലും അതിലോട്ട് എത്തണം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സെയിൽസ് എത്ര ആണെന്ന്. ഓക്കെ, സോ വി ഹാവ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ 12,000 equity shares of 100, bank loan of this, annual fixed cost excluding interest 1,50,000. Interest അവിടെ നിന്ന് എടുക്കാം. Applicable income tax 40, EPS is 20. EPS 20. ശരി, എങ്ങനെ മൂവ് ചെയ്യാം? ഒന്ന് ചോദ്യം വായിച്ചിട്ട് ഒന്ന് ചിന്തിച്ചു. എങ്ങനെ പ്രൊസീഡ് ചെയ്യും? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ, ഇച്ചിരി ട്രിക്കി. തിങ്ക്. എക്സാമിലേക്ക് ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ എങ്ങനെ അതിനെ പ്ലാൻ ചെയ്തു? സർ പ്രോഫിറ്റ്ലെസ് എന്താ പറയാ,
ഫിക്സ് കോസ്റ്റ് ആയിരിക്കുമല്ലേ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്ന 12,000 ഇക്വിറ്റി ഷെയർസ് ഇൻടു EPS വരുമ്പോൾ പ്രോഫിറ്റ് കിട്ടും. ശരി. പ്രോഫിറ്റിന്റെ കൂടെ ഫിക്സ് കോസ്റ്റ് ആഡ് ചെയ്താൽ കോൺട്രിബ്യൂഷൻ കിട്ടും. അല്ല, നമുക്കപ്പോ ടാക്സ് ഒക്കെ ഉണ്ടല്ലോ. അത് And വെറുതെ ഇത് നമുക്ക് കിട്ടുന്നത് നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കും. നമുക്ക് തിരിച്ച് മുകളിലോട്ട് വരാം. അപ്പൊ ടാക്സ് എല്ലാം ഇതാക്കിയിട്ട് വേണമല്ലോ ആക്കാന്. നമുക്ക് ഇതിന്റെ ചാർട്ട് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. സോ നമുക്ക് ആവശ്യം മൊത്തം എങ്ങനെയാണ്, സെയിൽസ് ഉണ്ട്, അതിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ്, അതിൽ നിന്ന് കോൺട്രിബ്യൂഷൻ, അതിൽ നിന്ന് ഫിക്സ്ഡ് കോസ്റ്റ്, അതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന EBIT, അതിൽ നിന്ന് ഇൻട്രസ്റ്റ് കോസ്റ്റ്, അതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന PBT, അത് കഴിഞ്ഞ് ടാക്സ്, അത് കഴിഞ്ഞ് കിട്ടുന്ന PAT, അത് കഴിഞ്ഞ് EPS. EPS തന്നിട്ടുണ്ട് 20. EPS 20 ആണ്. നമ്പർ ഓഫ് ഷെയർ 12,000. 12,000 നമ്പർ ഓഫ് ഷെയർ. 12,000 into 20 ചെയ്താൽ 2,40,000 PAT വന്നില്ല. അത് തന്നെ. എന്നിട്ട് ടാക്സ് റേറ്റ് എത്ര പറഞ്ഞേക്കുന്നത്? 40% ആണ് ടാക്സ് റേറ്റ് പറഞ്ഞത്. PBT ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. PBT PAT എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ PAT ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാക്സ് ചെയ്താൽ മതി. PBT കിട്ടി. ഇൻട്രസ്റ്റിലോട്ട് കിടക്കാം. ഇൻട്രസ്റ്റ് 10%, 10 ലക്ഷം രൂപ, 1 ലക്ഷം രൂപയുടെ ഇൻട്രസ്റ്റ് വന്നു. അപ്പൊ എന്റെ EBIT മുകളിലോട്ട് ആഡപ്പ് ചെയ്തുമ്പോൾ 5 lakhs വരും. ഓക്കെ അല്ലേ? ഫിക്സ് കോസ്റ്റ് എനിക്ക് തന്നിട്ടുണ്ട് 1 lakh. അപ്പൊ എന്റെ കോൺട്രിബ്യൂഷൻ മുകളിലോട്ട് എടുക്കുമ്പോൾ 6 lakhs. ഇടം വരെ ഓക്കെ ആണോ? യെസ് സർ. ഇനി എന്താ ചെയ്യേണ്ടത്? എനിക്ക് സെയിൽസ് ആണ് വേണ്ടത്. PV റേഷ്യോ പറയുന്നുണ്ട് 40%. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഡയറക്റ്റ്ലി ഡിവൈഡ് ചെയ്താൽ മതി. ഒന്നുമില്ല. സെയിൽസ് വേണമെങ്കിൽ PV എന്നോട് ഇപ്പൊ പറഞ്ഞല്ലോ കോൺട്രിബ്യൂഷന്റെ ബേസിസിലാണെന്നുള്ളത്. 6,50,000 ഡിവൈഡഡ് ബൈ 0.4, 1625. ഓപ്ഷൻ. അപ്പൊ ഇതുവരെ നമ്മൾ ചെയ്ത എല്ലാ തരത്തിലെ ക്വസ്റ്റ്യൻസിലും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ്, ഈ ബാക്കിൽ താഴേന്ന് മുകളിലോട്ട് പോയി കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ് റെഗുലർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നല്ല സ്ട്രോങ് ആയിരിക്കണം. മുകളിൽ നിന്ന് താഴോട്ടും വരും, താഴേന്ന് മുകളിലോട്ടും വരും. എങ്ങനെ വേണേലും അവരത് ചോദിച്ചു. ഓക്കെ അല്ലേ? യെസ് സർ. Which of the following is not a constituent of primary feasibility study conducted during the primary stage of evaluation? Project management in the concept. So which of the following is not a constituent of primary feasibility study during the primary stage of evaluation? എന്താണ്? മാർക്കറ്റ്, ടെക്നിക്കൽ, സോഷ്യൽ, ഫൈനാൻഷ്യൽ. ഇനീഷ്യൽ സ്റ്റേജിൽ മാർക്കറ്റ് പഠിക്കുവാൻ പ്രോജക്റ്റ് എടുക്കുന്നതിന് മുമ്പ് ടെക്നിക്കൽ നോക്കും, ഫൈനാൻഷ്യൽ നോക്കും. സോഷ്യല് ഞാൻ ഇനീഷ്യൽ സ്റ്റേജിലല്ല നോക്കും. ഓക്കെ അല്ലേ? ആദ്യം ഞാൻ ഫിസിബിലിറ്റി സ്റ്റഡിയുടെ ഓർഡർ വെച്ച് നോക്കുകയാണെങ്കിൽ അത് വെച്ച് നോക്കുമ്പോഴും ആദ്യം ടെക്നിക്കലി എത്ര നല്ലതാണെന്ന് നോക്കാം, പിന്നെ മാർക്കറ്റ് വൈസ് എന്തോരം നല്ലതാണെന്ന് നോക്കാം, പിന്നെ ഫൈനാൻഷ്യലി എന്തോരം നല്ലതാണെന്ന് നോക്കും. എന്നിട്ടാണ് ഏത് കമ്പനിയും സോഷ്യൽ നോക്കുന്നത്. സോഷ്യൽ ഒന്നും കമ്പനീസ് ആദ്യത്തെ ഘട്ടത്തിൽ ഒരിക്കലും ഇടത്തില്ല. പ്രൈമറി സ്റ്റേജിനകത്ത് ഒരിക്കലും കാണാം. ഓക്കെ അല്ലേ? ഓപ്ഷൻ സി, സോഷ്യൽ ഫിസിബിലിറ്റി. Which of the following statement is not true? Not true എന്ന് വെച്ചാൽ false ആണ് in respect of a project. A project plan is the basis for all efforts of the management in association with the project. Project plan is a document that is not expected to change over time. A project plan defines the objectives of the project, approach to be adopted, and the commitment being assumed. Okay. So, which is not true? ശരിയല്ല. Project plan is a document not expected to change over time. ഇതാണ് തെറ്റ്. കാരണം എൻ്റെ പ്രോജക്ട് പ്ലാൻ ഞാൻ ഉണ്ടാക്കിയാലും അതിനകത്ത് ഇൻഫ്ലേഷന്റെയും ഡിഫ്ലേഷന്റെയും സിറ്റുവേഷനിൽ എനിക്ക് അതിനകത്ത് അസസ്മെന്റ് വരുത്തേണ്ട ആവശ്യമാണ്. അപ്പൊ അത് ചേഞ്ച് ആവാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് ബി ആണ് തെറ്റായി. പ്രോജക്ട് ഫൈനാൻസിന്റെ ചാപ്റ്റർ ആയിരുന്നു, ചെയ്ത ചാപ്റ്ററാണ്. തിയറിറ്റിക്കലി എല്ലാം തന്നെ എഴുതിച്ചിട്ടുണ്ട്. ഓക്കെ. When it is determined that the project is not on track,
project replanning is considered. This is a part and parcel of which stage? Startup stage ആണോ, execution stage ആണോ, planning stage ആണോ, close out stage? ട്രാക്കിലല്ല റീപ്ലാനിങ് വേണം. ഒന്നുകൂടെ പ്ലാൻ ചെയ്യും. സ്റ്റാർട്ടപ്പ് സ്റ്റേജിൽ നമ്മൾ തുടങ്ങിയിട്ടല്ലേ, ഏതായാലും അതെ. പ്ലാനിങ് സ്റ്റേജ് സ്റ്റാർട്ടപ്പിന്റെ മുമ്പുള്ള സ്റ്റേജാണ്. അപ്പൊ ആ സമയത്തും അല്ല. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് റീപ്ലാനിങ് ചെയ്യണം? അപ്പൊ ലോജിക്കലി എക്സിക്യൂഷൻ. പ്രോജക്റ്റ് നടപ്പിലാക്കുന്ന സമയത്താണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ബട്ട് അതിന് പ്ലാനിങ്ങിന്റെ ആവശ്യമില്ല. Which of the following is not a principle on which bank lending must necessarily be based? Safety, liquidity, profitability, risk neutralization. ഇല്ല, ബാങ്കിന്റെ ലെൻഡിങ് ലിക്വിഡിറ്റി നോക്കും, പ്രോഫിറ്റബിലിറ്റി നോക്കും, ആൻഡ് അവരുടെ കാശ് എത്ര സേഫ് ആണ് എന്ന് നോക്കും. റിസ്ക് ന്യൂട്രലൈസേഷന്റെ കോൺസെപ്റ്റ് ഓപ്ഷൻ ഡി ആണ്. ഇസ് നോട്ട് എ പ്രിൻസിപ്പൽ എന്നാണ് ചോദിച്ചത്. Which of the following effect is not calculated in the course of social benefit cost analysis of a project? Direct or preliminary, indirect and secondary, internal effect, external. Social cost benefit എപ്പോഴും എക്സ്റ്റേണൽ ആണ്. ഓക്കെ അല്ല, സോഷ്യൽ സൊസൈറ്റി ആണ്. സൊസൈറ്റിയുടെ കേസ് വരുമ്പോൾ നമ്മൾ എപ്പോഴും എക്സ്റ്റേണലി ആണ് അതിന്റെ കാര്യങ്ങൾ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്റേണൽ ഒരിക്കലും വരും. സോ നോട്ട് കാൽക്കുലേറ്റഡ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇന്റേണൽ സി ആണ് നമ്മൾ എടുക്കുന്നത്. കറക്റ്റ് ആൻസർ ഇല്ല. ഇവിടം വരെ ഓക്കെ അല്ലേ? റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇതൊക്കെ? Which of the following is important ingredient of project appraisal under normal circumstances? Normal circumstances and a project important ingredient എന്താണ്? Accuracy of the methods of measurement, objectivity of the proposal, എല്ലാത്തരം ബയസും കാര്യങ്ങളും വെച്ച്, റിലയബിലിറ്റി ഓഫ് ഡേറ്റ, ഓൾ ദി അബവ്. എൻ്റെ നോർമൽ സർക്കംസ്റ്റാൻസിൽ ഞാൻ എൻ്റെ പ്രോജക്റ്റിനെ അപ്രൈസ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ മെത്തഡ് ഓഫ് മെഷർമെന്റ് എല്ലാം ആക്യുറേറ്റ് ആണെന്ന് ചെക്ക് ചെയ്യും. നമ്പർ 1. നമ്പർ 2, ഞാൻ എടുത്തേക്കുന്ന എല്ലാ പ്രപ്പോസലിന്റെ സംഭവങ്ങളും ബയസ്ഡ് അല്ല, പ്രജുഡ്യൂസ്ഡ് അല്ല. ബയസ്ഡ് എന്ന് വെച്ചാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചായ്വില്ല, അത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള തീരുമാനങ്ങളാണ് എന്ന് മനസ്സിലാക്കണം. അല്ലാതെ എം ഡിക്ക് ഇഷ്ടപ്പെട്ടോണ്ടോ ചെയർമാൻ ഇഷ്ടപ്പെട്ടോണ്ടോ ഒരു മന്ത്രി വന്ന് പറഞ്ഞോണ്ടോ ഒന്നും അല്ല ഞാൻ ചെയ്യുന്ന ബയസ്നെസ്. മൂന്നാമത്തത് എന്റെ ഡേറ്റ റിലയബിൾ. ഓൾ ദി അബവ്, ഡി ആണ് കറക്റ്റ്. Which of the following is not a category of private equity? Leveraged buyout, management buyout, venture capital, growth capital. അറിയാമോ? Management buyout. Which of the following is not a prerequisite condition to become an SEZ unit? A unit must be engaged in export of goods and services. Special economic zones എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാകുന്നത്? എക്സ്പോർട്ടിനാണ് മെയിൻലി. ഓക്കെ, സോ ഫസ്റ്റ് അല്ല. അടുത്തത്, യൂണിറ്റ് മസ്റ്റ് ബി ഫോംഡ് ബൈ സ്പ്ലിറ്റിംഗ് ഓർ റീകൺസ്ട്രക്ഷൻ. ഒട്ടും ആവാൻ പാടില്ല. സ്പെഷ്യൽ എക്കണോമിക് സോൺസ് നമ്മൾ ഉണ്ടാക്കും, അത് ഓൾറെഡി എക്സിസ്റ്റിംഗ് കമ്പനി സ്പ്ലിറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പാടില്ല. അത് പുതിയൊരു സ്ഥാപനമായിരിക്കണം. ഓക്കെ അല്ലേ? സോ നോട്ട് എ പ്രീ റെക്വിസിറ്റ്, ഓപ്ഷൻ ബി ആണ്. Which of the following forms of dividend is not prevalent in India? Property, stock, bond, cash. എന്ത് പറയുന്നു? പ്രോപ്പർട്ടി ഡിവിഡൻഡ്. പ്രോപ്പർട്ടി ഡിവിഡൻഡ്. ടെക്നിക്കലി സ്റ്റോക്ക് ഡിവിഡൻഡും അലൗഡ് അല്ല. കമ്പനിയിലോടെ കോൺസെപ്റ്റ് വെച്ച് ബോണസ് ഷെയർ ഒരിക്കലും ഡിവിഡൻഡിന്റെ പകരം ആവാൻ. ഓക്കെ അല്ലേ? ബട്ട് ഫൈനാൻസിൽ അതിനെ ഡിവിഡൻഡ് ആയിട്ടാണ് കരുതുന്നത്. അതുകൊണ്ട് നമുക്ക് എടുക്കാം. ബട്ട് ഇവിടെ ഇപ്പം ക്യാഷ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ബോണ്ട് ഡിവിഡൻഡ് ആണെങ്കിൽ പോലും ഇന്ത്യയിൽ അങ്ങനെ പ്രെവലന്റ് അല്ല. ഓക്കെ അല്ലേ? ബട്ട് പ്രോപ്പർട്ടി ആണ് ഏറ്റവും ആപ്റ്റ് ആയിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രോപ്പർട്ടി എന്ന് പറയാം. ബട്ട് എ, ബി ആൻഡ് സി മൂന്നും തന്നെ ഇന്ത്യൻ കോൺസെപ്റ്റിൽ ലീഗലി പ്രെവലന്റ് അല്ല. നമുക്ക് വേറെ വഴികളിൽ കൂടെ കൊടുക്കാം. ഓക്കെ അല്ലേ? വേറെ വഴികളിൽ കൂടെ കൊടുക്കാം, പക്ഷെ അല്ലാതെ ഡയറക്ട്ലി ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് തിയറീസ് ഓഫ് ഡിവിഡൻഡ് ഇസ് സെറ്റ് ഓൺ ദ പ്രമൈസ് ഓഫ് ഇറലെവൻസ്? ആരാണ് ഇറലെവൻസ് പറയുന്നത്? വോൾട്ടർ, ഗോർഡൻ, MM.
M. Okay, consider the following. Rate of return on the investment as 15%. Cost of equity 12. EPS is 5. Dividend per share is 3. Market value കണ്ടുപിടിക്കണം using Walter model. Walter modelന്റെ ഫോർമുല അറിയാമോ? എന്തായിരുന്നു വോൾട്ടർ മോഡൽ ഫോർമുല? T divided by KE plus R divided by KE into E minus D divided by K. Dividend എത്രയാണ്? 3 രൂപ. Dividend per share is 3 rupees. Cost of equity 12%, 0.12 plus IRR return on the firm is 15%, or 0.15 divided by 0.12 into EPS 5 രൂപ minus dividend 3 രൂപ divided by 0.1. The solve ചെയ്യുമ്പോൾ answer. Okay അല്ലേ? അപ്പോ 3 divided by 0.12 plus 0.15 divided by 0.12 into 5 minus 3, 0.12, 45.8. 45.8. Amount of working capital that is utilized at the time of contingency is called reserve margin. Reserve margin. Reserve margin. The following statement is false. Which of the following is false? Assuming the constant level of fixed asset, higher current asset to fixed asset ratio indicates a conservative current asset policy. ശരിയാണ്. A conservative current asset policy implies lower liquidity and high risk. തെറ്റാണ്. കറന്റ് അസറ്റ് കൂടുതലല്ലേ? കൺസർവേറ്റീവ് പോളിസിക്കകത്ത് കറന്റ് അസറ്റ് ടു ഫിക്സ്ഡ് അസറ്റ് റേഷ്യോയിൽ കറന്റ് അസറ്റ് കൂടുതലായിരിക്കും. കറന്റ് അസറ്റ് കൂടുതലാണെങ്കിൽ ലിക്വിഡിറ്റി കൂടുതലല്ലേ? ഇവിടെ ലോവർ എന്നാണ് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് false. Which of the following statement is false with respect to working capital? 10 question മാത്രം എന്നിട്ട് നമ്മുടെ കോൺസെപ്റ്റ് കഴിയാണ്. It refers to the impact of working capital on the company's profitability. It reflects the sensitivity of return on capital employed with reference to the change in the level of assets. It expresses the relation of efficiency of working capital management with the profitability. All the above is correct. എല്ലാം തന്നെ ശരിയാണ്. വർക്കിംഗ് ക്യാപിറ്റലിന്റെ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയെ ഇമ്പാക്ട് ചെയ്യും. എൻ്റെ ചേഞ്ച് ഇൻ കറന്റ് അസറ്റ്സ് സെൻസിറ്റിവിറ്റി ആയിട്ട് നോക്കും. എൻ്റെ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി എനിക്ക് മാനേജ് ചെയ്യാം. എല്ലാം പറ്റും. ഓൾ the per unit cost of a company's product is 60, including raw material 30, direct labor 7.5, overheads 22. Company is planning to produce 4 lakh units in an ensuring year. If the inventory policy of the company envisages that the raw material stock average 2 months, work in progress average a half a month, finished goods average 1 month consumption, the average inventory ഇൻവെസ്റ്റ്മെന്റ് എത്ര ആയിരിക്കുമെന്ന് ഇത് ഓർക്കുന്നുണ്ടോ? നമ്മുടെ ഒരു മെത്തഡോളജി ഞാൻ പറഞ്ഞു തന്നത് ആനുവൽ യൂണിറ്റ്സ് ഇൻടു കോസ്റ്റ് ഇൻടു ഓപ്പറേറ്റിംഗ് സൈക്കിൾ. ഓർക്കുന്നുണ്ടോ? അപ്പൊ നമ്മുടെ ഈ 3 എണ്ണം ഉണ്ട്. നമ്മുടെ കയ്യിൽ റോ മെറ്റീരിയൽ ഉണ്ട്, നമ്മളുടെ കയ്യിൽ വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ട്, ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ്. 3ന്റെ മാത്രം ഒന്ന് കാണും. നമുക്ക് So the company is planning to produce 4 lakh units in the ensuing year. From average units.
ആനുവൽ യൂണിറ്റ്സ് 4 lakh ആണ് തന്നത്. ഇൻടു റോ മെറ്റീരിയലിന്റെ കേസിൽ കോസ്റ്റ്, റോ മെറ്റീരിയൽ കോസ്റ്റ് 30 രൂപ 30 രൂപ ഇൻടു റോ മെറ്റീരിയലിന്റെ ടൈം എത്ര, ഇൻവെന്ററി പോളിസി റോ മെറ്റീരിയൽ ഇൻ സ്റ്റോക്ക് ആവറേജ് ഓഫ് 2 months കൺസംഷൻ 2 months. ഓക്കെ അല്ലേ? സോ 2 ഡിവൈഡ് ബൈ 12. എനിക്ക് റോ മെറ്റീരിയലിന്റെ amount കിട്ടുന്നു 4 lakh into 30 into 2 divided by 12. ഇത്ര. വർക്ക് ഇൻ പ്രോഗ്രസ്സിലോട്ട് കിടക്കാം. വർക്ക് ഇൻ പ്രോഗ്രസ് എടുക്കുമ്പോൾ അവിടെ എന്തായിരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? വർക്ക് ഇൻ പ്രോഗ്രസിന്റെ കേസിൽ ഫിനിഷ്ഡ് ഹാഫ് മന്ത് പ്രൊഡക്ഷൻ വർക്ക് ഇൻ പ്രോഗ്രസ്. ഓക്കെ, സോ വർക്ക് ഇൻ പ്രോഗ്രസും സെയിം 4 lakh തന്നെ എടുക്കണ്ടേ? കോസ്റ്റ് എന്തോരം എടുക്കണം വർക്ക് ഇൻ പ്രോഗ്രസിന്റെ? റോ മെറ്റീരിയൽ കോസ്റ്റും ഉണ്ട് അതിനകത്ത്, ലേബർ കോസ്റ്റും ഉണ്ട്, ഓവർ ഹെഡ് കോസ്റ്റും ഉണ്ട് അല്ലെ? സോ വർക്ക് ഇൻ പ്രോഗ്രസ് എടുക്കുമ്പോൾ റോ മെറ്റീരിയൽ കോസ്റ്റ് 30 ആൻഡ് ഇത് 30, 60 രൂപ വരും അതിന്റെ ടോട്ടൽ വർക്ക് ഇൻ പ്രോഗ്രസിന്റെ കോസ്റ്റ്. മനസ്സിലായോ? ഇൻടു വർക്ക് ഇൻ പ്രോഗ്രസിന്റെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എത്ര? വർക്ക് ഇൻ പ്രോഗ്രസ് ഇൻവെന്ററി ആവറേജ് ആണ്. വർക്ക് ഇൻ പ്രോഗ്രസ് ഇൻവെസ്റ്റ്മെന്റ് ആവറേജ് ഹാഫ് എ മന്ത് പ്രൊഡക്ഷൻ. 0.5 ഡിവൈഡഡ് ബൈ 12. പിന്നെന്തേലും ഞാൻ എക്സ്ട്രാ പറഞ്ഞിരുന്നോ വർക്ക് ഇൻ പ്രോഗ്രസിന്റെ കേസിൽ? ഈ കേസിൽ ഓർക്കുന്നുണ്ടോ? 50%, yes, 50% കംപ്ലീഷൻ ആണെന്നുള്ള ഒരു അസംഷൻ നമ്മൾ എടുക്കും. So 4 lakh into 60 into 0.5 divided by 12 into 0.5, 5 lakhs. ഓക്കെ അല്ലേ? ഇനി ഫിനിഷ്ഡ് ഗുഡ്സിന്റെ കേസ് എടുക്കാം. ഫിനിഷ്ഡ് ഗുഡ്സിന്റെ കേസ്, ഫിനിഷ്ഡ് ഗുഡ്സ് 1 month ആണ്, ബാക്കിയെല്ലാം സെയിം ആണ്. So 4 lakh into 60 into 1 divided by 12. ഓക്കെ അല്ലേ? ആൻഡ് നമ്മൾ അതിനെ ടോട്ടൽ ചെയ്യാം. നമുക്ക് 45 lakh rupees ആവശ്യമുണ്ട് സ്റ്റോക്കിന്റെ കേസിൽ. ഓപ്ഷൻ നോക്കാം. 30 lakh, 25 lakh, 45 lakh. ഓക്കെ അല്ലേ? Okay. Yes, sir. The current assets of the firm include inventory of 124, receivables 80 lakhs, cash and bank 4 lakhs, current liability 140, including bank borrowing of 60. ടണ്ടൻ കമ്മിറ്റിയുടെ രണ്ടാമത്തെ മെത്തേഡ് കണ്ടുപിടിക്കും. എന്തായിരുന്നു ടണ്ടൻ കമ്മിറ്റി സെക്കൻഡ് മെത്തേഡ് പറയാമോ? 0.75 അത് തന്നെ. 75% ഓഫ് കറന്റ് അസെറ്റ്സ് then minus current liabilities. അപ്പോ ആദ്യം കറന്റ് അസെറ്റ്സ് നോക്കാം. ഇൻവെന്ററി 124, റിസീവബിൾസ് 80, ക്യാഷ് 4. ഓക്കെ അല്ലേ? സോ this will be 0.75% of current asset 124 plus 80 plus cash 4. Okay. മൈനസ് ചെയ്യുന്നു കറന്റ് ലയബിലിറ്റി. കറന്റ് ലയബിലിറ്റി എടുത്തപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, നമ്മൾ നോർമൽ കറന്റ് ലയബിലിറ്റീസ് മാത്രം എടുത്താൽ മതി, ബാങ്ക് ബോറോയിങ്സ് എടുക്കാൻ പാടില്ല. അപ്പൊ നമ്മുടെ കറന്റ് ലയബിലിറ്റി ആണ് 140. ഇതിന്റെ അകത്ത് ബാങ്ക് ബോറോയിങ്സ് 60 ഓൾറെഡി ഉണ്ട്. അപ്പൊ നമ്മൾ കറന്റ് ലയബിലിറ്റി 80 എടുക്കാം കേട്ടോ, ബാങ്ക് ബോറോയിങ്സ് എക്സ്ക്ലൂഡ് ചെയ്യണം. സോ 0.75 of 124 plus 80 plus 4 minus 80, 76 ആണ് വരുന്നത്. ഓപ്ഷൻ ചെക്ക് ചെയ്യാം. നന്നാവും. ഓക്കെ അല്ലേ? Firm is currently selling its goods on 30 days credit. It's selling 4 lakh units at 12.5 rupees each. Variable cost is 10 rupees. Average cost is 11.5 per unit.
The firm is planning to double the credit period. It will increase the sales by 20% and bad debts by 20,000 rupees. If the pre-tax required rate of return of the company is 20%, what will be the impact of the company's policy is change, assuming 365 days and years? Okay. സംഭവം എന്താണെന്ന് നോക്കാം. നമ്മളുടെ രണ്ട് പ്ലാനാണ്. പ്ലാൻ നമ്പർ 1 ഇപ്പൊ നിലവിൽ പോയിക്കൊണ്ടിരിക്കും. പ്ലാൻ നമ്പർ 2 ഇവിടെ നമ്മൾ ക്രെഡിറ്റ് പീരീഡ് കൂട്ടാൻ പോകും. നമ്മൾ സെയിൽസ് നോക്കുക. പ്ലാൻ 1ൽ എന്റെ സെയിൽസ് ഇപ്പൊ 30 ഡേയ്സ് ക്രെഡിറ്റ് ആണ് ഞാൻ കൊടുത്തത്. ഇപ്പം കറന്റ് 30 ദിവസത്തെ ക്രെഡിറ്റ് ആണ്. 4 ലക്ഷം യൂണിറ്റ് വെക്കുന്നുണ്ട്, 12.5 രൂപ. അപ്പൊ എന്റെ സെയിൽസ് വരുന്നത് 4 lakh ഇൻറ്റു 12.5. ഇതാണ് എന്റെ സെയിൽസ്. വേരിയബിൾ കോസ്റ്റ് 10 രൂപ പെർ യൂണിറ്റ് ആണ്. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ സബ്ട്രാക്ട് ചെയ്യാം. വേരിയബിൾ കോസ്റ്റ് 10 രൂപ പെർ യൂണിറ്റ് വരുമ്പോൾ 4 ലക്ഷം, 40 ലക്ഷം. ഓക്കെ. എന്നിട്ട് എനിക്ക് കിട്ടുന്നു കോൺട്രിബ്യൂഷൻ 10 ലക്ഷം. ഓക്കെ, അവിടെ സംഭവം കഴിഞ്ഞു. കോൺട്രിബ്യൂഷൻ. പിന്നെ പറയുന്നു ദി ആവറേജ് കോസ്റ്റ് 11.5 പെർ യൂണിറ്റ്. ആവറേജ് നോർമൽ നമ്മുടെ കോസ്റ്റ്. ഈ ആവറേജ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കലി എന്താണെന്ന് അറിയാമോ? വാട്ട് ഈസ് ആവറേജ് കോസ്റ്റ്? അക്കൗണ്ട്സിനകത്ത് ചെയ്തിട്ടുണ്ടോ? മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഇതിന്റെ മെയിൻ സംഭവം എന്താണെന്ന് പറയും. എനിക്ക് ഈ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്ന സംഭവം അതിൽ നിന്ന് ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാണ്? ഫിക്സ് കോസ്റ്റ് എത്രയാണ് കണ്ടു. അറിയാമോ? ഓർക്കുന്നുണ്ടോ? രണ്ടാമത്തെ പ്ലാനും കൂടെ എടുക്കാം. ഇപ്പൊ ഞാൻ ഡബിൾ ആക്കുന്നു എന്റെ ക്രെഡിറ്റ് പീരീഡ്. ഇപ്പൊ നിലവിൽ എന്റെ ക്രെഡിറ്റ് പീരീഡ് 30 ദിവസത്തേക്കാണ്. അതിനെ ഞാൻ 60 ദിവസത്തേക്ക് ആക്കുമ്പോൾ എന്റെ സെയിൽസ് ഇറ്റ് വിൽ ഇൻക്രീസ് ദ സെയിൽസ് ബൈ 20%. 20% എന്റെ സെയിൽസ് കൂടുന്നതാണ്. അപ്പൊ ഈ പറയുന്ന സെയിൽസ് എന്റെ 20% കൂടും. ഓക്കെ അല്ലേ? സെയിൽസ് കൂടുന്നുണ്ടെങ്കിൽ എന്റെ വോള്യൂമും കൂടുന്നില്ല. വോള്യൂം എത്രയാന്ന് നോക്കാം. 4 lakhന്റെ 20% ആണ്. ഇതാണ് എന്റെ ഇപ്പോഴത്തെ സെയിൽസ്. അപ്പൊ എന്റെ വേരിയബിൾ കോസ്റ്റ് 10 രൂപ വെച്ച് ഇതിന്റെ ആണ് 10 രൂപ വെച്ച് വരുന്നത്. എന്റെ കോൺട്രിബ്യൂഷൻ ഇടാൻ വരെ ഫിക്സ് കോസ്റ്റിലാണ് ശതമാനം. എന്നിട്ട് നമുക്ക് ഇവിടെ ബാഡ് ഡെപ്റ്റ്സ് മൈനസ് ചെയ്യണം. ഇവിടെ ബാഡ് ഡെപ്റ്റ്സ് ഒന്നുമില്ല. ഇതുള്ളതുകൊണ്ട് 20,000 രൂപയുടെ ബാഡ് ഡെപ്റ്റ്സ് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ അല്ല? 365 ദിവസമുണ്ട്. ടാക്സ് 20%. ഫ്രീ ടാക്സ് റേറ്റ് 20% എന്നാണ് പറയുന്നത്. പിന്നെ ടാക്സിനെ പറ്റി പറയുന്നു. ടാക്സ് അപ്പോൾ ബാഡ് ഡെപ്റ്റ്സ് ഇവിടെ. പിന്നെ ഫിക്സ് കോസ്റ്റ് അവിടെ ഇരിക്കട്ടെ. അതിനു മുമ്പ് ഇവിടെ നമ്മളുടെ ആവറേജ് ഡെറ്റേഴ്സ് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? നമുക്ക് ആവറേജ് എന്തോരം ഡെറ്റേഴ്സ് നമ്മൾ എടുക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത്. സോ ഇവിടെ നമ്മളുടെ സെയിൽസ് എത്രയാണ്? ഇത്രോ. എത്ര സമയത്തേക്കാണ് ഞാൻ ഈ സെയിൽസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? 30 ദിവസത്തെ ഡെറ്റേഴ്സ് ആണ് മെയിൻറ്റെയിൻ. ഒരു വർഷത്തിൽ എത്ര ദിവസമുണ്ട്? 365. അപ്പോൾ ഓൺ ആൻ ആവറേജ് ഞാൻ ഇത്രയും ഡെറ്റേഴ്സ് 30 ദിവസത്തേക്ക് മെയിൻറ്റെയിൻ ചെയ്തു. എന്നാൽ ഇപ്പുറത്ത് നോക്കിയാൽ എന്റെ സെയിൽസ് ഇതാണ്. 60 ദിവസത്തേക്കാണ് ഞാൻ ഇവിടെ ഡെറ്റേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. 365 ദിവസം ഒരു വർഷമുണ്ട്. ഇത്രയുമാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇവിടം വരെ മനസ്സിലായോ? ഫിക്സ് കോസ്റ്റ് അവിടെ ഇരിക്കട്ടെ. ഇവിടം വരെ ബാക്കിയെല്ലാം മനസ്സിലായോ? ഇനി നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഈ പറയുന്ന കാശ് മൊത്തം എത്ര? ഡെറ്റേഴ്സിൽ ഇത്രയും കാശ് 2 സമയത്ത് ഞാൻ ഇത്രയും. ഇതിന്റെ ഉദ്ദേശം എന്താ? ഈ ആവറേജ് ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഡെറ്റേഴ്സ് എനിക്ക് കാശ് തരുന്നില്ല. ഇത്രയും ഡെറ്റേഴ്സ് എനിക്ക് കാശ് തരുന്നില്ല, തന്നിട്ടില്ല. അപ്പൊ തരാത്തോണ്ട് ആ കാശ് എനിക്ക് എങ്ങും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അതിനെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് 20% റിട്ടേൺ കിട്ടിയാണ്. റേറ്റ് ഓഫ് റിട്ടേൺ അത് എന്റെ കയ്യിൽ നിന്ന് പോവല്ലേ. അപ്പൊ ഞാൻ ഇതിന്റെ 20% എനിക്ക് ഇത്രയും റിട്ടേൺസ് 2 കേസിലും ഉണ്ടാക്കാൻ പറ്റുകയാണ്.
ഇനി എന്താ ചെയ്യേണ്ടത്? നെറ്റ് പ്രോഫിറ്റ് കണ്ടു. ടാക്സ് ഇല്ലാത്തതുകൊണ്ട് ഇത് തന്നെ ആയിരിക്കും നെറ്റ് പ്രോഫിറ്റ്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സ് കോസ്റ്റ് മൈനസ് ബാഡ് ഡെപ്റ്റ്സ് മൈനസ് ഈ പറയുന്ന ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. മൈനസ് ചെയ്യേണ്ട കാര്യങ്ങൾ റെഡിൽ ഇടുവാണ്. ആവറേജ് ഡെറ്റേഴ്സ് മൈനസ് ചെയ്യല്ലേ, നമുക്ക് അതിന്റെ ഇൻട്രസ്റ്റ് എമൗണ്ട് അല്ലെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് മൈനസ്. ഓക്കെ അല്ലേ? ഇവിടം വരെ ഓക്കെ അല്ലേ? അപ്പൊ ഈ നെറ്റ് പ്രോഫിറ്റ് രണ്ട് കേസിലും കണ്ടുപിടിക്കുന്നു. എന്നിട്ട് നമ്മൾ പ്രോഫിറ്റ് കൂടുവാണോ കുറയുവാണോ എന്നുള്ളതിന്റെ ഒരു അപ്രോക്സിമേറ്റ് ലെവലില് കാര്യം പറയും. ഓക്കെ അല്ലേ? അത് ഫിക്സ് കോസ്റ്റ് ഞാൻ ചെയ്യിക്കാത്തതിന്റെ കാരണം കൂടെ പറഞ്ഞു. രണ്ട് കേസിലും ഫിക്സ് കോസ്റ്റ് ഫിക്സ്ഡ് ആയിരിക്കുമല്ലോ. ഇവിടെയാണ് നിങ്ങൾ കൺഫ്യൂസ് ആവാൻ. നിങ്ങൾ പോയി 11.5%-ന് നിങ്ങൾ മാർജിനൽ കോസ്റ്റിംഗിനകത്ത് പഠിച്ചതുപോലെ ഫിക്സ് കോസ്റ്റ് കണ്ടുപിടിച്ച് തലവേദന എടുത്ത് ഭ്രാന്ത്. എന്തിനാണോ? ഒരാവശ്യമില്ല. നമ്മൾ ജസ്റ്റ് നെറ്റ് പ്രോഫിറ്റ് കണ്ടു, നമ്മുടെ കോൺട്രിബ്യൂഷൻ മൈനസ് ബാഡ് ഡെപ്റ്റ്സ് മൈനസ് ഇത്, അതേപോലെ ഇപ്പുറത്ത്. എന്നിട്ട് രണ്ടും തമ്മിൽ സബ്ട്രാക്ട് ചെയ്യും. 64,900 അങ്ങനെ ഒരു ഫിഗർ ആണ്. ഓക്കെ അല്ലേ? സോ നമുക്കിവിടെ നോക്കുവാണെങ്കിൽ ഓൺ ആൻ ആവറേജ് ഫിക്സ് കോസ്റ്റ് ഞങ്ങൾ എടുത്തിട്ടില്ല. ഓക്കെ അല്ലേ? ഫിക്സ് കോസ്റ്റ് രണ്ട് കേസിലും സെയിം ആയിരിക്കും. ഇറ്റ് വിൽ ഹാവ് നോ ഇമ്പാക്ട്. ഫൈൻ. സോ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ആൻസർ ഇവിടെ അപ്രോക്സ് എന്നാണ് പറയുന്നത്. അപ്രോക്സ് എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഏത് ലെവലിലാണ് എന്റെ പ്രോഫിറ്റ് അപ്രോക്സിമേറ്റ്ലി ഒരു 65,000 രൂപ കൂടുന്നുണ്ട്. അത് ഓക്കെ അല്ലേ? ഇനി 65,000 രൂപ ഇവിടെ എനിക്ക് കാണുന്നു. അത് കാണാത്തതുകൊണ്ട് ഞാൻ എവിടെ ഇടും? ഓപ്ഷൻ സിയിലോട്ട് ഇടും, 70. ഓക്കെ അല്ലേ? ഫിക്സ് കോസ്റ്റിന്റെ ടെൻഷൻ എടുത്ത് സമയം വേസ്റ്റ് ചെയ്യല്ല. രണ്ടിടത്തും സെയിം ആണ്. ഇത് രണ്ടിടത്തും ഉണ്ടെങ്കിൽ പോലും എനിക്ക് എഫക്ട് സെയിം ആണ്. അപ്പൊ അപ്രോക്സ് ആൻസർ ആണ് നമുക്ക് വേണ്ടത്. അപ്രോക്സിമേറ്റ് വെച്ച് മുമ്പോട്ട് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് ട്രാൻസാക്ഷൻ മോട്ടീവ്? നമ്മുടെ ക്യാഷ് ഹോൾഡ് ചെയ്യുന്നതിന് 3 മോട്ടീവ്: ട്രാൻസാക്ഷൻ മോട്ടീവ്, സ്പെക്യുലേറ്റീവ് മോട്ടീവ്, പ്രിക്കോഷണറി. ട്രാൻസാക്ഷൻ മോട്ടീവ് എന്ന് വെച്ചാൽ സാധനങ്ങൾ മേടിക്കാനും വിൽക്കാനും സാലറി കൊടുക്കാനും ട്രാൻസാക്ഷൻ ചെയ്യും. സ്പെക്യുലേറ്റീവ് മോട്ടീവ് എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും. പ്രിക്കോഷണറി മോട്ടീവ് എന്ന് വെച്ചാൽ ഈ പ്രോബ്ലംസിന്റെ സമയത്ത്. അപ്പൊ ഏതാണ് ട്രാൻസാക്ഷൻ മോട്ടീവ് അല്ലാത്ത? റോ മെറ്റീരിയൽ മേടിക്കും, ട്രാൻസാക്ഷൻ മോട്ടീവ് ആണോ? സാലറി കൊടുക്കും, ട്രാൻസാക്ഷൻ മോട്ടീവ് ആണോ? ഫിക്സ്ഡ് കോസ്റ്റ്, ഫിക്സ്ഡ് അസെറ്റ് മേടിക്കുന്നു, ട്രാൻസാക്ഷൻ മോട്ടീവ് ആണോ? അല്ലെങ്കിൽ നൺ ഓഫ് ദി ഓപ്ഷൻ. ഓപ്ഷൻ ഡി തന്നെ, നൺ ഓഫ് ദി. ഇതെല്ലാം ട്രാൻസാക്ഷൻ മോട്ടീവ് ആണ്. ഇതെല്ലാം ഒരു ട്രാൻസാക്ഷൻ. അതുകൊണ്ട് ഇതിനെ ഒന്നും നമുക്ക് ട്രാൻസാക്ഷൻ അല്ല എന്ന് പറയും. ഇവിടം വരെ ഓക്കെ അല്ലേ? Yes, sir. Assuming risk-free rate expected return market portfolio to be 10% and 15%. Standard deviation തന്നിട്ടുണ്ട് 2.8. Market standard deviation ഉണ്ട് 2.3. Correlation coefficient തന്നിട്ടുണ്ട് 0.8. നമ്മളോട് എക്സ്പെക്ടഡ് റിട്ടേൺ ആണ് കണ്ടുപിടിക്കുന്നത്. CAPM Capital Asset Pricing Model equal to IRF plus RM minus IRF into beta. ഇനിയാണ് അടുത്ത ചോദ്യം. ബീറ്റയുടെ ഫോർമുല എന്താ? ബീറ്റ എങ്ങനെ കണ്ടുപിടിക്കാം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സെക്യൂരിറ്റി divided by standard deviation of market into correlation. സെക്യൂരിറ്റിയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2.8 ആണ്. നോട്ട് ചെയ്യാം. മാർക്കറ്റിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2.3 ആൻഡ് കോറിലേഷൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 0. സോൾവ് ചെയ്യാം. ബീറ്റ കിട്ടുന്നു. സോ 2.8 divided by 2.3 into 0.8. ബീറ്റ is 0.9. ബാക്കി നമ്പർ കൂട്ടിട്ട് സോൾവ് ചെയ്യുന്നു. റിസ്ക് റേറ്റ് 10% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്ലസ്
5 into 0.99739. Okay, just to multiply the answer. So 10 plus 5 into 0.97, 14.86. Easy question, I know. அடுத்தது, a company is contemplating investment in a project requiring 72 lakhs. For the same, two options are available. Option number 1, 100% equity, where equity shares are of face value and the premium of 20. Option number 2, bank loan and raise remaining amount through equity purchase. If the loan can be raised at 10%, tax 30, indifference point. രണ്ട് തവണ ഇൻഡിഫറൻസ് പോയിന്റിന്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞാണോ? അപ്പോൾ അതൊന്ന് സൂക്ഷിക്കണം. അവിടെ കാൽക്കുലേഷൻ ആണ് നമ്മളെ ടൈം വേസ്റ്റ് ആവുന്നത്, ബിക്കോസ് ഓഫ് ഇക്വേറ്റ് ഒക്കെ ചെയ്ത് ഇക്വേഷൻസ് ഒക്കെ ഉണ്ടാക്കണം. ബട്ട് ഇതും സെയിം രീതിയിലെ ചോദ്യമാണ്, വ്യത്യാസം ഓക്കെ അല്ലേ? ബട്ട് ഇവിടെ ഒരു ക്യാച്ച് പ്രോബ്ലം പിള്ളേർ തെറ്റ് കാണിക്കും. എനിക്ക് 72 ലക്ഷം രൂപയുടെ ആവശ്യം ആണല്ലോ. ശരി, ഈ 72 lakhs ഞാൻ 100% ഇക്വിറ്റി വെച്ചെടുക്കും. വേർ ഇക്വിറ്റി ഷെയർസ് 100 രൂപയുടെയും പ്രീമിയം 20%. നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ഇനിയാണ്. അപ്പൊ നമ്മൾ 72 lakhs വേണം ഡിവൈഡഡ് ബൈ 120. നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ നമ്മളുടെ 60,000 ആണ്. അല്ലാതെ നമ്മൾ നോർമലി 100 രൂപ എന്നുള്ള രീതിയിൽ എടുത്താൽ 72 lakhs ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ 100, അപ്പൊ 72,000 വരും. അവിടെ നമ്മുടെ കാൽക്കുലേഷൻ തെറ്റും. നമ്പർ ഓഫ് ഷെയർ നമ്മളുടെ ഈ കേസ്, ആദ്യത്തെ കേസിൽ ഫസ്റ്റ് ഓപ്ഷൻ, ഓപ്ഷൻ നമ്പർ 1 നമ്പർ ഓഫ് ഷെയർ 60,000. ഇത് ക്ലിയർ അല്ലേ? അതെങ്ങനെ വന്നു? നമുക്ക് ആവശ്യമുള്ള 72 lakh ഡിവൈഡഡ് ബൈ ഇഷ്യൂ പ്രൈസ്. ഇഷ്യൂ പ്രൈസ് 120 ആണ്. അങ്ങനെയാണ് വന്നത്. എന്നാൽ ഓപ്ഷൻ 2 എടുക്കാം. ഓപ്ഷൻ 2 അവിടെയും എനിക്ക് ആവശ്യം 72 ലക്ഷം തന്നെയാണ്. അല്ല, 72 അല്ല, സോറി. നമ്മളവിടെ 50 lakh ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു. ബാക്കി 22 ലക്ഷം എനിക്ക് കാശ് വേണം. ഇനിയും ഇഷ്യൂ പ്രൈസ് സെറ്റ് ചെയ്യാം. ഇഫ് ദ ലോൺ ക്യാൻ ബി റേസ്ഡ് അറ്റ് 10% ആൻഡ് ഇൻകം ടാക്സസ് ദിസ്. ഓക്കെ, സെയിം തന്നെ. ഇക്വിറ്റി ഷെയർ അറ്റ് പാർ 100 രൂപ. ഓക്കെ അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ നമ്പർ ഓഫ് ഷെയർ വരുന്നത് 22,000. ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വായിക്കും. ഇവിടെ 120 ഇഷ്യൂ പ്രൈസ്. അപ്പൊ നമ്പർ ഓഫ് ഷെയർ 60,000. ഇവിടെ പാറാണ്, ദാറ്റ് ഇസ് 100 ഇഷ്യൂ പ്രൈസ്. അവിടെ 120 എടുത്തേക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ 22. ബാക്കി എല്ലാം സെയിം നമ്മൾ ചെയ്യുന്നു. ക്ലിയർ അല്ലേ? നാല് ക്വസ്റ്റ്യൻ കൂടെ ബാക്കി. X invested 21,000 in the shares of the company 5 years. During this tenure, he received a dividend of this and this in the first and the fourth year. The current market value of the investment is 40,000. The total investment in the return, HPR, holding period return. Formula എന്തായിരുന്നു? Current return plus capital return divided by purchase price. കറണ്ട് റിട്ടേൺ എത്രയാണ്? രണ്ടെണ്ണം ഉണ്ട് കറണ്ട് റിട്ടേൺ. 1,800 2,100. 2,100 പ്ലസ് 1,800. ഇതാണ് കറണ്ട് റിട്ടേൺ. ഇനി ക്യാപിറ്റൽ റിട്ടേൺ നോക്കാം. 40,100 ഞാൻ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റിനെ മാർക്കറ്റിൽ വിൽക്കാൻ പോകും. ഓക്കെ അല്ലേ? സോ നമ്മുടെ ക്യാപിറ്റൽ റിട്ടേൺ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുവാണെങ്കിൽ 40,100 മൈനസ് 21,000. ഇതാണ് എന്റെ ക്യാപിറ്റൽ. അപ്പൊ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. 19,100 ഡിവൈഡ് ചെയ്യുന്നു വിത്ത് 21,000. സോൾവ് ചെയ്യുമ്പോൾ HPR കിട്ടും. ഓക്കെ, സോ ദിസ് വിൽ ബി 109%. 109.5. ക്ലിയർ അല്ലേ? Yes, sir. An investor bought a share of ₹50. Company paid a dividend of 3. Long-term growth rate is expected to be 12%. Expected rate of return is 15. The current market price
on the basis of fundamental valuation approach എന്തായിരിക്കും എന്നാണ് ചോദിച്ചത്. ഓക്കെ, സോ നമ്മുടെ ഫണ്ടമെന്റൽ അപ്രോച്ച് അല്ലെ ഡിവിഡൻഡ് ഗ്രോത്ത് അപ്രോച്ച് ഓർക്കുന്നുണ്ട്. P0 എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്? D1 divided by KE minus G. ഓക്കെ, നമുക്ക് നോക്കാം. കമ്പനി പെയ്ഡ് എ ഡിവിഡൻഡ് ഓഫ് 3, ഗ്രോത്ത് റേറ്റ് ഇസ് 12. പെയ്ഡ് എ ഡിവിഡൻഡ് നമുക്ക് D1 ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് ആ 3 എന്ന് പറയുന്ന സംഭവത്തിനെ 1.12 എത്തിക്കാം. ഇതാണ് എന്റെ D1. പിന്നെ പറയുന്നത് റിക്വയർഡ് റേറ്റ് 15% ആണ്. സോ 0.15 minus 0.12 growth. Okay, so this will be this divided by value കിട്ടുന്നു 112 രൂപ. ചെക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? ആരാണ് പോർട്ട്ഫോളിയോ തിയറി ഒറിജിനേറ്റ് ചെയ്തത്? ഇങ്ങനത്തെ കുറച്ച് വള്ളികളുണ്ട്. പോർട്ട്ഫോളിയോ തിയറി നമ്മുടെ മാർക്കോവിറ്റ്സ് അല്ലേ? മാർക്കോവിറ്റ്സ് മോഡൽ ഓപ്ഷൻസ്. Last ചോദ്യം. An investment in a mutual fund has generated a return of 15% with a standard deviation of 5. Risk-free rate in the market is 8%. Standard deviation is 12. What is the Sharpe ratio of the fund? Mutual fund has generated a return of 15%, standard deviation of 5. Risk-free rate and standard deviation. Okay. Sharpe ratio. Sharpe ratio എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ ആ സംഭവം. ഷാർപ്പ് റേഷ്യോയുടെ ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് എക്സ്പെക്ടഡ് റിട്ടേൺ മൈനസ് റിസ്ക് ഫ്രീ റിട്ടേൺ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് മറ്റേ അത് തന്നെ എക്സ്പെക്ടഡ് റിട്ടേൺ അല്ല, പക്ഷെ അവിടെ അത് തന്നെ ലാസ്റ്റ് അല്ലേ റിസ്ക് അഡ്ജസ്റ്റഡ് മെഷർ ഓഫ് പെർഫോമൻസ്. മറ്റേ ഇത് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ചാപ്റ്ററിലല്ലേ? പോർട്ട്ഫോളിയോ മാനേജ്മെന്റിനകത്തുള്ള റിസ്ക് റിസ്ക് അഡ്ജസ്റ്റഡ് മെഷർ ഓഫ് പെർഫോമൻസ്. ആ ഫോർമുല വെച്ച് ചെയ്യാൻ പറ്റുമോ നമുക്ക്? നോക്കിക്കേ. റിസ്ക് ഫ്രീ റേറ്റ് തന്നിട്ടുണ്ട്. യെസ്, റിസ്ക് ഫ്രീ റേറ്റ് ഉണ്ട് നമുക്ക്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 5, പിന്നെ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ സെക്യൂരിറ്റി ഇൻഡെക്സ് തന്നിട്ടുണ്ട് 12. ഒന്ന് വർക്ക്ഔട്ട് ചെയ്തോട്ടെ ഞാൻ നോക്കട്ടെ. നമ്മളിതിനെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫോർമുല റിസ്ക് അഡ്ജസ്റ്റഡ് മെഷർ ഓഫ് പെർഫോമൻസ്. ഫോർമുല എന്തായിരുന്നു? ഫോർമുല ആയിരുന്നു നമ്മുടെ റിട്ടേൺ എന്താണോ കിട്ടുന്നത്, റിട്ടേൺ മൈനസ് റിസ്ക് ഫ്രീ റേറ്റ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇതല്ലായിരുന്നു? യെസ് സർ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സെക്യൂരിറ്റി ഓഫ് ദ സെക്യൂരിറ്റി. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ റിട്ടേൺ is 15% മൈനസ് റിസ്ക് ഫ്രീ റേറ്റ് is 8% ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി സെക്യൂരിറ്റി മാത്രം എടുത്താൽ മതി. The standard investment of a mutual fund has generated a return with the standard deviation of 5. Standard deviation of security index ആണ് 12. അപ്പൊ നമുക്ക് 5 എടുക്കാം. ഓക്കെ അല്ലെ? ഇൻഡെക്സ് മാർക്കറ്റ് ആണ്. ഇൻഡെക്സ് മീൻസ് മാർക്കറ്റ്. അപ്പോ this will be 15 minus 8, 0.15 minus 0.08 divided by standard deviation of 5. Percentage is 1.4. 1.4 and the answer is yes. Yeah. Okay. First time ഇതിന്റെ ചോദ്യം ഇതിന്റെ ക്വസ്റ്റ്യൻ വന്നില്ല. ഇഗ്നോർ ആയിരുന്നു അവർ ചെയ്തോണ്ട്. അപ്പൊ അവിടെ ശ്രദ്ധിക്കണം, നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സെക്യൂരിറ്റി ആണ് വേണ്ടത്, സെക്യൂരിറ്റിയുടെ ഇൻഡെക്സിന്റെ അല്ല. ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ആണ്, മാർക്കറ്റ് എടുക്കേണ്ടത് സെക്യൂരിറ്റി മാർക്കറ്റ്.
അങ്ങനെ നമ്മുടെ പോർഷൻസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഞാൻ ഇതെല്ലാം അയച്ചു തരാം. ക്വസ്റ്റ്യൻ പേപ്പറും വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യുക. നിങ്ങൾ പഠിക്കുന്നുണ്ടോ, സോൾവ് ഒക്കെ ചെയ്യുന്നുണ്ടോ? എന്നോട് ആരും ഡൗട്ട് ഒന്നും ചോദിച്ചിട്ടില്ല ഇതുവരെ. യെസ് സർ, ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ഇപ്പം കുറച്ച് ഡൗട്ട് ഇങ്ങനെ ഒരു ഇന്നത്തെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ലാസ്റ്റ് നോക്കിയപ്പം എന്ത് തോന്നുന്നു? ഈസി ആണോ പേപ്പർ, അല്ലെങ്കിൽ ഒത്തിരി ഡിഫിക്കൽട്ട് ആണോ? അല്ല ചെയ്യാൻ പറ്റും? പകുതി ചെയ്യാൻ പകുതി പറ്റുന്നില്ല. കൂടുതലും ചെയ്യാൻ പറ്റുമല്ലോ. 60 ക്വസ്റ്റ്യൻ ഐ ഗസ് ഒരു 10 ക്വസ്റ്റ്യനേ ഉള്ളൂ നമ്മൾ ഇച്ചിരി കുഴപ്പിച്ച് കളയും. തിയറിറ്റിക്കൽ ആയിട്ടുള്ളത് കുറച്ച് ടഫായിട്ട് തോന്നുന്നുണ്ട്. തിയോറി ഒന്ന് വായിക്കണം, അതൊന്ന് വായിക്കണം. ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. പിന്നെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ രീതികളൊന്ന് ചിന്തിക്കണം, ആ രീതിയിൽ ഒന്ന് വർക്ക്ഔട്ട് ചെയ്തെടുക്കണം. ഞാൻ ഇതെല്ലാം അയച്ചു തരാം, എല്ലാ സംഭവം എല്ലാരും ഒന്ന് വായിക്കുക. ഓക്കെ അല്ലേ? ഓൾ ദ വെരി ബെസ്റ്റ്. മാർക്ക് ചെയ്തതോ? ഇങ്ങനെ തന്നെ ഇതേപോലെ തന്നെ സാർ ഇപ്പൊ ഞാൻ ആൻസർ കീ തരാം. ആൻസർ കീയുടെ കൂടെ തരാം. ഓക്കെ അല്ലേ? സോ ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് ഇരുന്ന് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാട്സാപ്പ് അയക്കാം കേട്ടോ. ഓക്കെ സർ. താങ്ക് യു. താങ്ക് യു സർ.